ഓക്കെ. സോ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ഭാഗങ്ങൾ ഓക്കെ ആണോ? നമ്മൾ ഓരോ ഡൈനാസ്റ്റിയും പഠിക്കുന്ന സമയത്ത് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഇനിഷ്യലി പറയാറുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഇമ്പോർട്ടൻറ്റ് കിങ്, ഈ പറഞ്ഞ പ്രധാനപ്പെട്ട സോഴ്സുകൾ എന്തൊക്കെയാണ്, ഓരോ കിങ്ങും അവരുടെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയത്. ഓക്കെ, ആ ഭാഗം നമ്മൾ കവർ ചെയ്തു. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതിന്റെ ക്വസ്റ്റ്യൻസ് 1-2 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഫുൾ PYQ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. ആൻഡ് റിമൈനിങ് പാർട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഭാഗം എന്ന് പറയുന്നത് ബേസിക്കലി പൊളിറ്റിക്കൽ സ്ട്രക്ചർ, എക്കണോമിക്കൽ സ്ട്രക്ചർ ആൻഡ് സോഷ്യൽ ആസ്പെക്ട്. ഓക്കെ, പിന്നെ കൾച്ചറൽ ആസ്പെക്ട്. ഇത്രയും ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഞാൻ മുമ്പ് പറഞ്ഞു UPSC എക്സാമിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് ഗുപ്ത എന്ന് പറയുന്നത്. ഗുപ്തയുടെ ഭാഗത്ത് നിന്ന് എല്ലാ വർഷവും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഒന്നാമത്തേത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഗുപ്ത ഓപ്ഷൻസിൽ 1-2 തവണ പോലും കണ്ടിട്ടുണ്ട്. ഓക്കെ, സോ ഈ ഒരു ഭാഗം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് സ്കിപ്പ് ചെയ്ത് പോകാൻ പറ്റാത്ത ഒരു ഭാഗമാണ് ഗുപ്ത ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്ന ഭാഗം എന്ന് പറയുന്നതും പൊളിറ്റിക്കൽ സ്ട്രക്ചർ ഓഫ് ദി ഗുപ്ത ഡൈനാസ്റ്റി ആണ്. ഇന്നത്തെ ഫസ്റ്റ് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സ്ട്രക്ചർ ഓഫ് ദി ഗുപ്ത ഡൈനാസ്റ്റി ആണ്. അപ്പൊ നമ്മൾ ഇതിൽ അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ മൗര്യൻ ഡൈനാസ്റ്റി പഠിച്ചു അല്ലേ? മൗര്യൻ പഠിച്ചു, പോസ്റ്റ് മൗര്യൻസ് വന്നു, അതിനുശേഷമാണ് ഗുപ്ത വരുന്നത്. അപ്പൊ മൗര്യൻസിൽ നിങ്ങൾ പഠിച്ച ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, മൗര്യൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് ആണ് മൗര്യൻസ് എന്ന് പറയുന്നത് അല്ലേ? മൗര്യൻസ് ഒരു സെൻട്രലൈസ്ഡ് ആണെന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, ഇത് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഈ ഓവർ സെൻട്രലൈസേഷൻ ആണ് മൗര്യൻസ് ഒരു കണക്കിന് താഴെ പോകാനും കാരണം എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ ഗുപ്താസ് പറഞ്ഞപ്പോ ഞാൻ നിങ്ങളോട് സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് ആണെന്നാണോ ഇനീഷ്യലി പറഞ്ഞു തന്നത്? എന്തായിരുന്നു ഞാൻ ഇനീഷ്യൽ സമയത്ത് സൂചിപ്പിച്ചത് ഗുപ്താസിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്? ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? ഞാൻ ഒരു ടേം അവിടെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദേ ആർ കോമൺലി ഡീസെൻട്രലൈസ്ഡ് അപ്രോച്ച്. ഓക്കെ, സാമന്ത സിസ്റ്റം എന്ന് പറയും. ഓക്കെ, സമന്തന്മാരാണ് എന്ത് ചെയ്യുന്നത്? അവിടെ കാര്യങ്ങളൊക്കെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് പെർട്ടിക്കുലർ സിസ്റ്റം ഇസ് നോൺ ആസ് സമന്ത സിസ്റ്റം. സമന്ത സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഡീസെൻട്രലൈസേഷൻ ആൻഡ് ഡിവല്യൂഷൻ ഓഫ് പവർ എന്ന് പറയും. ഓക്കെ, അതാണ് ബേസിക്കലി ഈ പറയുന്ന ഗുപ്ത ഡൈനാസ്റ്റിയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അതിനകത്ത് നിങ്ങൾ ആദ്യം പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഗുപ്ത ഡൈനാസ്റ്റി എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ടോട്ടൽ ഒരു കിങ്ഡം ആയിരിക്കും അല്ലെ? ഗുപ്ത ടോട്ടൽ കിങ്ഡം വരുന്ന സമയത്ത് അതിനെ ഈ പറഞ്ഞ പോലെ ബുക്തീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സ്വാഭാവികമായിട്ട് ആ കിങ്ഡത്തിന്റെ ഹെഡ് ആരായിരിക്കും? കിങ്ങും ഒരു കൗൺസിലും ആയിരിക്കും ഉണ്ടാകുക. ഓക്കെ, ഈ കൗൺസിലിന്റെ അടുത്ത് എപ്പോഴും രാജാവ് എന്ത് ചെയ്യും? എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ നമുക്ക് അറിയാവുന്നതല്ലേ ക്യാബിനറ്റ് പോലുള്ളൊരു സിസ്റ്റം. നമ്മൾക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുക്കാം. അപ്പൊ നമ്മൾ ക്യാബിനറ്റ് പോലുള്ള സിസ്റ്റം എന്തായിരിക്കും? കിങ് ആൻഡ് കൗൺസിലാണ്. എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കഷൻ ഉണ്ടാവും. എന്തെങ്കിലും ഇപ്പൊ പറഞ്ഞ പോലെ വാർ നടക്കുന്ന സമയത്തൊക്കെ ഡിസ്കഷൻ ഉണ്ടാവും. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഓർത്തിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാഹുബലിയിൽ യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് ഒരു കൗൺസിൽ കൂടുന്ന കണ്ടിട്ടുണ്ടാവും. ഓക്കെ, സിമിലർ കൈൻഡ് ഓഫ് എ സെറ്റപ്പ് ഇസ് ദർ എവ്രിവെയർ. ഓക്കെ, അത് കൗൺസിൽ, കിങ് ആൻഡ് കൗൺസിലാണ് എപ്പോഴും ഉണ്ടാവുക. സ്വാഭാവികമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഭാഗം എന്ന് പറയുന്നതും ഇത്തവണ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോർഷൻ എന്ന് പറയുന്നതും ഈ ഒരു ടേം ആണ്. ആ ടേം നിങ്ങൾ ശ്രദ്ധിക്കുക. ഹിയർ സന്ധി വിഗ്രഹിക എന്ന് പറയും. എന്താ ഉദ്ദേശിക്കുന്നത്? സന്ധി ചെയ്യാന്ന് പറഞ്ഞാൽ ഏത് ഗ്രൂപ്പായിരിക്കും സന്ധി ചെയ്യാനുണ്ടാവുക? മെയിൻ ആയിട്ട് സിമ്പിൾ ആയിട്ട് നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ സന്ധി ചെയ്യുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഡിപ്ലോമാറ്റ്സ് ആയിരിക്കും മെയിൻ ആയിട്ട് അല്ലേ? സോ ഇറ്റ് ഈസ് ഫോറിൻ മിനിസ്റ്റർ. ഞാൻ ടേം വെച്ചിട്ട് നിങ്ങൾ പിക്ക് ചെയ്യണം, അല്ലാതെ നിങ്ങൾ ബൈഹാർട്ട് പഠിക്കാൻ സാധിക്കില്ല. ഈ ഒരു ടേം വളരെ ഇമ്പോർട്ടന്റ് ആണ്. സന്ധി വിഗ്രഹ എന്ന് പറയും. സന്ധി ചെയ്യുന്ന ആളാരാണ്? ഡിപ്ലോമാറ്റ് ആയിരിക്കും എപ്പോഴും ഉണ്ടാവും അല്ലെ? ഒരു മീഡിയേറ്റർ പോലെ. ഈ പറഞ്ഞ പോലെ യുദ്ധം ചെയ്യുന്ന സമയത്ത് 2 രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മീഡിയേറ്റേഴ്സ് ഉണ്ടാവും. ഓക്കെ, ദാറ്റ് കൈൻഡ് ഓഫ് മീഡിയേറ്റർ ഇസ് നോൺ ആസ് ഫോറിൻ മിനിസ്റ്റർ. എ സോർട്ട് ഓഫ് ഫോറിൻ മിനിസ്റ്റർ ആണ്. ഓക്കെ, അദ്ദേഹമായിരിക്കും മറ്റു രാജ്യങ്ങളുമായിട്ട് ഈ പറഞ്ഞ ഒരു ഡിസ്കഷന് പോകുന്നുണ്ടാവുക. പുള്ളിക്ക് ഇവിടെ റോൾ ഉണ്ട്. എന്തുകൊണ്ട് റോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, സമന്ത സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഓരോ സാമന്തന്മാരുമായിട്ട് കണക്ട് ചെയ്യുന്നതും ഈ പറയുന്ന സന്ധി വിഗ്രഹ എന്ന് പറയുന്ന ഒരാളാണ്. സോ ഇറ്റ്സ് എ CAPF ക്വസ്റ്റ്യൻ, നോട്ട് എ UPSC ക്വസ്റ്റ്യൻ. അതുകൊണ്ട് അത് മറന്നു പോകരുത്. ഓക്കെ, ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞു ഈ പറയുന്ന കിങ്ഡം, കിങ്ങും കൗൺസിലും ഉള്ള കിങ്ഡത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്? ബുക്തീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മലയാളത്തിൽ വേണമെങ്കിൽ ദേശങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. ഈ ദേശത്തിന്റെ ഹെഡ് എന്ന് പറയുന്നത് ഉപരികാസ് ആണ്. ഓക്കെ, ഈ ഉപരിക എന്ന് പറഞ്ഞ ടേം ആണ് കൂടുതൽ ചോദിക്കാനുള്ള സാധ്യതയുള്ളത്. ഓക്കെ, ആൻഡ് ഈ പറഞ്ഞ ദേശം അല്ലെങ്കിൽ ബുക്തി എന്ന് പറയുന്നത് വീണ്ടും എന്താണ്? ഡിവൈഡ് ചെയ്തിട്ട് പ്രദേശങ്ങളാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം പട്ടണ അല്ലെങ്കിൽ വിഷയാസ്. ഓക്കെ, ഇതായിട്ടാണ് ഡിവൈഡ് ചെയ്തത്. ആ വിഷയാസിന്റെ ഹെഡ് എന്ന് പറയുന്നത് വിഷയപതിയാണ്. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പം
വിഷയപതി ആയിരിക്കും. ഓക്കെ, എളുപ്പത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഭാഗം അതായിരിക്കാം. ഓക്കെ, ഈ പറയുന്ന പട്ടണ എന്ന് പറയുന്നത് നമ്മളൊരു മെട്രോപൊളിറ്റൻ സിറ്റി പോലെ ലാർജർ വൺ ആണ്. ഓക്കെ, ഇതിനെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഡിസ്ട്രിക്ട് ലെവലിലേക്ക് പോകുന്നു, ടൗണും അതേപോലെ വില്ലേജും. ഈ വിഷയപതി നിങ്ങൾ ഓർത്തില്ലെങ്കിലും വലിയ പ്രോബ്ലം ഒന്നുമില്ല. പക്ഷെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ പറയുന്ന ടൗൺ ഹാൻഡിൽ ചെയ്യുന്ന ഒരാളുണ്ട്. ഓക്കെ, സാർത്തവാഹ എന്ന് പറയും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്, ബിക്കോസ് ദേ ആർ ഗിൽഡ് മെർച്ചൻസ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഗുപ്താസ് എന്ന് പറയുന്നത് എന്താണ്? ദേ ആർ വൈശ്യാസ്. ഓക്കെ, അതിന്റെ മെയിൻ കാരണവും ഞാൻ പറഞ്ഞു, എങ്ങനെയാണ് ഗുപ്താസ് ഫോം ചെയ്തതെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അതിന്റെ മെയിൻ കാരണം നിങ്ങൾക്ക് ഊഹിക്കാം, ഇവിടെ ഒരു ഗിൽഡ് മെർച്ചന്റ് സിസ്റ്റം ഉണ്ടായിരിക്കും എന്നുള്ളത്, അല്ലെ? ഒരു മെർച്ചന്റ് സിസ്റ്റം ആണ്. ഈ മെർച്ചന്റ് സിസ്റ്റം ആണ് ഈ പറയുന്ന ടൗൺ ഏരിയാസ് ഫുള്ളി കൺട്രോൾ ചെയ്യുന്നുണ്ടാവുക. ബിക്കോസ് കൊമേഴ്ഷ്യൽ പ്ലേസ് എന്ന് പറയുന്നത് ഇപ്പോഴും ടൗണിൽ തന്നെയാണ്. നിങ്ങൾക്ക് അറിയാൻ പറ്റും സിംപ്ലി. നമുക്കൊരു മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മൈൻഡിൽ ആദ്യം വരിക ഇസ് എ ടൗൺ സിസ്റ്റം. സോ ദീസ് കൈൻഡ് ഓഫ് മെർച്ചൻസ് ആർ ദർ. സോ അവരാണ് എന്ത് ചെയ്യുന്നത്, ആ ടൗൺ ലീഡ് ചെയ്യുന്നത്. ആ ലീഡ് ചെയ്യുന്ന ഹെഡിനെയാണ് എന്ത് പറയുന്നത്, സാർത്തവാഹ എന്ന് പറയുന്നത്. അപ്പൊ അർത്ഥം എന്താണ്? ഈ സാർത്തവാഹത്തിനെയാണ് ഈ ഗിൽഡ് മർച്ചന്റെ ഹെഡ് എന്ന് പറയുന്നത്. ഒരു തവണ ഞാനൊരു ക്വസ്റ്റ്യൻ പറഞ്ഞു തന്നത് ഓർമ്മയിടോ നിങ്ങൾക്ക്? ഇതിന്റെ അകത്ത് അവസാനത്തേക്ക് പോകുന്ന സമയത്ത് ദിസ് ഇസ് ദ ക്വസ്റ്റ്യൻ. വിത്ത് റെഫറൻസ് ടു ഗിൽഡ് ശ്രേണി സിസ്റ്റം ഓഫ് ആൻഷ്യന്റ് ഇന്ത്യ, വെരി ഇമ്പോർട്ടന്റ് കൺട്രി എക്കണോമി, വിച്ച് ഈസ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് എന്ന് ചോദ്യം ഓർമ്മയുണ്ടോ? ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഒരിക്കലും ക്ലാസ്സിൽ. ഓക്കെ, അപ്പൊ ഞാൻ രണ്ട് കാര്യം പറഞ്ഞു തന്നു. ഇൻ ദി കേസ് ഓഫ്, ഇവിടെ നോർമലി ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. ബട്ട് ഇൻ ദി കേസ് ഓഫ് ദി ഗുപ്ത ഡൈനാസ്റ്റി ഇറ്റ്സ് ലിറ്റിൽ ബിറ്റ് ഡിഫറെന്റ്. ബിക്കോസ് എന്താണ്, ഇതിനകത്ത് ശരിക്കും ആൻസർ ഞാൻ എടുത്തത് ഒറിജിനൽ ആൻസർ ആയിട്ടാണ്. ഡി ആണ് ആൻസർ വരിക. എല്ലാ സ്റ്റേറ്റ്മെന്റിന്റെ കറക്റ്റ് ആണ്. ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാത്തതാണ്. ഇവിടെ ഒരു ചെറിയൊരു കാര്യം പറയുന്നുണ്ട്. എവറി ഗിൽഡ് സിസ്റ്റം വാസ് രജിസ്റ്റർഡ് ആസ് എ സെൻട്രൽ അതോറിറ്റി ഓഫ് ദി സ്റ്റേറ്റ്. ഓക്കെ, ഇൻ ദിസ് കേസസ് ഗുപ്ത ഡൈനാസിയിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. അവരെന്താണ്, അവർ ഓൾറെഡി ഒരു ഡോമിനേറ്റഡ് വിഭാഗമാണ്. അവർ ഡയറക്ട്ലി രജിസ്റ്റർ ചെയ്യുന്നത് ആരുമായിട്ടല്ല, ഈ പറയുന്ന കിങ് ആൻഡ് കൗൺസിൽ ആയിട്ടല്ല രജിസ്റ്റർ ചെയ്യുന്നത്. അവർ രജിസ്റ്റർ ചെയ്യുന്നത് എന്ന് പറയുന്നത് വിഷയാസിനടുത്താണ്, വിഷയപതീസിനടുത്താണ് രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പൊ സെൻട്രലൈസ്ഡ് അല്ല, അവിടെ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള അപ്രോച്ചാണ് ഗുപ്താസിന്റെ കൺട്രോൾ അവർ ചെയ്യുന്നത് എന്ന് ആലോചിക്കുക. കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട, ഞാൻ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഗുപ്താസിന്റെ ക്യാരക്ടർ പറയാൻ വേണ്ടി പറഞ്ഞത് മാത്രം. ക്ലിയർ? ഓക്കെ, ഈ വില്ലേജിനെ നമുക്കറിയാം ഗ്രാമസഭകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഹെഡും നിങ്ങൾക്ക് ഗ്രാമപതി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. UPSC ചോദിച്ചൊരു ചോദ്യം എന്ന് പറയുന്നത് മഹാത്തരാസ് ആണ്. ഓക്കെ, അത് ഓർത്തിരുന്നാൽ മതി. ഗ്രാമ മഹാത്തരാസ് എന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, മഹാത്തരാസ് എന്ന് പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ആൻഷ്യന്റ് ഇന്ത്യയിൽ വില്ലേജ് ലെവലില് ഈ പറയുന്ന നാട്ടുകൂട്ടങ്ങളുടെ ഹെഡില്ലേ, അവരെയാണ് മഹാത്തരാസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കോമൺ ആയിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, മഹാത്തരാസ് എന്ന് പറയുന്നത് ഒരു വില്ലേജ് ഒഫീഷ്യൽ. അതിനപ്പുറത്തേക്ക് UPSC ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനൊന്നും പോകുന്നൊന്നുമില്ല. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇത് ഗുപ്ത ഡൈനാസ്റ്റി ആണോ അല്ലെങ്കിൽ അങ്ങനത്തെ ഡൈനാസ്റ്റി എന്നും പറഞ്ഞ് റെയർ ആയിട്ടായിരിക്കും ആ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ വരിക. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പം മഹാത്തര എന്ന് പറയുന്നത് വില്ലേജ് ഒഫീഷ്യൽ ആണെന്നുള്ള കാര്യം കൂടി എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ഓർത്തിരിക്കുക. ഈ ഒരു ഭാഗത്താണ് നിങ്ങൾക്ക് അത്രയും ടെർമിനോളജി പഠിക്കാനുള്ളത് ഈ പൊളിറ്റിക്കൽ സ്ട്രക്ചറിൽ. ഓക്കെ, സോ ഈ ടോട്ടൽ പൊളിറ്റിക്കൽ സ്ട്രക്ചർ ഞാൻ പറഞ്ഞു. അതിന്റെ ഒരു റീസൺ കൂടി ഞാൻ ഇവിടെ കണക്ട് ചെയ്ത് പറഞ്ഞു. സിസ്റ്റം വിൽ ബിക്കം സാമന്ത സിസ്റ്റം ഇസ് എ ഡീസെൻട്രലൈസ്ഡ് ആൻഡ് ഡിവല്യൂഷൻ അപ്രോച്ച്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞതാണ് എന്താണ് സാമന്ത സിസ്റ്റം എന്ന് പറയുന്നത്. ട്രിബ്യൂട്ടറി ടു കിങ്, ലാൻഡ് ചീഫ് ഉണ്ടാവും മെയിനായിട്ട് അല്ലേ. അപ്പൊ ലാൻഡ് ചീഫ് ആയിരിക്കും ഈ കാര്യം ഹാൻഡിൽ ചെയ്യുക. നിങ്ങൾ അത്ഭുത ദ്വീപ് സിനിമ ഓർത്താൽ മതി, പെട്ടെന്ന് നിങ്ങൾക്ക് ഓർമ്മ വരേണ്ടത് അത്ഭുത ദ്വീപായിട്ട് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇവരാണ്. ഓക്കെ, കാരണം ഈ പറഞ്ഞ പോലെ പല പല രാജാക്കന്മാർ പല പല ഭാഗത്തുണ്ടാവും. അവർ കൂടിയാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. ഡിസ്കഷനും കാര്യങ്ങളൊക്കെ എല്ലാം തീരുമാനിക്കുന്നത്, ടാക്സിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അങ്ങനെയാണ്. സിമിലർ ലൈക്ക് നമുക്കറിയാലോ GST സിസ്റ്റം പോലെ എന്താണ് ഒരു കൃത്യമായിട്ടുള്ള റേഷ്യോ ഒക്കെ തീരുമാനിക്കുന്ന രീതിക്കൊക്കെ. അവിടേക്ക് നിങ്ങൾ പോകണ്ട, ഞാൻ ആ സിസ്റ്റം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ദ സിസ്റ്റം ഇസ് നോൺ ആസ് സാമന്ത സിസ്റ്റം, ഓൾസോ ഫ്യൂഡറ്ററി സിസ്റ്റം. എങ്ങനെ സാമന്ത സിസ്റ്റം വന്നത് ഞാൻ പറഞ്ഞു അല്ലേ. കാരണം മിലിറ്ററി ഡ്യൂട്ടീസ് അവർക്ക് ഉണ്ടാവും. സ്വാഭാവികമായിട്ട് കിങ് എന്ത് ചെയ്യും, ഈ പറഞ്ഞ പോലെ പല സ്ഥലങ്ങളിൽ പിടിച്ചെടുക്കും. കിങ്ങിന് ആ സ്ഥലം കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. കിങ് എന്ത് ചെയ്യും, അവിടുത്തെ രാജാവിന് വിട്ടുകൊടുക്കും. അവിടെ നിന്ന് മതി ടാക്സും കാര്യങ്ങളും മതി. ദാറ്റ് ഇസ് നോൺ ആസ് സാമന്ത സിസ്റ്റം. ഓക്കെ, ദേ ആർ ഫോളോയിങ് ഡിവല്യൂഷൻ ഓഫ് പവർ, ക്രിയേറ്റിംഗ് റെസ്പോൺസിബിലിറ്റി ഇൻ ദി ഗവേണൻസ്. അതായത് ലോക്കൽ ഗവേണൻസിൽ റെസ്പോൺസിബിലിറ്റി കൂടുതൽ എന്ത് ചെയ്തു കിട്ടാൻ തുടങ്ങി. ഇപ്പൊ സെൽഫ് ഗവേണിംഗ് കമ്മ്യൂണിറ്റീസ് ഡെവലപ്പ് ആവാൻ തുടങ്ങി ആ കാലഘട്ടത്തിൽ. ഓക്കെ, ഈ സാമന്താസ് എന്ന് പറയില്ല. അപ്പൊ സാമന്തന്മാരുണ്ടാവുമല്ലോ, ഈ സാമന്തന്മാരുടെ പേര് പറയുന്നതാണ് മഹാദേശ്വര എന്ന് പറയും. ഓക്കെ, നിങ്ങൾ ഒറ്റ കാര്യം ഓർത്താൽ മതി, സിമ്പിൾ ആയിട്ട് ഓർക്കുന്നത് മഹാ എന്നുള്ള പേര് ഓർത്താൽ മതി. ഈ ഈശ്വര എന്ന് പറയുന്ന ടേം ഇല്ലേ, ഓക്കെ, ഇങ്ങനെയുള്ള ടേമുകളാണ് എൻഡിങ്ങിലേക്ക് വരുന്നതെങ്കിൽ they are making supreme power. ക്ലിയർ? എപ്പോഴും നിങ്ങൾ ഇതുപോലെ കീവേഡുകൾ പെട്ടെന്ന് ടിക്ക് ചെയ്യാൻ നോക്കണം.
ഓക്കെ, അതിന്റെ കീവേഡ് എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പൊ കീവേഡ് പഠിക്കുകയാണെങ്കിൽ ഞാനിപ്പോ പറയാം, ആൻഷ്യന്റ് സി എന്നാണ് ഏറ്റവും കൂടുതൽ കീവേഡ് ചോദിക്കാറുണ്ട്, അതല്ലേ? അപ്പൊ അത്രയും കീവേഡ് നിങ്ങൾക്ക് പഠിച്ചു വെക്കാൻ പറ്റുമോ? പ്രാക്ടിക്കലി നടക്കില്ല, അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ ടേം അങ്ങ് കട്ട് ചെയ്ത് നോക്കുക. അതിന് എന്തെങ്കിലും എവിടെയെങ്കിലും നിങ്ങൾക്ക് പിക്ക് ചെയ്യാൻ പറ്റുന്ന മലയാളം ടേം ഉണ്ടോ നോക്കുക. അത് എന്തുകൊണ്ട് വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്കൃതവും മലയാളവും കണക്റ്റഡ് ആണ്. ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. സോ നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടും. ഓക്കെ, സോ ഇതിന്റെ ടെർമിനോളജി വന്നാൽ ഞാൻ നിങ്ങൾ അപ്പം സ്പ്ലിറ്റ് ചെയ്യുക. ഇതിനകത്ത് ഏതെങ്കിലും ഭാഗം നിങ്ങൾക്ക് പിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ദർ ഇസ് എ ചാൻസ്. UPSC അതാണ് കൂടുതൽ തരാറുള്ളത്. ഓക്കെ, സോ എപ്പോഴും നിങ്ങളത് നോക്കുക. UPSC ഒരു മെയിൻ ടെൻഡൻസി അതാണ്, എപ്പോഴും നമുക്കത് കിട്ടും. നമ്മളത് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഇവിടെ മഹേശ്വര എന്നുള്ള ടേം ലാസ്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഇത് ഹെഡ് ലെവലിൽ നിൽക്കുന്ന ആളാണ്. UPSC എപ്പോഴും തരുന്ന ഓപ്ഷനും എന്തായിരിക്കും? ആ ലെവലിലായിരിക്കും. ഒരിക്കലും കിങ്ങും കൗൺസിലും എന്ന് ഹെഡിങ് തരില്ല. കാരണം എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, അവിടെയും UPSCക്ക് ഒരു ടെൻഡൻസി ഉണ്ട്. ഒറ്റയാനെ കണ്ടെത്താൻ നമ്മൾ പറയില്ലേ, 3 ആൾക്കാർ ഒരേ ക്യാരക്ടർ ഉള്ളവരും ഒരാൾ സെപ്പറേറ്റ് ക്യാരക്ടർ ഉള്ളവനായിരിക്കും. അവനെ കണ്ടെത്തിയാൽ മതി നിങ്ങൾ അതിനകത്ത്. ഓക്കെ, 3 ആൾക്കാരുടെ ക്യാരക്ടറും ലോവൽ ലെവലിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കും, ഒരാൾ ഹയർ ലെവലിൽ നിൽക്കുന്ന ആൾക്കാർ. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് പിക്ക് ചെയ്യാൻ സാധിക്കും. ദിസ് ഇസ് എ നോർമൽ തിങ്. ഓക്കെ, അതല്ലാതെ ഇത്രയും ആൻഷ്യന്റ് ഹിസ്റ്ററി നിങ്ങൾ മൊത്തം പഠിച്ചു വാ, എന്നിട്ട് നിങ്ങൾ പഠിച്ചോ എന്നൊക്കെ UPSC പറയില്ല. ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് എവിടെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഞാൻ പറഞ്ഞ കാര്യം ക്ലിയർ ആയോ? കൺഫ്യൂസ്ഡ് ആയിട്ടില്ലല്ലോ? ഞാൻ കൺഫ്യൂഷൻ ആക്കില്ല എന്ന് വിചാരിക്കുന്നു. ക്ലിയർ? ഓക്കെ, സോ അടുത്തത് ജുഡീഷ്യറിയിലേക്ക് പോവാണ്. ഇവിടെ ജുഡീഷ്യറിയിലേക്ക് പോകുന്ന സമയത്തും സ്വാഭാവികമായിട്ട് എന്തായിരിക്കും ജുഡീഷ്യറിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്? അതാത് ലെവലിൽ നിൽക്കുന്ന ആളുകളായിരിക്കില്ല ജുഡീഷ്യറിന്റെ കാര്യം തീരുമാനിക്കുക, അല്ലേ? അതിന് സെപ്പറേറ്റ് ആയിട്ട് ആൾക്കാരെ നിയമിക്കാനൊക്കെ പറ്റും, പൈസ ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ഊഹിച്ചാൽ മതി ഡിസ്ട്രിക്ട് ലെവലിൽ നിൽക്കുന്നതായിരിക്കും വിഷയപതി. ഓക്കെ, ആൻഡ് പ്രൊവിൻഷ്യൽ ലെവലിലേക്ക് വരുമ്പോൾ ഉപരികാസ് വരും. ഓക്കെ, സെൻട്രൽ ലെവലിലേക്ക് വരുന്ന സമയത്ത് മഹാ. ഓക്കെ, ഇപ്പൊ സെൻട്രൽ ലെവലിലേക്ക് മഹാന വന്നില്ലേ? ഓക്കെ, ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഡിസിഷൻ ആയിരിക്കും എടുക്കുന്നുണ്ടാവുക? കിങ് ആയിരിക്കും എടുക്കുന്നുണ്ടാവുക. ഓക്കെ, ഞാനൊരു കാര്യം കൂടി നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഗുപ്താസ് എന്ന് പറയുന്നത് എന്താണ്? വൈശ്യാസ് എന്ന് പറഞ്ഞു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാസ്റ്റസം എടുത്ത് പറയാൻ നിങ്ങൾ വിചാരിക്കരുത്, നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നോർമൽ കേസിൽ വൈശ്യസിന് ഭരിക്കാൻ സാധിക്കില്ലല്ലോ. ഇവർ ബ്രാഹ്മൺസിന് ഇൻഡയറക്ട്ലി സ്പ്രെഡ് ചെയ്യുന്ന കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന ഓർമ്മയുണ്ടോ? ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ട് എന്തായിരിക്കാം? ഈ കിങ്ങിന്റെ കൗൺസിൽ ആരുണ്ടാവും? ഒരു ബ്രാഹ്മിൻ പ്രീസ്റ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ എന്താ ഇതിന്റെ ഒരു പ്രത്യേകത? അങ്ങനെ വരികയാണെങ്കിൽ ലീഗൽ സിസ്റ്റം എന്തായിരിക്കാം? ബ്രാഹ്മണിക്കൽ ഡോമിനേഷൻ ആവാനുള്ള സാധ്യത കൂടുതലാണോ അല്ലയോ? സാധ്യത കൂടുതലായിരിക്കും. ക്ലിയർ? ഈ ഒരു കാര്യം മാത്രം മതി നിങ്ങൾക്ക് അതിന്റെ ആൻസർ വരാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്തായിരിക്കും അതിന്റെ മെയിൻ തീരുമാനം? വർണ്ണ ഹൈറാർക്കി ഉണ്ടാവും. ലോവർ വർണ്ണാസിന് കൂടുതൽ ശിക്ഷയും ഹയർ വർണ്ണാസിന് കമ്പാരിറ്റീവ്ലി ശിക്ഷ പേരിന് മാത്രമായിരിക്കും, നെയിം സീക്ക്. കൺഫ്യൂഷൻ എല്ലാ ഭാഗത്ത്. ഡെഫിനറ്റ്ലി സിവിൽ ആൻഡ് ക്രിമിനൽ ലോസ് ഉണ്ടാവും. സിവിൽ ലോ എന്ന് പറയുന്നത് പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിരിക്കാം. ക്രിമിനൽ ലോ എന്ന് പറയുന്നത് ഈ പറഞ്ഞ തെഫ്റ്റും അഡൾട്ടറി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ പറയുന്ന ക്രിമിനൽ ലോസ് പോകുന്നത്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു ഫാഹിയാൻ ഈ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബേസിക്കലി ഹിസ് മെൻഷൻ ദിസ് തിങ്സ്. ഓക്കെ, ഇവിടെ സിമ്പിൾ ആയിട്ട് ഈ പറയുന്ന ലോ സിസ്റ്റത്തിലേക്ക് വരികയാണെങ്കിൽ അതിനകത്ത് 1-2 കാര്യങ്ങൾ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണിഷ്മെന്റ് മൗര്യൻസിനെ പോലെ അത്ര സിവിയർ ഒന്നുമല്ല. കമ്പാരിറ്റീവ്ലി ലൈറ്റർ പണിഷ്മെന്റ് ആണുള്ളത്. ഈ സ്റ്റേറ്റ് എന്ത് ചെയ്യില്ല, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ലൈഫിൽ ഇന്റർഫിയർ ഒന്നും ചെയ്യില്ല. അത് ഫാഹിയാന്റെ അക്കൗണ്ടിൽസിൽ നിന്നാണ് കിട്ടുന്നത്. ഫാഹിയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയും. സ്റ്റേറ്റ് അങ്ങനെ ആവശ്യമുള്ള കാര്യങ്ങളൊന്നും പോകത്തില്ല. ഓക്കെ, അവരെന്ത് ചെയ്യില്ല, അങ്ങനെ ആവശ്യത്തെ ഒരു പരിപാടിക്കും പോകില്ല. ഈ പറഞ്ഞ പോലെ എന്താണ്, ഈ മൂവ്മെന്റും കാര്യങ്ങളൊന്നും റെസ്ട്രിക്ട് ഒന്നും ചെയ്യത്തില്ല. എവരി വൺ ഹാസ് ദി റൈറ്റ് ടു ഫ്രീഡം ഓഫ് മൂവ്മെന്റ്. ഏത് ഭാഗത്തേക്കും പോകാനുള്ള പെർമിഷൻ ഒക്കെ ഉണ്ട്. പണ്ട് കാലത്ത് നമ്മൾ മോഡേണിസ്റ്റ് പഠിക്കുമ്പോൾ നിങ്ങൾ ഗാന്ധിന്റെ കാര്യങ്ങളൊക്കെ പഠിക്കും. ആഫ്രിക്കയിലെ അവസ്ഥയൊക്കെ ഇവിടെ ഈ പറയുന്ന ബോണ്ടഡ് ലേബേഴ്സിന് മൂവ് ചെയ്യാൻ പോലും സ്പേസ് ഉണ്ടായിരുന്നില്ല പല സ്ഥലത്തും. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ അതിനുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഓർത്തിരുന്നാൽ മതി. ആൻഡ് ബെനവലന്റ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ആയിരുന്നു. അഡ്മിനിസ്ട്രേഷൻ അത്യാവശ്യം നല്ല പ്രോപ്പർ ആയിട്ടായിരുന്നു മെയിൻറ്റെയിൻ ചെയ്തിരുന്നത്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതേപോലെ തന്നെ സ്പൈ സിസ്റ്റം ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം പറയാൻ പറ്റും. തീഫിനെയും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. കള്ളന്മാരൊന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അത്യാവശ്യം ഇപ്പൊ നിങ്ങൾക്ക് എന്താണ് പെട്ടെന്ന് മനസ്സിൽ വരുന്നത്? സുന്ദരമായിട്ടുള്ളൊരു സമൂഹം അല്ലെ? പെട്ടെന്ന് നമുക്ക് ഓർമ്മയിൽ വരുന്നത് എന്താ? ഗുപ്താസ് എന്ന് പറയുന്ന സമയത്ത് ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ അവർ വലിയ പ്രശ്നക്കാരൊന്നുമല്ല, വലിയ രീതിയിലൊന്നുമില്ല, അങ്ങനെ കുഴപ്പങ്ങളൊന്നുമില്ല, നല്ല രീതിയിൽ പോകുന്നുണ്ട്. റീസൺ എന്തായിരിക്കാം? ഒറ്റയടിക്ക് പറയാൻ പറ്റുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി there is a സാമന്ത സിസ്റ്റം. സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ ആകുന്ന സമയത്ത് മാത്രമേ ഫോഴ്സ്ഫുള്ളി ചെയ്യാൻ സാധിക്കുള്ളൂ, അല്ലേ? അല്ലാതെ ചെയ്യാൻ സാധിക്കുമോ? നമ്മുടെ ഇന്ത്യൻ സിസ്റ്റം ആലോചിച്ച് നോക്കി നിങ്ങൾ. ഇന്ത്യൻ സിസ്റ്റം ഇസ് എ കൈൻഡ് ഓഫ് സാമന്ത സിസ്റ്റം, അല്ലേ? എന്താണ് ഡയറക്ട്ലി എന്തില്ല, ഈ പറഞ്ഞ റെക്കോർഡിക്കൽ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഇല്ല. കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്നും എഴുതി വെച്ചിട്ടില്ല. പക്ഷെ എന്താണ്, ഇറ്റ്സ് എ പാർട്ട് ഓഫ് കോസി ഫെഡറൽ. യൂണിറ്ററി ആണെങ്കിൽ യൂണിറ്ററി അതേ ടെൻഡൻസി തന്നെ. ഓക്കെ, ആ ഒരു കൈൻഡ് ഓഫ് സാധനം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പൊ അത്രയും ക്രൂവലായിട്ട് നടപടി എടുക്കാനും സാധിക്കില്ല. അതിന് കുറെ പ്രോബ്ലംസ് ഉണ്ടോ? അപ്പൊ അത്രയും ക്രൂവലും നല്ല നടപടികളും കാര്യങ്ങളൊക്കെ പോകുന്നത് സിമ്പിൾ ആണ്.
ഓക്കെ, ആ ഒരു കാര്യം ഓർത്താൽ മതി. ഇത്രയും ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ ഇറ്റ്സ് ഫൈൻ. അടുത്തൊരു ക്വസ്റ്റ്യൻ ഈ ഭാഗത്ത് നിന്ന് വരുന്നത് ഫ്യൂഡലിസം എന്ന് പറയുന്ന ഒരു ടേം ആണ്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഈ ഇന്ത്യൻ ഫ്യൂഡലിസം എന്ന് പറഞ്ഞ ടേം ഒറിജിനേറ്റ് ചെയ്യുന്നത് ഗുപ്താസിന്റെ കാലഘട്ടത്തിലൊന്നുമല്ല, പോസ്റ്റ് വേദിക് പീരീഡിലാണ് അവസാനം ഒറിജിനേറ്റ് ചെയ്യുന്നത്. എന്താണ് ഫ്യൂഡലിസം? സിമ്പിൾ വേർഡ്, there should be a hierarchy in the society, that is known as a feudal system. അപ്പൊ സിംപിളി പറയുകയാണെങ്കിൽ നമുക്ക് അതാണ് അല്ലെ, ഒരു ഹൈറാർക്കി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിനാണ് ഫ്യൂഡൽ സിസ്റ്റം എന്ന് പറയാ. ഫോർ എക്സാമ്പിൾ, ഞാൻ ഫ്യൂഡൽ ആണെന്ന് പറയുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഞാൻ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് മാത്രം, ഇപ്പൊ എക്സാമ്പിൾ പറയാണ്, ഞാനിപ്പോ അനഘയ്ക്കും അലീഷയ്ക്കും താഷയ്ക്കും മാത്രം ഒരു ഗ്രൂപ്പായിട്ട് നിങ്ങളെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങളെ മാത്രം പഠിപ്പിച്ച് തരണമെന്നുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഫ്യൂഡൽ മെന്റാലിറ്റി അല്ലെ. അപ്പൊ ഒരു ഗ്രൂപ്പിന് മാത്രം ഫോക്കസ് ചെയ്യുന്നു എന്നുള്ള ടെൻഡൻസിയാണ് ഫ്യൂഡലിസം എന്ന് പറയുന്നത്, ബേസ് ഐഡിയ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിത് പറയാൻ സാധിക്കുന്നപ്പോഴാ പോസ്റ്റ് വേദിക് കാലഘട്ടത്തിലാണ് അല്ലെ. വേദിക് കാലഘട്ടത്തിൽ നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കുമോ? ലേറ്റർ വേദിക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ അത് ഡോമിനേറ്റ് ചെയ്യുന്നത് ഏത് സമയത്താണ്? സെക്കൻഡ് അർബനൈസേഷൻ ആയിട്ടുള്ള മഹാജനപദാസിന്റെ സമയത്താണ്. ക്ലിയർ ആയല്ലോ? പെട്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന സമയം. ഓക്കെ, അതിനുശേഷം പല ആളുകളും എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഫ്യൂഡലിസത്തിന് ഗ്രാജുവലി ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. സോ ഇറ്റ്സ് ഡെവലപ്ഡ് ബൈ ശതവാഹനാസ്, ഷാഗാസ്, പല്ലവാസ് സൗത്തില്. ഓക്കെ, അതേപോലെ തന്നെ ഡോമിനേറ്റ് ചെയ്യുന്ന മറ്റൊരു ഗ്രൂപ്പായിരുന്നു ഗുപ്താസ്. ഗുപ്താസ് മെയിൻ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നത് ലാൻഡ് ഗ്രാൻഡ് ആയിരുന്നു. ഓക്കെ, ലാൻഡ് ഗ്രാൻഡ് ആയിട്ട് കൊടുക്കും, റിലീജിയസ് ഗ്രാൻഡ് കൊടുക്കും, എസ്പെഷ്യലി ദി റിലീജിയസ് ഗ്രാൻഡ് ടു ദി ബ്രാഹ്മൺ. ഓക്കെ, ദാറ്റ് ലാൻഡ് ഇസ് നോൺ ആസ് ബ്രഹ്മദേയ. ഓക്കെ, ബ്രഹ്മദേയ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണന്മാർക്ക് കൊടുക്കുന്നത്, അത്രേ ഉള്ളൂ. അതിന്റെ മുകളിലേക്കൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. ചിലപ്പോൾ ഇങ്ങനെ ചോദിച്ചോളൂ സിംപിളി. യുപീസ് അങ്ങനത്തെ ഒരു ടെൻഡൻസി ഉണ്ട്, വളരെ സിമ്പിൾ സാധനം ചോദിക്കും. ബ്രഹ്മദേയ കൊടുക്കും. അതേപോലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഗ്രാൻഡ്സ് എന്ന് പറയും. സ്വാഭാവികമായിട്ട് ആർക്കായിരിക്കും കൊടുക്കുന്നുണ്ടാവുക? ടെമ്പിൾ മൊണാസ്റ്റിക് ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. പെട്ടെന്ന് ദാനം എന്ന് പറഞ്ഞാൽ ദാനം കൊടുക്കുക, ദേവന് ദാനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ദേവദാന എന്ന് പറഞ്ഞാൽ ലാൻഡ് ഗ്രാൻഡ് ടു ആർക്ക്? റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അതേപോലെ തന്നെ സെക്കുലർ കൈൻഡ് ഓഫ് ടെൻഡൻസി ഉണ്ട്. ഉദ്ദേശിക്കുന്നത് വളരെ കുറവാണ് ഈ പറഞ്ഞ സെക്കുലർ ഗ്രാൻഡ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ മിലിറ്ററി ആൾക്കാർക്ക് കൊടുക്കുക, അതേപോലെ ക്രാഫ്റ്റ് നമുക്കറിയാം അവർക്ക് കൊടുക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും അവർക്ക്, ബിക്കോസ് ദേ ആർ ഓൾസോ വൈശ്യാസ്, ദേ വിൽ ഗിവ് ദി ക്യാഷ്. ഓക്കെ, അതും സ്വാഭാവികമായിട്ട് ആ ടെൻഡൻസി അവർക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ദിസ് ഇസ് ദി പൊളിറ്റിക്കൽ സ്ട്രക്ചർ ഓഫ് ദി ഗുപ്ത ഡൈനാസിറ്റി. ക്ലിയർ? ഞാൻ പറഞ്ഞ ടോട്ടൽ ഐഡിയ നിങ്ങൾക്ക് ഓക്കെ ആണോ? കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടോ പറഞ്ഞതിൽ? ഡൺ. ഓക്കെ, ക്ലിയർ. ഓക്കെ, അടുത്തത് സോഷ്യൽ സെറ്റപ്പ് ആണ്. അപ്പൊ നമ്മൾ എല്ലാം മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന രീതിയിൽ ഇപ്പൊ എന്ത് നിയമങ്ങളാണെങ്കിൽ നമ്മൾ സോഷ്യൽ സെറ്റപ്പിലാണ് നമ്മൾ മൂവ് ചെയ്യുക അല്ലെ. സോഷ്യൽ സെറ്റപ്പിനനുസരിച്ചാണ് നമ്മൾ പോളിസി പോലും നടപ്പിലാക്കുക. ഈ സോഷ്യൽ സെറ്റപ്പിനനുസരിച്ചാണ് എക്കണോമിക്കൽ സിസ്റ്റം മൂവ് ചെയ്യുക. ഈ സോഷ്യൽ സെറ്റപ്പിനനുസരിച്ചാണ് പൊളിറ്റിക്കൽ സിസ്റ്റം പോലും മൂവ് ചെയ്യുക. സോ വി ഡിസ്കസിങ് അബൌട്ട് ദി സോഷ്യൽ സ്ട്രക്ചർ. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? ഇതിനകത്ത് മെയിൻ ആയിട്ട് നമ്മൾ എന്ത് സൊസൈറ്റി പഠിക്കുകയാണെങ്കിൽ നാളെ നിങ്ങൾ മെയിൻസിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, സോഷ്യൽ സ്ട്രക്ചർ ഓഫ് സോ ആൻഡ് സോ ഡൈനാസ്റ്റി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് യു ഡിസ്കസിങ് അബൌട്ട് ദി കാസ്റ്റ്, സെക്കൻഡ് യു ഡിസ്കസിങ് അബൌട്ട് ദി വുമൺ. അതായത് ഒരു സെറ്റപ്പില് ഏറ്റവും ലോവർ ലെവലിൽ നിൽക്കുന്ന ഗ്രൂപ്പിന് അഡ്വാൻറ്റേജ് ഇല്ലാന്നുണ്ടെങ്കിൽ ആ സോഷ്യൽ സെറ്റപ്പ് വളരെ മോശമാണെന്നാണ് അർത്ഥം. ഓക്കെ, അത് നമ്മൾ പെട്ടെന്ന് കൺസിഡർ ചെയ്യുക. നമ്മളെ ഒരു സൊസൈറ്റി നമ്മൾ മെഷർ ചെയ്യുന്ന ഒരേ രീതിയിലാണ് വുമൻസിന് കിട്ടുന്ന സ്റ്റാറ്റസ് എന്താണ്, രണ്ടാമത്തത് ലോവർ ലെവലിൽ നിൽക്കുന്ന ആൾക്കാർക്കുള്ള സ്റ്റാറ്റസ് എന്താണ്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കും സൊസൈറ്റി ആസ്പെക്ടിലേക്ക് വരുമ്പോൾ. ഓക്കെ, സോ ഇവിടുത്തെ സോഷ്യൽ സെറ്റപ്പ് വരുന്നത് ഈ രീതിയിൽ തന്നെയാണ്. പ്രധാനമായിട്ടും 4 സ്ട്രക്ചർ ആയിട്ട് തന്നെയാണ് വരുന്നത്. ബ്രാഹ്മൺസ്, ക്ഷത്രിയാസ്, വൈശ്യാസ്, ശൂദ്രാസ്. ഞാൻ പ്രത്യേകമായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ശൂദ്രാസിന്റെ സ്റ്റാറ്റസ് കമ്പാരിറ്റീവ്ലി ഒന്ന് ഡെവലപ്പായി. അതിന്റെ ഒരേ ഒരു റീസൺ എന്ന് പറയുന്നത് അതിന് താഴെ മറ്റൊരു ഗ്രൂപ്പ് വന്നിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഗ്രൂപ്പ് ഈസ് നോൺ ആസ് ചണ്ടേലാസ്. ഇവിടെയാണ് ചണ്ടേല എന്ന് പറയുന്ന അൺടച്ചബിൾ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് വരുന്നത്. നിങ്ങൾ പണ്ട് കാലത്ത് സിനിമകളൊക്കെ കണ്ടിട്ടില്ലേ? സിനിമകളിൽ ഈ ഒരു ടെൻഡൻസി ഉണ്ട്. അതായത് ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വർണ്ണ സിസ്റ്റം മാറി കംപ്ലീറ്റ്ലി കാസ്റ്റ് സിസ്റ്റം എന്നുള്ള രീതിയിലേക്ക് മാത്രമായി. ബിക്കോസ് ഫ്യൂഡൽ സിസ്റ്റം അത്രയും ടോപ്പ് ലെവലിലേക്ക് വന്നു കഴിഞ്ഞു. ബ്രാഹ്മണന്മാരാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അവരവരുടെ ജോലി അവരവരുടെ ചെയ്യുന്നുണ്ട്. വൈശ്യാസ് ആൻഡ് ശൂദ്രാസ് അപ്പർ കാസ്റ്റിന്റെ കൺസിഡറേഷൻ തന്നെ വരുന്നു. തൊട്ട് താഴേക്ക് ഈ പറയുന്ന ചണ്ടലാസ് വരുന്നു. പണ്ട് കാലത്ത് നിങ്ങൾ കേരളത്തിലെ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ തമ്പ്രാക്കന്മാരൊക്കെ വരുമ്പോൾ ഒരു ബെല്ലൊക്കെ അടിച്ചിട്ട് ആൾക്കാർ ഓടുന്ന കണ്ടിട്ടുണ്ടോ നിങ്ങൾ? എന്നിട്ട് ഈ പറയുന്ന ആൾക്കാർ അങ്ങോട്ട് കൂടെ മാറിയൊക്കെ നിൽക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ അങ്ങനെ സിനിമകളൊക്കെ? പണ്ട് കാലത്ത് ഒരുപാട് നമ്മുടെ സോഷ്യൽ റിഫോം ആയിട്ടുള്ള ഒരുപാട് സിനിമകൾ അങ്ങനെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് എവിടെയെങ്കിലും എടുത്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. ഓക്കെ, സോ ഇതേ ഒരു ടെൻഡൻസി അവിടെയുണ്ട്. ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടീഷൻ ഓഫ് ശൂദ്രാസ് ഇംപ്രൂവ് ചെയ്യുന്ന സമയത്ത് അതേ സമയത്ത് തന്നെ എന്ത് സംഭവിച്ചു? തൊട്ട് താഴെ ഒരു ഗ്രൂപ്പ് വന്നതുകൊണ്ടാണ് മെയിൻ കാര്യം എന്ന് പറയുന്നത് അവര് ഡീഗ്രേഡ് ആയിപ്പെട്ടു. അവരെന്ത് ചെയ്തു? ഈ പറഞ്ഞ പോലെ അവർ സ്ട്രീറ്റിലൊന്നും പ്രോപ്പറായിട്ട് നടക്കാൻ സാധിക്കില്ല. അവിടെ ഒരു പ്രശ്നമുണ്ട്. അൺടച്ചബിൾ എന്ത് ചെയ്യാൻ സാധിക്കില്ല? സ്ട്രീറ്റിൽ നടക്കാൻ സാധിക്കുമെങ്കിലും അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? ഈ പറയുന്ന ഹയർ കാസ്റ്റിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നടക്കാൻ അവർക്ക് അധികാരമില്ല. സോ
പ്രാക്ടീസ് ഓഫ് അൺടച്ചബിലിറ്റി വിൽ ബിക്കം ഹയർ ഇൻ ദാറ്റ് ടൈം. ഓക്കെ, ക്ലിയർ? ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് തന്നെ അപ്പർ കാസ്റ്റ് ഈ പറഞ്ഞ പോലെ അവർ തൊട്ട് കഴിഞ്ഞാലൊക്കെ റിച്വൽ ബാത്തും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരുടെ അടുത്ത് വന്നാലൊക്കെ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഫ്യൂഡൽ സിസ്റ്റത്തിന്റെ കോംപ്ലിക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലാവും, ഏത് രീതിയിലാണ് ആ ഫ്യൂഡൽ സെറ്റപ്പ് മൂവ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ അവരുടെ ടെൻഡൻസി എപ്പോഴും അങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ അതാണ് അവിടുത്തെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ അക്യുൾട്രേഷൻ എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, ഒരു കൈൻഡ് ഓഫ് ഫോറിൻ ഗ്രൂപ്പ്സ് ആണ് അക്യുൾട്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അക്യുൾട്രേഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ ഔട്ട്സൈഡ് ആയിട്ടുള്ള ഗ്രൂപ്പ് ആയിരിക്കും. അവർ സ്വാഭാവികമായിട്ട് എന്തായിരിക്കാം, ഇൻവേഡ് ചെയ്ത ഗ്രൂപ്പുകളായിരിക്കാം. ഓക്കെ, അവരെയും ഈ പേര് കൺസിഡർ ചെയ്യുന്നത് എന്തായിരിക്കാം, ബ്ലേച്ചാസ് എന്നുള്ള ടേമിലാണ്. ഓക്കെ, ഫോറിൻ ഗ്രൂപ്പാണ്. അവരെ നമ്മൾ അങ്ങനെ എന്താ പറയുക, അവരെയും ഈ പറഞ്ഞതുപോലെ സൊസൈറ്റിയിലെ മെയിൻ ആൾക്കാരായിട്ട് കൺസിഡർ ചെയ്യത്തൊന്നുമില്ല, എക്സ്പെഷ്യലി ഫോറിനേഴ്സ്. ദാറ്റ് ഇസ് ദ തിങ്. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ചണ്ടലാസിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. പിന്നെ സ്റ്റാറ്റസ് വുമൻസ്. വുമൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഊഹിക്കാം, ഏകദേശം ലേറ്റർ വേദിക്കിന് ശേഷം വുമൻസിന്റെ കണ്ടീഷൻ ഡൗൺ ആയി വന്നതാണ്. മൗര്യൻസിന്റെ സമയത്താണ് കുറച്ചെങ്കിലും ചേഞ്ച് നമുക്ക് കാണാൻ സാധിക്കുക. ലിറ്ററലി വന്നു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി മോശം തന്നെയാണ് സ്റ്റിൽ. ഓക്കെ, ആൻഡ് സതി പ്രാക്ടീസ് എന്ന് പറയുന്നത് എന്തായിരിക്കാം, കോമൺ ആയിരുന്നു ആ കാലഘട്ടത്തിൽ. അതേപോലെ തന്നെ ദേ വർ പ്രോഹിബിറ്റഡ് ഫ്രം ദി സ്റ്റഡിയിങ് റിലീജിയസ് ടെക്സ്റ്റ്. പുരാണങ്ങളൊന്നും പഠിക്കാൻ അവർക്ക് പെർമിഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. മനുസ്മൃതി ഞാൻ നേരത്തെ പറഞ്ഞു, ഈ കാലഘട്ടത്തിലാണ് മനുസ്മൃതിക്ക് വളരെ ഇമ്പോർട്ടൻസ് വന്നിട്ടുള്ളത്. റീസൺ വിൽ ബിക്കം ബ്രാഹ്മണിസം. സ്വാഭാവികമായിട്ട് എന്താണ്, ഏർലി മാരേജ് വളരെ പ്രോമിനന്റ് ആയിരുന്നു ആ കാലഘട്ടത്തിൽ. അതേപോലെ തന്നെ പ്രാക്ടീസ് ഓഫ് സ്വയംവര ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്താണ്, അവർക്ക് ചൂസ് ചെയ്യാനുള്ള പെർമിഷൻ പോലും ഇല്ല വുമൻസിന് എന്നുള്ള കണ്ടീഷൻ വന്നു. ഓക്കെ, സോ ഈ മൂന്ന് കാര്യം തന്നെ നമുക്ക് എന്ത് മതി, ചൈൽഡ് മാരേജ് ഉണ്ട്, സതി പ്രാക്ടീസസ് ഉണ്ട്, മനുസ്മൃതി വളരെ സ്ട്രോങ് ആണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും രണ്ടു കാര്യം ഇവിടെ ഉണ്ട്. കാസ്റ്റ് ഓഫ് എൻഡഗമി വാസ് നോട്ട് മച്ച് റിജിഡ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരേ കാസ്റ്റിൽ നിന്ന് കല്യാണം കഴിക്കുന്ന നിർബന്ധമില്ല, പക്ഷേ ഇവിടെ റിസ്ട്രിക്ഷൻ ഉണ്ട് എന്ന് പറയുന്ന ഒരു ബുക്ക് ഉണ്ട്, ശൂദ്രകയുടെ മൃച്ഛകട്ടികം എന്ന് പറയുന്ന ഒരു ബുക്ക്. ഓക്കെ, നമ്മളത് ഡിസ്കസ് ചെയ്യും. മൃച്ഛകട്ടികം എന്ന് പറയുന്നത് ശൂദ്രകന്റെ ഒരു ബുക്കാണ്. അതിൽ ഈ പറയുന്ന കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മളത് കൾച്ചറൽ ഭാഗം വരുമ്പോൾ പറയാം. അവിടെ രണ്ട് കാസ്റ്റുകൾ തമ്മിൽ കല്യാണം കഴിക്കാൻ പാടില്ല എന്നുള്ള സ്ട്രോങ് കണ്ടീഷൻ വരുന്നുണ്ട് ആ ഭാഗത്ത്. ഓക്കെ, ആൻഡ് അനുലോമ ആൻഡ് പ്രതിലോമ എന്ന് പറഞ്ഞ രണ്ട് ടേമുകളാണ്. നോക്കണമെന്ന് ഞാൻ അധികം പറയില്ല. എന്നാലും അനുലോമ എന്ന് പറയുന്നത് എന്താണ്, മാരേജ് ഓഫ് ഹയർ കാസ്റ്റ് മാൻ, ലോവർ കാസ്റ്റ് വുമൺ. നേരെ തിരിച്ചാണ് പ്രതിലോമ എന്ന് പറയുന്നത്, അനുലോമ പ്രതിലോമ. ഓക്കെ, മാരേജ് ഓഫ് ലോ കാസ്റ്റ് മെൻ, ഹയർ കാസ്റ്റ്. ഓക്കെ, നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. പണ്ട് കാലത്ത് ആർക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക, മെൻ ഓർ വിമൻ? സിമ്പിൾ, ആർക്കായിരിക്കും? അനുലോമ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും, ഹയർ കാസ്റ്റ് മെന്നാണ് പ്രാധാന്യം വരിക. ഓക്കെ, ഇവിടേക്ക് വരുന്ന സമയത്ത് നേരെ തിരിഞ്ഞാൽ മതി. ഹൈപ്പോഗമി എന്ന് പറയുന്നത് പ്രതിലോമ, നേരെ തിരിച്ചുള്ള കണ്ടീഷൻ. ഓക്കെ, പ്രതി എന്ന കണ്ടീഷൻ ഓർത്താൽ മതി. ക്ലിയർ? ഞാൻ പറയുന്നത് കട്ടായി പോയിട്ടൊന്നുമില്ലല്ലോ, എന്താ സംഭവിച്ചോ? ഇല്ല, ഫൈൻ ഫൈൻ ഫൈൻ. ഓക്കെ, അടുത്തത് സോഷ്യൽ സ്ട്രക്ചർ, റിലീജിയൻ ഇൻ ഗുപ്ത ഡൈനാസ്റ്റി ആണ്. നമ്മൾ മുമ്പ് പറഞ്ഞു ബ്രാഹ്മണിസം വളരെ സ്ട്രോങ് ആണ്. ബ്രാഹ്മണിസം ആ കാലഘട്ടത്തിൽ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. വൈഷ്ണവിസവും ശൈവിസവും ഉണ്ട്. ഗുപ്താസ് മെജോറിറ്റിയും വൈഷ്ണവേറ്റുകളായിരുന്നു എന്നുള്ള കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നു. ഓക്കെ, ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്, റൂട്ട് ഓഫ് ഭക്തിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് സെൻട്രൽ നോർത്ത് ഇന്ത്യയിൽ ഡെവലപ്പ് ആവുന്നത്. ഓക്കെ, ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്. അതേപോലെ തന്നെ പുരാണാസ് എന്ത് ചെയ്യുന്നുണ്ട്, ആ കാലഘട്ടത്തിൽ കമ്പോസ് ചെയ്യുന്നു. നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ബുദ്ധിസത്തിലേക്ക് വരുന്ന സമയത്ത് ബുദ്ധിസം ഈ പറയുന്ന നോർത്ത് ഇന്ത്യയിലും കശ്മീർ ഭാഗത്തും അഫ്ഗാനിസ്ഥാൻ ഭാഗത്തൊക്കെയാണ്, സ്വത്ത് വാലിയിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, കൂടുതൽ ഫ്ലറിഷ്ഡ് ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, ഈ രണ്ട് റിലിജനും വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അറ്റ് ദ സെയിം ടൈം ജൈനസത്തിലേക്ക് വരുമ്പോൾ ജൈനസത്തിന്റെ ഇമ്പോർട്ടൻസ് കമ്പാരിറ്റീവ്ലി കുറവാണ് ആ കാലഘട്ടത്തിൽ. ഓക്കെ, സോ മെയിൻ ആയിട്ട് ജൈനിസം ആളുകൾ ഫോളോ ചെയ്തിരുന്നത് എന്തായിരുന്നു, മെർച്ചൻസ് ആയിരുന്നു. ബാക്കിയുള്ളവർക്ക് എക്സ്പെഷ്യലി ഫാർമേഴ്സിന് ജൈനിസം ഫോളോ ചെയ്യാൻ സാധിക്കില്ല. ആർക്കെങ്കിലും റീസൺ അറിയാമോ? ജൈനിസം ഞാൻ പറഞ്ഞു തന്നിട്ടില്ല നിങ്ങൾക്ക്. ജൈനിസം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ശ്വേതാംബരാസും ദിഗംബരാസും. ഈ രണ്ട് ജൈനിസ് സെക്ടുകൾക്കാണെങ്കിലും എന്ത് ചെയ്യാൻ പാടില്ല, എക്സ്ട്രീം കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡ് ആണ് അവർ മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, ഈ പറയുന്ന ചെറിയ ചെറിയ ജീവികളൊന്നും കൊല്ലാൻ പാടില്ല. സ്വാഭാവികമായിട്ട് അവർ കൃഷി ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കാം, മണ്ണൊക്കെ ഇളക്കത്തില്ലേ, ആ സമയത്ത് മണ്ണിൽ അങ്ങനെ കുറെ ചത്തു പോകത്തില്ലേ, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഓക്കെ, നിങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് മുമ്പ് ഞാൻ ക്ലാസ്സിൽ. ശ്വേതാംബരാസ് ഓക്കെ, എല്ലാത്തിലും ജീവനുണ്ട് എന്നുള്ള കോൺസെപ്റ്റ്. വെരി ഗുഡ്. ഓക്കെ, സോ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് അവർക്കുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താണ്, അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, ഇതൊന്നും ഡിസ്ട്രോയ് ചെയ്യാൻ സാധിക്കില്ല. ഏറ്റവും പെർഫെക്റ്റ് ആയ ജോലി എന്ന് പറയുന്ന മെർച്ചൻസ് ആണ്. പണക്കാരന് മാത്രമേ അത് ഫോളോ ചെയ്യാൻ സാധിക്കൂ. ദാറ്റ് ഇസ് ജൈനിസം. സ്റ്റിൽ ജൈനിസം അവരെന്ത് ചെയ്യില്ല, പല ഫുഡുകളും കഴിക്കില്ല.
നമുക്ക് ഇപ്പോൾ ഇവിടെ ഹോസ്റ്റലിലാണെങ്കിലും എല്ലാ ഫുഡും അവർ കഴിക്കത്തൊന്നുമില്ല, പ്രത്യേകം അവർക്ക് സെപ്പറേറ്റ് ഫുഡാണ്. സോ ഇപ്പോഴും ഇതുവരെ ഫോളോ ചെയ്യുന്നുണ്ട് പല ആളുകളും. ഓക്കെ, സോ അങ്ങനത്തെ കുറെ ആക്ടിവിറ്റികൾ ഉണ്ട്. ജൈനിസം കമ്പാരിറ്റീവ് എന്തായിരിക്കാം, ലേറ്റസ്റ്റ് സ്റ്റേജുകൾ കുറവായിരിക്കും. അതുകൊണ്ടാണ് എക്സ്ട്രീമിറ്റി എപ്പോഴും നെഗറ്റീവ് റിയാക്ഷൻസ് ഉണ്ടാക്കും എന്ന് പറയുന്നത് ലൈഫിൽ. നമ്മൾ ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നത് മിഡിൽ പാത്ത്, ബുദ്ധ മിഡിൽ പാത്ത് എന്നല്ലേ പറയാ. ഈ ബുദ്ധൻ എന്താ മിഡിൽ പാത്തിൽ സഞ്ചരിച്ചത് കൊണ്ട് ബുദ്ധിസം ഫ്ലറിറ്റ് ആവുകയും ജൈനിസം ലേറ്റസ്റ്റ് സ്റ്റേജിൽ ഡൗൺ ആവുകയും ചെയ്തതിന്റെ മെയിൻ റീസൺ ജൈനിസം ഹാസ് സം എക്സ്ട്രീമിസം. ഓക്കെ, അതുകൊണ്ടാണ് ഇത് ഡൗൺ ആയി പോയത്. ഓക്കെ, ആൻഡ് ക്രിസ്ത്യാനിറ്റി, മലബാർ റീജിയനുകളിൽ ക്രിസ്ത്യാനിറ്റി ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും റിലീജിയൻ ആ കാലഘട്ടത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം ഓർത്തിരുന്നാൽ മതി. ഓക്കെ, ദിസ് ഇസ് എ കൈൻഡ് ഓഫ് എ ക്വസ്റ്റ്യൻ ഫ്രം ദി സോഷ്യൽ പാർട്ട്. സ്ക്രീൻ കാണാൻ സാധിക്കുന്നുണ്ടോ? ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമോ? വിത്ത് റെഫറൻസ് ടു ഇന്ത്യൻ ഹിസ്റ്ററി, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് എസെൻഷ്യൽ എലമെന്റ് ഓഫ് ദി ഫ്യൂഡൽ സിസ്റ്റം. ഞാൻ ഫ്യൂഡൽ സിസ്റ്റം എന്താണെന്ന് നിങ്ങൾക്ക് സിംപിളി പറഞ്ഞു തന്നു. എനിക്ക് എലിമിനേഷൻ ടോപ്പിക് ആണ് അതിനകത്ത് വേണ്ടത്. പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എലിമിനേഷൻ പാർട്ട് ഉണ്ട് അതിനകത്ത്. വെരി സ്ട്രോങ് സെൻട്രലൈസ്ഡ് പൊളിറ്റിക്കൽ അതോറിറ്റി ആൻഡ് വെരി വീക്ക് പ്രൊവിൻഷ്യൽ ലോക്കൽ പൊളിറ്റിക്കൽ സിസ്റ്റം നമുക്ക് പറയാൻ സാധിക്കുമോ? ഈ ഒരു ടൈം നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്തൂടെ? ഓക്കെ, അതായത് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ് വരുന്നത് എവിടെയാണ്? മൗര്യൻസിലാണ്. അതിനുശേഷമൊക്കെ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള അപ്രോച്ചുകളല്ല നമ്മൾ മെജോറിറ്റിയും പഠിച്ചത്. ഡൗട്ടില്ലല്ല ആ ഭാഗത്ത്. ഓക്കെ, മെജോറിറ്റിയും സെൻട്രലൈസ്ഡ് ആയില്ല, ഡീസെൻട്രലൈസ്ഡ് ആയിരുന്നു. ഓക്കെ, അപ്പൊ ആ ഭാഗം നിങ്ങൾക്ക് മൗര്യൻസിൽ എന്തില്ല? ഈ ഫ്യൂഡൽ കോൺസെപ്റ്റ് കാണുന്നുണ്ടോ നിങ്ങൾ? ഞാൻ പറഞ്ഞിട്ടല്ലേ ഫ്യൂഡൽ കോൺസെപ്റ്റ് എന്നുള്ളത്. പക്ഷേ ഇവിടെ എന്ത് ചെയ്തു? ഒരു സാധനം അപ്പൊ തന്നെ ഡൗൺ ആയി കട്ട് ചെയ്ത് പോയി. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ആൻസറിലേക്ക് വരാൻ പറ്റും. ഓക്കെ, 2 and 3 ഓൺലി. ഓക്കെ, സോ ഇത്തവണയും അങ്ങനെയൊക്കെ ചിലപ്പോൾ ചോദിക്കും. പിന്നെ അടുത്ത് നോക്കിയേ, എമർജൻസ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ ബേസ്ഡ് ഓൺ ദി കൺട്രോൾ ആൻഡ് പൊസിഷൻ ഓഫ് ദി ലാൻഡ്. സ്വാഭാവികമായിരിക്കുമല്ലോ ഫ്യൂഡൽ സിസ്റ്റത്തിൽ അല്ലേ? എമർജൻസ് ഓഫ് ദി അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ ബേസ്ഡ് ഓൺ ദി കൺട്രോൾ ആൻഡ്, അല്ല സിമ്പിൾ നമുക്ക് ഊഹിക്കാം, അതല്ലേ ഫ്യൂഡൽ സിസ്റ്റത്തിന്റെ ബേസ് എന്ന് പറയുന്നത്. പിന്നെ ക്രിയേഷൻ ഓഫ് ലോഡ് വെസൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫ്യൂഡൽ ലോഡ് ഹിസ് ഓവർലോഡ്. സ്വാഭാവികം അല്ലേ? എപ്പോഴും എന്താണ് ഈ പറയുന്ന ബ്രാഹ്മണസത്തിന് സെപ്പറേറ്റ് കോഡ്, അങ്ങനെ കോഡ് സിസ്റ്റം വരാറില്ലേ? ഇവിടെ എങ്ങനെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവല്ലോ ലോഡ് റിലേഷൻഷിപ്പ് അല്ലെ? ഡെഫിനറ്റ്ലി സർ. സോ 2 and 3 ആയിരിക്കും പോസിബിലിറ്റി ഉള്ളത്. സോ ആൻസർ വിൽ ബിക്കം ഏതായിരിക്കാൻ സാധ്യതയുണ്ട്? ബി. ഓക്കെ, ഇവിടെ നിങ്ങൾ ഈ സെന്റൻസിനകത്ത് UPSC ക്ക് ഒരു ടെൻഡൻസി ഉണ്ട്. ഈ സെന്റൻസിനുള്ളിൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഇന്ന് കൺഫ്യൂസ് ആക്കാനായിട്ട് കാണിക്കും. എപ്പോഴും നിങ്ങൾ അത് ശ്രദ്ധിക്കാം. അവർ ചുമ്മാ കോംപ്ലിക്കേറ്റഡ് ആക്കാൻ നോക്കണതാ, നിങ്ങളൊന്ന് ഭയപ്പെടുത്താൻ നോക്കണതാ. നിങ്ങളങ്ങനെ വിട്ടുകൊടുക്കരുത്, പിടിച്ചു നിന്നേക്കാം. ഓക്കെ, ഡൺ. സെന്റൻസ് സിമ്പിൾ ആയിട്ട് വായിച്ചാൽ മതി, കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. ചില സമയത്ത് അങ്ങനെയാണ്. ഓക്കെ, എപ്പോഴും ക്വസ്റ്റ്യൻസ് ഒക്കെ അങ്ങനെ ചിലപ്പോൾ ചോദിച്ചു കളയും. ഞങ്ങൾക്ക് ഇവിടുത്തെ ഞങ്ങളുടെ ഡയറക്ടർ അങ്ങനെയാണ്. ഞങ്ങളുടെ ഡയറക്ടർ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന വെച്ചാൽ ഡയറക്ടർ ഭയങ്കര രസമാണ് ക്ലാസ് എടുക്കാൻ വന്നു കഴിഞ്ഞാൽ. പുള്ളിയോട് എന്തെങ്കിലും ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി ഈ ക്വസ്റ്റ്യന്റെ മുകളിൽ 5-6 ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചു കളയും. എന്നിട്ട് പുള്ളി ചോദിക്കും നിങ്ങൾ ചോദിച്ച ചോദ്യം എന്താണെന്നുള്ളത്. ഓക്കെ, സിമിലർ കൈൻഡ് ഓഫ് ടെൻഡൻസി ഉണ്ട് ഈ പറയുന്ന പോലെ UPSCക്കും. നമ്മൾ എന്ത് ചെയ്യും, വായിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നെ നമുക്ക് വായിച്ചു പോകുമ്പോൾ നമുക്ക് മനസ്സിലായിട്ട് കണക്ഷൻ ഇല്ല എന്നുള്ളത്. ഓക്കെ, ചിലപ്പോൾ അവർ ഡയറക്ട്ലി തരുന്നതായിരിക്കും അങ്ങനെ നിങ്ങൾക്ക്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക. അതാ ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ വായിക്കുക, ഓപ്ഷൻസ് വായിക്കുക, അതിനകത്ത് തന്നെ എല്ലാ സ്ഥലവും ഉണ്ട്. സിമ്പിൾ ആയിട്ട് ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് മാത്രം മതി. ഓക്കെ, ഞാൻ എക്കണോമി വരികയാണെങ്കിൽ ഏതൊരു സിസ്റ്റത്തിന്റെയും പ്രൈമറി എന്ന് പറയുന്നത് എന്തായിരിക്കാം? അഗ്രികൾച്ചർ ആയിരിക്കാം. ഗവൺമെന്റ് അതിൽ ഞാൻ നേരത്തെ പറഞ്ഞു യാതൊരു ഇന്റർഫറൻസും ഇല്ല. ഇറിഗേഷൻ കാര്യങ്ങളൊക്കെ സിമ്പിൾ ആണ്. മെജോറിറ്റി ഓഫ് ഫെർട്ടൈൽ ലാൻഡുകളാണുള്ളത്. സെക്കൻഡറിയിലേക്ക് വരുന്ന സമയത്ത് ഓർണമെന്റ് ഇൻഡസ്ട്രി, പോട്ടറി ഇൻഡസ്ട്രീസ് എല്ലാ ടൈപ്പും ഉണ്ട്. ക്ലോത്ത്, സിൽക്ക് ഇൻഡസ്ട്രീസ് എല്ലാം അവിടെ ഉണ്ട്. ഓക്കെ, ഈ പറഞ്ഞ പോലെ മാൻസോർ ഇൻസ്ക്രിപ്ഷൻസിൽ ഈ പറഞ്ഞ പോലെ സിഗ്നിഫിക്കൻസ് എവിഡൻസ് പറയുന്നത് സിൽക്ക് ഇൻഡസ്ട്രീസിനെ കുറിച്ചൊക്കെ. ഓക്കെ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി, ഡീറ്റെയിലിംഗിലേക്ക് അധികം പോകണ്ട. സോ സെക്കൻഡറി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മൂവ് ചെയ്യുന്നുണ്ട്. റീസൺ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, ഗിൽഡ് സിസ്റ്റം പ്രോപ്പർ ആണ് അവിടെ. ഓക്കെ, ഇപ്പൊ മേജർ എക്സ്പോർട്ട് കമ്മ്യൂണിറ്റി, മേജർ ഇമ്പോർട്ട് ആയിട്ടുള്ളതും ഇവിടെ കൊടുത്തിട്ടുണ്ട്. യൂഷ്വലി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്തൊക്കെയായിരിക്കും എക്സ്പോർട്ട് ചെയ്യാൻ സാധ്യത? കോട്ടൺ, സിൽക്ക്. കാരണം നമ്മൾ എന്താണ് ഈ പറഞ്ഞ ഡ്രസ്സിംഗ് ഇൻഡസ്ട്രീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സാൻഡൽവുഡ് സാധ്യത കൂടുതലാണ്, സ്പൈസസ് സാധ്യത കൂടുതലാണ്. ഓക്കെ, ഹിമാലയൻ സെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കും ഇത് തന്നെയാണെന്നുള്ളത്. ഓക്കെ, ബാക്കിയുള്ളത് നിങ്ങൾ ചിലപ്പോൾ തെറ്റിച്ചാലും കുഴപ്പമൊന്നുമില്ല. ലെതറൊക്കെ പോസിബിലിറ്റി ഉണ്ട്. ഇമ്പോർട്ട് വരുന്ന സമയത്ത് നമുക്കറിയാം ഹോൾസ് ഇവിടെ അധികം ഉള്ളതല്ല. ഹോൾസിന് ഇമ്പോർട്ട് ചെയ്യും. ലെഡ്, കോപ്പർ, ഗോൾഡ് ഇതൊക്കെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഉണ്ട് ആ സാധനങ്ങൾ. ഓക്കെ, പിന്നെ സ്പെസിഫിക് ഡേസ് മെൻഷൻ എത്യോപ്യൻ ഐവറി സംതിങ്. ബിക്കോസ് ഇമ്പോർട്ട് ചെയ്യുന്ന മെജോറിറ്റി സാധനങ്ങൾ എന്താണ്? ഡെക്കറേറ്റീവ് കൈൻഡ് ഓഫ് ഐറ്റംസ് ആണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ട് ചെയ്യാറുള്ളത്. ഓക്കെ, അങ്ങനത്തെ സാധനങ്ങൾ നിങ്ങൾ മനസ്സിൽ ഓർത്തിരിക്കാം. ഡൺ. പിന്നെ ഞാൻ പറഞ്ഞു ടെറിഷറി എക്കണോമിക് സിസ്റ്റം പറയുന്ന സമയത്ത് ഗിൽഡ് സിസ്റ്റം പറഞ്ഞു. അതിന്റെ ഹെഡിന് പേരെന്താ പറഞ്ഞത്? സാർത്തവാഹ. ഓക്കെ, ടൗണ് കൺട്രോൾ ചെയ്യുന്നത് പുള്ളിയായിരിക്കും. സ്വാഭാവികമായിട്ട് ഗിൽഡ് സിസ്റ്റത്തിന് എന്താണ്? അവർക്ക് അവരുടേതായിട്ടുള്ള നിയമങ്ങളുണ്ട്. അവിടുത്തെ കാര്യങ്ങളും കംപ്ലീറ്റ് തീരുമാനിക്കുന്നത് ഈ പറയുന്ന ഗിൽഡ് സിസ്റ്റത്തിലെ സാർത്തവാഹി ആയിരിക്കും. പുള്ളിയാണ് എന്ത് ചെയ്യുന്നുണ്ടാവും? ഈ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത്.
അതേപോലെ തന്നെ കോയിനേജിലേക്ക് വരുന്ന സമയത്ത് ഗോൾഡ്, സിൽവർ, കോപ്പർ എന്നിങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കോയിൻസ് കാലഘട്ടത്തിലുണ്ട്. ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഗുപ്താസിന്റെ കാലഘട്ടത്തിലെ ലാർജ് നമ്പർ ഓഫ് ഗോൾഡ് കോയിൻസ് ഇറക്കിയിട്ടുണ്ട് ഇനീഷ്യൽ ഫേസുകളിൽ. ഓക്കെ, ഗുപ്താസ് എന്ത് ചെയ്യുന്നു, പിന്നീട് അങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഗോൾഡ് കോയിൻസിന്റെ എമൗണ്ട് എന്ത് ചെയ്യുന്നു, ഗ്രാജുവലി കുറയുന്നുണ്ട്. ഓക്കെ, അതിനർത്ഥം എന്താണ്? ഇനീഷ്യലി ഈ പറഞ്ഞതുപോലെ നമുക്ക് സമുദ്രഗുപ്തന്റെ കാലഘട്ടത്തിലാണ്, ചന്ദ്രഗുപ്തന്റെ കാലഘട്ടത്തിലാണ് എന്ന് സംഭവിക്കുന്നുണ്ട്, നല്ല ക്വാളിറ്റി ഉള്ള പ്യൂരിറ്റി ഓഫ് ഗോൾഡ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഡേറ്റാ ഫേസിലേക്കൊക്കെ പോകുമ്പോൾ ഈ ഗോൾഡിന്റെ എന്ത് കാണുന്നു, പ്യൂരിറ്റി ഗ്രാജുവലി കുറയുന്നുണ്ട്. ഓക്കെ, അതിനർത്ഥം ട്രേഡ് ഗ്രാജുവലി എന്താവുന്നു, ഡൗൺ ആവുന്നു. പോസ്റ്റ് ഗുപ്താസിന്റെ കാലഘട്ടത്തിൽ, എസ്പെഷ്യലി ഹർഷവർദ്ധന്റെ കാലഘട്ടത്തിലൊക്കെ ഗോൾഡ് കോയിൻസ് കംപ്ലീറ്റ്ലി ഇല്ലാതാവുന്ന ഒരു ടെൻഡൻസി വരുത്തുന്നുണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു ടേം എന്ന് പറയുന്നത് അഡീഷണലി സിൽവർ ആയിട്ടുള്ള ഒരു കോയിനെയാണ് രൂപക എന്നാണ് അറിയപ്പെടുന്നത്. രൂപ നമ്മൾ പറയില്ലേ, രൂപക. ഓക്കെ, ഈ പറയുന്ന സിൽവർ കോയിനെ രൂപക എന്നാണ് ഇന്നും അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, ആ ഒരു കാര്യം കൂടി ഓർത്താൽ മതി. പിന്നെ കോയിൻസിൽ സമുദ്രഗുപ്ത ഡിപിക്ട് പ്ലേയിങ് വീണ. ഓക്കെ, അത് ഫിഗേഴ്സ് ഒക്കെ കാണുന്നുണ്ട്. ഇതേപോലെ തന്നെ സമുദ്രഗുപ്തനെ മാത്രമല്ല കുമാരഗുപ്തന്റെയും ചിത്രങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പൊ പ്ലേയിങ് വീണ. ഓക്കെ, സമുദ്രഗുപ്തനെ നിങ്ങൾ ഓർത്താൽ മതി, നിങ്ങൾ അതേ പഠിച്ചിട്ടുണ്ടാവുള്ളൂ. ഓക്കെ, ടെറിഷറിയിലേക്ക് വരുന്ന സമയത്ത് അടുത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താണ്, പോർട്ടാണ്. ഓക്കെ, സ്വാഭാവികമായിട്ട് ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഡൈനാസ്റ്റി എന്തായിരിക്കാം, വെസ്റ്റേൺ പാർട്ടിലേക്കും ഈസ്റ്റേൺ പാർട്ടിലേക്കും ട്രേഡ് നടത്തും. ഇറ്റ്സ് എ കോമൺ സെൻസ്. എന്നാൽ നിങ്ങൾക്ക് ഡൗട്ട് ഒന്നും അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് സിമ്പിളി പിക്ക് ചെയ്യാൻ സാധിക്കില്ലേ? ഇപ്പൊ എക്സ്പ്ലനേഷൻ അവിടെ ആവശ്യമില്ലല്ലോ. ഓർത്തിരിക്കേണ്ട ഭാഗം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട പോർട്ടുകളാണ്. അതിലൊന്ന് തമ്രലിപ്റ്റിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഫസ്റ്റ് പോർട്ടാണ് ഗുപ്താസിന്റെ. ഓക്കെ, പിന്നെ നമുക്ക് അറിയാവുന്ന കുറെ പോർട്ടുകളുണ്ട്. ബ്രോച്ച് പോർട്ടുകൾ വരുന്നുണ്ട്, അതുപോലെ പൈത്തൻ, നാഷിക്, അവരുടെ പോർട്ടുകൾ വരുന്നുണ്ട്. അപ്പൊ പ്രധാനപ്പെട്ട പോർട്ടുകൾ അവിടെയുള്ളത്. പ്രധാനപ്പെട്ട സിറ്റികളാണ് കൊടുത്തത്, ഞാൻ പോർട്ട് സിറ്റീസ് ആണ് നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്ത് തന്നത്. ഓക്കെ, അപ്പൊ പ്രധാനപ്പെട്ട പോർട്ടുകളും ആ ഭാഗത്തുണ്ട് എന്നുള്ള കാര്യം കൂടി ആലോചിക്കാം. നമ്മൾ ടോട്ടലി പറയുമ്പോൾ എന്താണ്, എക്കണോമിയെ കുറിച്ച് പറയുമ്പോൾ മെയിൻലി അഗ്രികൾച്ചർ എക്കണോമിയാണ്. അറ്റ് ദ സെയിം ടൈം ഫ്ലറിഷിംഗ് ട്രേഡ് ബൈ ബിക്കോസ് ഓഫ് ദി റോബസ്റ്റ് ഗിൽഡ് സിസ്റ്റം, ബിക്കോസ് പ്രോപ്പർ സിസ്റ്റം ഇസ് ദർ. മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസ് സക്സസ്ഫുൾ ആണ്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗും കമ്പാരിറ്റീവ്ലി ഹൈ ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, ഇപ്പൊ ഫ്ലറിഷിംഗ് ഓഫ് അഗ്രികൾച്ചർ സ്വാഭാവികമായിട്ട് വന്നു. അത് ഈ പറഞ്ഞതുപോലെ ക്ലൈമറ്റ് ഒക്കെ മാറുന്നതിന്റെ ഭാഗമായിട്ട് പ്രോപ്പർ ആയിട്ട് ഇറിഗേഷൻ സെറ്റപ്പുകൾ വന്നു, റെയിൻ ഫെഡ് അഗ്രികൾച്ചറുകൾ കൂടി. ഓക്കെ, കാലഘട്ടം മാറുന്നതിനനുസരിച്ച് ആ ചേഞ്ചുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇപ്പോഴാണല്ലോ നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റുകൾ കൂടുതൽ വരുന്നത്. ആ കാലഘട്ടത്തിൽ പ്രോപ്പർ ആയിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ടാക്സുകളും സെയിം തന്നെയാണ്. എന്താണോ ടാക്സ് മൗര്യൻസിലുള്ളത് അതേ ടാക്സ് സിസ്റ്റം തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്തിരുന്നത്. ബലി, ഭഗ, ഭോഗ, ഹിരണ്യ, ഈ ടേം മാത്രം നിങ്ങൾ ഓർത്താൽ മതി. ഡീറ്റെയിൽ ഒന്നും UPSCക്ക് ചോദിക്കാൻ പോകുന്നില്ല. ചോദിക്കാൻ പോകുന്ന ഭാഗം ദിസ് ടേം ഇസ് റിലേറ്റഡ് ടു വിച്ച് ഓഫ് ദി ഫോളോയിങ്. ഓക്കെ, അത് മാത്രമേ ചോദിക്കുള്ളൂ. അതിനപ്പുറത്തേക്ക് നിങ്ങൾ ഈ ബലി എന്താണ്, ഭഗ എന്താണെന്ന് പഠിച്ചു വെക്കണ്ട. ഓക്കെ, പക്ഷെ ഓർത്തിരിക്കേണ്ട, ഞാൻ ഇപ്പോൾ ഓർത്തിരിക്കേണ്ട വെച്ചാൽ ഈ ടേം മാത്രം ഓർത്തിരുന്നാൽ മതി. ഞാൻ എന്റെ പാർട്ട് ആയതുകൊണ്ട് ഞാനത് പറയുന്നു. ബലി എന്ന് പറയുന്നത് യൂഷ്വലി വോളണ്ടറി ആയിരുന്നു. ബലി പറയില്ലേ, വോളണ്ടറി സിസ്റ്റം ആയിരുന്നു എവിടെ ഉണ്ടായിരുന്നത്, മൗര്യൻസിന്റെ കാലഘട്ടത്തിലെങ്കിൽ അത് കമ്പൽസറി ആയിട്ട് ഗുപ്താസിന്റെ കാലഘട്ടത്തിൽ കൊടുക്കണമെന്നുണ്ടായിരുന്നു. ഓക്കെ, അതേപോലെ തന്നെ ഭഗ നമുക്കറിയാം റോയൽ ഷെയർ ആണ്, 1/6 ഓഫ് ദി പ്രൊഡ്യൂസ്. നമ്മൾ എന്താണ് ഉണ്ടാക്കുന്നത് അതിന്റെ 1/6 നമ്മൾ കൊടുക്കണം. ഹിരണ്യ എന്ന് പറയുന്നത് എന്താണ്, ടാക്സ് ഇൻ ദി ഗോൾഡ് ആണ് ഹിരണ്യ എന്ന് പറയുന്നത്. ഓക്കെ, എസ്പെഷ്യലി ഹിരണ്യ കൊടുക്കുന്ന ആൾക്കാർ ആയിരിക്കാം, മെർച്ചൻസ് ആയിരിക്കാം. ഓക്കെ, ഇത് പറഞ്ഞാൽ മതി. ഇതൊന്നും നിങ്ങൾ എന്റെ സൈഡിൽ നിന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഇത്രയും ഡീറ്റെയിലെങ്കിലും നിങ്ങൾ പോകണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾ ആകെ അറിഞ്ഞിരിക്കുന്നത് ഈ ടേം നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, ഈവൻ നിങ്ങൾ ഏതെങ്കിലും ഒരു ടേം ഓർത്താൽ മതി. ഇതിൽ പോസിബിലിറ്റി എപ്പോഴും കൂടുതൽ ഇത് രണ്ടും ആയിരിക്കും. ഓക്കെ, ഭഗ ആൻഡ് ഭോഗ ഇതും ചോദിക്കാം. കാരണം എന്താ, ഒരു പ്രാസം കാണുന്നില്ലേ, അങ്ങനെ UPSCക്ക് അങ്ങനെയൊക്കെ എടുത്തിടാം. ഓക്കെ, അപ്പൊ ആ പ്രാസമുള്ള സാധനങ്ങളൊക്കെ അവർ ചിലപ്പോൾ ചോദിച്ചു കളയും. ഓക്കെ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പഠിക്കണം. ചുമ്മാ ഈ പറയുന്ന കാടടച്ചിട്ട് പഠിക്കുന്നൊന്നും നടക്കില്ല, സമയമില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു, ഷോർട്ട് ചെയ്യുന്നു, ഭഗ ഭോഗ ഓർത്തിരുന്നാൽ മതി. ഇത് എന്തായാലും ഇതിനകത്ത് വരാൻ സാധ്യതയുണ്ട് അല്ലേ, സെൻട്രലൈസ് ഉള്ള സാധനം പിടിക്കുക. അപ്പോൾ പഠിച്ചു വെക്കുക, അത്രേ ഉള്ളൂ. നിങ്ങൾ ഒരുപാട് തവണ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അത് ഓർമ്മയിൽ നിൽക്കും. അത്ര തന്നെ ഇതിനകത്ത് വരുന്നുണ്ട്. സോ നമ്മൾ അവിടെ എക്കണോമിക് സെറ്റപ്പ് പഠിച്ചു, പൊളിറ്റിക്കൽ സെറ്റപ്പ് പഠിച്ചു, സോഷ്യൽ സെറ്റപ്പ് പഠിച്ചു. ഇത്രയും ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? അനീഷ, ഋഷഭ ജോയിൻ ചെയ്തല്ലോ അല്ലേ, ധനീല, ശ്വേത, ആഷ. ഓക്കെ, ക്ലിയർ. ഞാൻ പറയുന്ന ഭാഗത്തിന് കൺഫ്യൂഷനോ സ്പീഡ് കൂടുതലോ ഒന്നുമില്ലല്ലോ, ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ഫൈൻ, യെസ്. ഓക്കെ, സോ അടുത്ത സാധനം നമ്മൾ പഠിക്കണം എന്താ, എങ്ങനെ ഡിക്ലൈൻ ആയി എന്നുള്ളതാണ് അടുത്ത കാര്യം പഠിക്കുന്നത്. ഓക്കെ, സ്വാഭാവികമായിട്ട് എങ്ങനെയായിരിക്കും നിങ്ങൾ ആദ്യത്തെ ഡിക്ലൈനിങ് കാര്യം പഠിക്കുന്നത്? എങ്ങനെ ഒരു ഡൈനാസ്റ്റി പെട്ടെന്ന് ഡിക്ലൈനെ നമുക്ക് പറയാൻ സാധിക്കുക നിങ്ങളുടെ സൈഡിൽ പറയുന്ന സമയത്ത്?
ഏതായിരിക്കാം? നമ്മൾ ജനറലി കുറെ ടേമുകൾ പറയില്ലേ, എന്തെങ്കിലും ഡൈനാസ്റ്റി ബേസിലല്ലാതെ എന്തെങ്കിലും അറ്റാക്ക് ഒന്നും വരാതെ നമ്മൾ ഒരു ഡിക്ലൈനിങ് ഫേസ് പറയുന്ന സമയത്ത് നമ്മൾ ആദ്യം 1-2 കാര്യങ്ങൾ പറയും. എന്തായിരിക്കും? ഒന്ന്, എക്കണോമി ഡൗൺ ആവാൻ തുടങ്ങി. ഞാൻ അത് ഓൾറെഡി പറഞ്ഞു തന്നു. ലേറ്റസ്റ്റ് സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് ഗോൾഡിന്റെ പ്യൂരിറ്റി കുറയാൻ തുടങ്ങി. അർത്ഥം എന്താണ്? ആ സമയത്തുള്ള എക്കണോമി ഗ്രാജുവലി ഡൗൺ ആവുന്നതാണെന്ന് അർത്ഥം. ഓക്കെ, അപ്പൊ എക്കണോമിക് സിസ്റ്റം ഗ്രാജുവലി ഡൗൺ ആയി വന്നു. അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പൊ ഡിക്ലൈനിങ് ഫേസിൽ ആദ്യം നമ്മൾ പറയേണ്ട ഒരു കാര്യം അത് തന്നെയാണ്. ഓക്കെ, എക്കണോമിക് സിസ്റ്റം ഡൗൺ ആവുന്നു. അതിന് മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ട്രേഡും ആക്ടിവിറ്റിയും കമ്പാരിറ്റീവ്ലി കുറയുന്നു. അടുത്തൊരു ഭാഗം എന്ന് പറയുന്നത് വീക്ക് ആയിട്ടുള്ള സക്സസസ് അടുത്തൊരു കാരണമാണ്. ഡെഫിനറ്റ്ലി വീക്ക് സക്സസസ് എന്തായിരിക്കാം? ഈ പറയുന്നത് പോലെ അവരെന്ത് ചെയ്യും? വീക്ക് ആയിട്ടുള്ള സക്സസസ് വരുമ്പോൾ ഞാൻ പറഞ്ഞ ഫ്യൂഡൽ ലോഡുകളല്ലേ പല ഭാഗത്തുള്ളത് അല്ലേ, സമന്തന്മാരല്ലേ. അപ്പൊ സമന്തന്മാർ എന്ത് ചെയ്യും? വെറുതെ ഇരിക്കുവോ? അവരെന്ത് ചെയ്യും? ഇപ്പം വലിയ കഴിവുള്ളതൊന്നല്ല, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ സ്ഥലം സ്വന്തമായിട്ട് ഭരിക്കാം എന്നവർ തീരുമാനിക്കുന്നു. അവരെന്ത് ചെയ്യുന്നു? ആ സ്ഥലം കൺട്രോൾ ചെയ്യുന്നു. ഇറ്റ്സ് എ കോമൺ സെൻസ്. ആ ഒരു ടെൻഡൻസി അവർ മെയിൻറ്റെയിൻ ചെയ്യും അല്ലേ. അപ്പൊ അവരെന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞ പോലെ സാമന്തന്മാർ അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് പോകുന്നു. അങ്ങനെ ഫോം ചെയ്തിട്ടുള്ള ഡിഫറെന്റ് സാമന്തന്മാരുണ്ട്. ഓക്കെ, അതാണ് പോസ്റ്റ് ഗുപ്താസ് എന്ന് നിങ്ങൾ അറിയപ്പെടുന്ന പുഷ്യബുട്ടീസ് ഓഫ് തനേസർ, മൗകുരിയസ് ഓഫ് കനൂജ്, മൈത്രികാസ് ഓഫ് വല്ലഭി. ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഈ ഗ്രൂപ്പുകളാണ് അങ്ങനെ മാറി മാറി നിന്ന ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. ലേറ്റർലി അവർ വന്നു. ഓക്കെ, ഇതിനെല്ലാം കോർ റീസൺ എന്ന് പറയുന്നത് ഹൂൺസിന്റെ ഇൻവേർഷൻ ആണ്. ഓക്കെ, ഹൂൺസ് ഇസ് എ ട്രൈബൽ ഗ്രൂപ്പ്. ഓക്കെ, ഇവരെ കുറിച്ചിട്ട് ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയിട്ടില്ല. ഇവരെ ശരിക്കും പറഞ്ഞത് ശ്വേതാ ഹൂൺസ് എന്നാണ്. ഹിസ്റ്ററിയിൽ അറിയപ്പെടുന്നത് അങ്ങനെ ഒരു പേരില്ല. ഹൂൺസ് നിങ്ങൾ അറിഞ്ഞാൽ മതി. ഹൂൺസ് ഇൻവേർഷൻ UPSC നിങ്ങളോട് മാക്സിമം ചോദിക്കുന്ന ഒരു ചോദ്യം, ഹൂൺസിന്റെ ഇൻവേർഷൻ ഈ പറഞ്ഞ ഡിക്ലൈനിന് കാരണമായിട്ടുണ്ടോ എന്നുള്ളൊരു സെന്റൻസ് തരും. അതിനപ്പുറത്തേക്ക് ഒരു ക്വസ്റ്റ്യൻ തരില്ല. പക്ഷെ എന്റെ പാർട്ട് കുറച്ചും കൂടി വലുതായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഹൂൺസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവര് ഇനീഷ്യലി ചൈനീസ് ഗ്രൂപ്പ് ആയിരുന്നു, മംഗോളിയൻ ഗ്രൂപ്പ് ആയിരുന്നു ഇവർ ഇനീഷ്യലി. ഇവരാദ്യം ഇൻവേഡ് ചെയ്ത് പോയത് എവിടേക്കാണ്? സെൻട്രൽ ഏഷ്യയിലേക്കാണ്. സെൻട്രൽ ഏഷ്യയിലേക്ക് പോയി ലേറ്റർലി എന്ത് ചെയ്തു? അവര് അവിടത്തെ ഗ്രൂപ്പുമായിട്ട് മിക്സ് ചെയ്ത് സെൻട്രൽ ഏഷ്യൻ ട്രൈബായിട്ട് മാറുകയും ഈ സെൻട്രൽ ഏഷ്യൻ ട്രൈബാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിലേക്ക് ലേറ്റർലി വരുന്നത്. അവരെയാണ് ഹൂൺസ് എന്ന് പറയുന്നത്. ഇവർ ഇൻവേഡ് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് ഏകദേശം 4th-5th സെഞ്ചുറി കാലഘട്ടത്തിലാണ്. ശരിക്കും പറഞ്ഞാൽ 5th സെഞ്ചുറിയുടെ അവസാന കാലഘട്ടത്തിലേക്കാണ് ഇവരുടെ ഇൻവേഷൻ വരുന്നത്. 5th-6th കാലഘട്ടത്തിൽ എടുത്തോ. ഓക്കെ, ആ സമയത്താണ് വരുന്നത്. അതിൽ പ്രധാനപ്പെട്ട രാജാവിന്റെ പേരാണ് ടോറമാന എന്ന് പറയും. എക്സ്ട്രീം കേസിൽ ചാൻസ് വളരെ കുറവാണ്. എക്സ്ട്രീം കേസിൽ ചോദിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ഇതായിരിക്കും ചോദിക്കുക. അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ പേര് 2 പേര് ബുക്കുകളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ 2 ബുക്കുകൾ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് കൽഹാനന്റെ രാജതരംഗിണി, അതേപോലെ തന്നെ ഹുവാൻ ടേസാങ്ങിന്റെ സിയൂക്കി എന്ന് പറയുന്ന ബുക്കുണ്ട്. ഈ 2 ബുക്കിലും എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പറയുന്ന ഹൂൺസിന്റെ ഇൻവേർഷനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ 2 കാര്യം മെൻഷൻ ചെയ്യുന്നത് ഈ പറഞ്ഞ ഗുപ്താസുമായിട്ട് കണക്ട് ചെയ്തിട്ടല്ല, മെൻഷൻ ചെയ്യുന്നത് ഇവര് പേഴ്സിക്യൂട്ടർ ഓഫ് ബുദ്ധിസ്റ്റുകളാണെന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ, അതേപോലെ തന്നെ ലേറ്റസ്റ്റ് സ്റ്റേജിൽ വന്നപ്പോ ബാണഭട്ട ഹർഷചരിതല്ലേ, ഹർഷന്റെ ചരിതം എഴുതിയിട്ടുള്ള ആള്. ഓക്കെ, കോർട്ട് പോർട്ട് ഓഫ് ഹർഷ, പോസ്റ്റ് ഗുപ്ത ഡൈനാസിലെ പുഷ്യബുട്ടി ഡൈനാസിലെ ഹർഷന്റെ കോർട്ട് പോർട്ടായിരുന്നു ബാണഭട്ട എന്ന് പറയുന്നത്. നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് ഇദ്ദേഹം ഹൂൺസിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഓക്കെ, പറയാൻ റീസൺ എന്ന് പറയുന്നത് ഈ ഹൂൺസിന്റെ ഇൻവേർഷൻ ആര് തടഞ്ഞിട്ടുണ്ട്? ഹർഷ് തടഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് അദ്ദേഹം എഴുതുമല്ലോ. അദ്ദേഹം പറയാൻ പോകുന്നത് അത്രയും വലിയ ഗുപ്ത ഡൈനാസിനെ തടഞ്ഞ ഗ്രൂപ്പിനെയാണ് ആര് തടഞ്ഞത്? ഹർഷ തടഞ്ഞതെന്ന് പറഞ്ഞാൽ ഇത് പൊക്കലൊക്കെ അല്ലേ, സ്വാഭാവികം അല്ലേ. ഈ ഒരു ടെൻഡൻസിയും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇതും കൂടി ഓർത്തിരിക്കുക. ഓക്കെ, അതേപോലെ തന്നെയാണ് യശോധർമ്മൻ എന്ന് പറയുന്ന മാൾവ കിങ്. അദ്ദേഹം ഫ്യൂഡിറ്ററി ഓഫ് ഗുപ്ത ആയിരുന്നു. മാൾവ റീജൻ. ഏതാ മാൾവ റീജൻ എന്ന് പറഞ്ഞാൽ ഏത് ഭാഗത്താണ് മാൾവ വരുന്നത്? എനിവൺ കറന്റ്ലി what is മാൾവ? ഏത് റീജനാ മാൾവ എന്ന് പറയുന്നത്? ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? മധ്യപ്രദേശ്. വെരി ഗുഡ്. മധ്യപ്രദേശിന്റെ ഭാഗത്താണ്. പാർട്ട് ഓഫ് സൗത്തേൺ രാജസ്ഥാൻ ആൻഡ് മധ്യപ്രദേശ്. ദാറ്റ്സ് നോൺ ആസ് മാളവ റീജൻ എന്ന് പറയും. ആ ഭാഗത്തുള്ള എന്തായിരുന്നു റൂളർ ആയിരുന്നു ഈ പറഞ്ഞ യശോധർമ്മൻ എന്ന് പറയുന്ന ആള്. ഓക്കെ, അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ഇവരെ ഒപ്പോസ് ചെയ്തിട്ടുണ്ട് എന്ന് ഓർത്താൽ മതി. ഓക്കെ, സോ ഇത്ര മാത്രമേ ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു ഭാഗം പഠിക്കാനുള്ളൂ. ഇപ്പോൾ നമ്മൾ പറഞ്ഞു റീസൺ എന്ന് പറയുന്നത് ഹൂൺസിന്റെ ഇൻവേർഷൻ സ്വാഭാവികമായിട്ട് എക്കണോമിക് റിപ്പിൾ ഡൗൺ ചെയ്തു. അതേപോലെ തന്നെ എന്താണ് മൈഗ്രേഷൻ ഓഫ് സിൽക്ക് വീവേഴ്സ് ഗിൽഡ് സിസ്റ്റം. ഞാൻ പറഞ്ഞ ഗിൽഡ് സിസ്റ്റം, ഈ പറഞ്ഞ ഗിൽഡ് സിസ്റ്റം എന്ത് ചെയ്തു? സ്പ്ലിറ്റ് ആയി പോയി. സ്പ്ലിറ്റ് ആയതിന്റെ ഭാഗമായിട്ട് അവരെന്ത് ചെയ്തു? ഫ്യൂഡിറ്ററീസ് ആയിട്ട് മാറുന്നു. ദാറ്റ് ഇസ് നോൺ ആസ് റൈസ് ഓഫ് ഫ്യൂഡിറ്ററീസ്. മെയിൻ കാരണം എന്താണ്? ചുമ്മാ ലാൻഡ് ഇങ്ങനെ ഗ്രാൻഡ് ആയിട്ട് കൊടുക്കും. ലാൻഡ് ഗ്രാൻഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെന്നില്ല, സ്വന്തമായിട്ട് സ്ഥലം ഇല്ലാണ്ടായി പോയി. ഓക്കെ, ദാറ്റ് സിസ്റ്റം ഈസ് നോൺ ആസ് റൈസ് ഓഫ്
ഫ്യൂഡൽസ്. ഓക്കെ, സോ ഇത് കാര്യങ്ങൾ ഓർത്തിരിക്കുക. അതിനുശേഷം വന്നിട്ടുള്ള സക്സസേഴ്സ് കിങ്ഡം ആണ് താഴെ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, പുഷ്യബുട്ടീസ് ഓഫ് തനേസർ, മൗക്കരിയേഴ്സ് ഓഫ് കനൂജ്. അതേപോലെ തന്നെ വന്നിട്ടുള്ള മറ്റൊരു ഗ്രൂപ്പാണ് ഗുപ്താസിന് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഓക്കെ, ലേറ്റ് ഗുപ്താസ് എന്നാണ് അറിയപ്പെടുന്നത്. അവരുടെ പാടലിപുത്രയായിരുന്നു. അതുപോലെ മൈത്രികാസ് ഓഫ് വല്ലഭി, ചാളുക്യാസ് ഓഫ് ബല്ലരി ആൻഡ് പല്ലവാസ് ഓഫ് കാഞ്ചീപുരം. ഇത്രയുമാണ് പോസ്റ്റ് ഗുപ്താസ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഫോക്കസിന്റെ ഭാഗം എന്ന് പറഞ്ഞാൽ പുഷ്യബുട്ടീസ് ഓഫ് തനേസർ മാത്രമാണ് ഒരുപാട് ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, ബാക്കിയുള്ളവരുടെ പേര് മാത്രം ഓർത്താൽ മതി. 2 തവണ UPSC ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഹു ആർ ദി പോസ്റ്റ് ഗുപ്താസ്? ക്ലിയർ? ഇത്രയും ഭാഗം ഓക്കെ ആണോ? ഓക്കെ, പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട അതർ ഫാക്ച്വൽ ഇൻഫർമേഷൻസിലേക്ക് പറയുന്ന സമയത്ത് ഓർത്തിരിക്കുന്നത്, നമ്മൾ പറഞ്ഞു ജുനാർഗർ ഇൻസ്ക്രിപ്ഷൻസ് എന്ന് പറയും. ഇവിടെ ഞാൻ എടുത്തു പറയാൻ കാരണം സ്കന്ദഗുപ്തയാണ്. സ്കന്ദഗുപ്ത എന്ത് ചെയ്തിട്ടുണ്ട്? സുദർശന ലേക്ക് വീണ്ടും മെയിൻറ്റെയിൻ ചെയ്ത് റീകൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ആലോചിക്കുക. അതേപോലെ തന്നെ പ്രധാനമായിട്ട് 4 രാജാക്കന്മാരുടെ പേരാണ് ജുനാഗർ ഇൻസ്ക്രിപ്ഷൻസിൽ കാണുന്നത്. ആരായിരിക്കാം? ഒന്ന് ചന്ദ്രഗുപ്ത മൗര്യൻ, 2 അശോകൻ, രുദ്രദാമൻ, സ്കന്ദഗുപ്ത. ഓക്കെ, ഈ പറഞ്ഞ അശോകന്റെ മേജർ പില്ലേഴ്സ് ഇല്ലേ, റോക്കഡിക്സ് ഇല്ലേ, അതിൽ റോക്കഡിക്സിന്റെ എവിഡൻസും ഇവിടെ കാണുന്നുണ്ട്. ഈ പറഞ്ഞ ജുനാഗർ ഇൻസ്ക്രിപ്ഷൻസ് കാണുന്നുണ്ട്. അപ്പൊ 4 പേരും ഇതിനകത്ത് കാണുന്നുണ്ട് എന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, ജുനാഗർ ബേസിക്കലി സാൻസ്കൃത് ഇൻസ്ക്രിപ്ഷൻസ്. ഓക്കെ, മെയിൻ ആയിട്ട് അത് എഴുതിയത് ആരാണ്? ആരുടെ കാലഘട്ടത്തിൽ എഴുതപ്പെടുന്നത്? രുദ്രദാമന്റെ ശാഖയുടെ റൂളർ കാലഘട്ടത്തിലാണ് എഴുതുന്നത്. ഓക്കെ, അതിന് തൊട്ട് മുൻപുള്ള ലൊക്കേഷനിലാണ് എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ 2 കാര്യങ്ങൾ വരുന്നത്. കാരണം നിങ്ങൾക്ക് അറിയാം, അശോകൻ എല്ലാ കാലത്തും എവിടെയും എന്ത് ചെയ്തിട്ടുണ്ട്? കൊത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ ടെൻഡൻസി ഉണ്ടാവും അശോകനെ അവിടെ കാണാൻ. ഓക്കെ, ആ സ്ഥലത്ത് വീണ്ടും ആരെഴുതുന്നു? രുദ്രദാമൻ എഴുതുന്നത് കൊണ്ടാണ് ജുനാഗർ ഇൻസ്ക്രിപ്ഷന്റെ പാർട്ടായിട്ട് അശോകന്റെ പേര് വരുന്നത്. ക്ലിയർ ആയോ? ഡൺ? കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ. Which one of the following most important factor of transforming ancient Indian society into feudal society? Which one? എവിഡന്റ് ആയിട്ട് ഞാൻ ഒരു ടേം പറഞ്ഞു, ഒരു സ്ലൈഡ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുകയും ചെയ്തു. ഏതാണത്? സി ഇസ് ദ റൈറ്റ് ആൻസർ. വൈ സി? എന്തുകൊണ്ടാണ്? പ്രൊലിഫറേഷൻ ഓഫ് കാസ്റ്റ്. ഇത് ഓൾറെഡി ഉണ്ടല്ലോ അല്ലേ? ഓൾറെഡി സിസ്റ്റം ഉണ്ട്. ഇവിടെ വന്നപ്പോൾ ചണ്ടേലാസ് കൂടി ആഡ് ചെയ്തിപ്പെട്ടത് മാത്രമേ ഉള്ളൂ. പക്ഷേ എവിഡന്റ് ആയിട്ട് നമുക്ക് ഫ്യൂഡൽ സിസ്റ്റം കാണാൻ സാധിക്കുന്നത് ഞാൻ പറഞ്ഞു പ്രാക്ടീസ് ഓഫ് ലാൻഡ് ഗ്രാൻസ്. ഞാൻ അതുകൊണ്ടാണ് എക്സാമ്പിൾ എടുത്ത് ഞാൻ പറഞ്ഞത്. ഞാൻ തന്നെ പഠിപ്പിക്കുന്ന സമയത്ത് ഡിവിഷൻ ചെയ്തു എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞത് അത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്തത്, ദിസ് ഇസ് ദ പാർട്ട് ഓഫ് ദി സിഗ്നിഫിക്കൻസ് ഓഫ് ദി ഗുപ്ത ഡൈനാസ്റ്റി. ഗുപ്ത ഡൈനാസ്റ്റി എന്തുകൊണ്ട് ഇമ്പോർട്ടന്റ് ആകുന്നു എന്നുള്ള ഒരു പാർട്ടാണ് ഇവിടെ ചോദിച്ചത്. ഏതായിരിക്കാം? Which one? D. Very good. All of the above. റിലീജിയസ് ടോളറൻസ് ഉണ്ട് അല്ലെ? പല റിലീജിയൻ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അത്ര ഉപദ്രവിച്ചിട്ടൊന്നുമില്ലല്ലോ. പീസ് ആൻഡ് പ്രോസ്പെരിറ്റി ഉണ്ട്. ഞാൻ അവിടെ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു തന്നു. സാഹിയാന്റെ റെക്കോർഡ്സിലൊക്കെ അത് എവിഡന്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ട്രെമൻഡസ് അഡ്വാൻസ് ഓഫ് ദി സയൻസ് ആൻഡ് ടെക്നോളജി. ഡെഫിനറ്റ്ലി ഇറ്റ്സ് ദേർ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പാർട്ട് അതാണ് ഇനി. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ട് എന്തായിരിക്കാം? ഡി ആയിരിക്കാം. ഓക്കെ, സോ they're asking about their significance. These are the last question. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു ശ്രേണി സിസ്റ്റത്തിനെ കുറിച്ചിട്ട്. ഓക്കെ, ആൻഡ് ലേറ്റർ ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യുന്നതിന് മുൻപ് നമുക്ക് എന്ത് ചെയ്യാം? കൾച്ചറൽ പാർട്ടിലേക്ക് പോകാം. എത്രയും ഭാഗം ഞാൻ എടുത്തത് ഓക്കെ ആണോ? കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ചോദിച്ചോ, പറയാം. ഓക്കെ, ഡൺ. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലെ? കൺഫ്യൂഷൻ ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ? സ്റ്റോപ്പ് ചെയ്യണ്ടല്ലോ, നമുക്കിന്ന് ഗുപ്താസ് തീർക്കാം. ഓക്കെ, ഒരുപാട് ലേറ്റ് ആക്കണ്ടെന്ന് വെച്ചിട്ട് ഗുപ്താസ് നമുക്കിന്ന് കംപ്ലീറ്റ് ആക്കാം. അടുത്തത് ഗുപ്താസിന്റെ സിഗ്നിഫിക്കൻസ് ഓഫ് ദി ഗുപ്ത ഡൈനാസ്റ്റി എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായിരിക്കും ഗുപ്താസിന്റെ സിഗ്നിഫിക്കൻസ്? മെയിൻലി മെയിൻസ് ആസ്പെക്ടിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് ഈ പോയിന്റ് എഴുതാം. ഓക്കെ, ഇതാണ് നമ്മൾ ടോട്ടലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്ന്, പീസ്, പ്രോസ്പെരിറ്റി ആൻഡ് ഓൾ റൗണ്ട് പ്രോഗ്രസ്. ഡെഫിനറ്റ്ലി ഉണ്ട്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് മെയിൻസിന് എഴുതുക? പ്രിലിംസ് അവിടെ നിൽക്കണം, നിങ്ങൾ എല്ലാവരും പ്രിലിംസ് കയറും. മെയിൻസ് നിങ്ങൾ എങ്ങനെ എഴുതും മാർക്ക് കിട്ടാൻ? ഒരു ടോപ്പറും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും? ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മൾ ഇതിന് എന്ത് ചെയ്യുന്നു? സ്റ്റാൻഡേർഡൈസ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പൊ ഗുപ്ത ഏജ് വാസ് മാർക്ക്ഡ് പ്രോസ്പെരിറ്റി ഓൾ റൗണ്ട് പ്രോഗ്രസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അവിടെ ആഡ് ചെയ്യുന്നത് എവിടെയാണ്? അണ്ടർ ദി റെക്കോർഡിക്കൽ എവിഡൻസ് ഓഫ് ഫാഹിയാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് വരും. ഓക്കെ, ഇവിടെയാണ് നിങ്ങൾക്ക് മാർക്ക് വരിക. നിങ്ങൾക്ക് രാജതരംഗിണി ഉപയോഗിക്കാം, ഗുപ്താസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ഉപയോഗിക്കാം? ഈ പറയുന്ന ഫാഹിയാൻ ഉപയോഗിക്കാം, പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആ സമയത്തുള്ള എല്ലാ റെക്കോർഡിക്കൽ എവിഡൻസുകളും നിങ്ങൾക്ക് എടുത്ത് പറയാം. ഇതൊന്നും അവർ ക്രോസ് ചെക്ക് ചെയ്യാൻ പോകുന്നില്ല. സോ നിങ്ങളുടെ ആൻസർ എന്ത് ചെയ്യും? എപ്പോഴും സ്റ്റാൻഡർഡൈസ് ആവും.
നിങ്ങൾ നോർമൽ കേസിൽ എക്കണോമിക്സിൽ ചെയ്യാറില്ലേ, പൊളിറ്റിയിൽ ചെയ്യാറില്ലേ, അക്കോർഡിംഗ് ടു സോയൻസോ എന്ന് പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെയും കൊടുത്തു കഴിഞ്ഞാൽ മാർക്ക് വരും. ഓക്കെ, ഇതൊരു ഹിസ്റ്ററിന്റെ ഒരു മെയിൻസിന് സ്കോർ ചെയ്യുന്ന ഒരു പാർട്ടാണ്. ബിക്കോസ് GS1 ഭയങ്കര സ്കോറിംഗ് ആണ് കമ്പയർഡ് വിത്ത് അതർ പേപ്പർ, ബിക്കോസ് ഇത് സ്റ്റാറ്റിക് പാർട്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ എഴുതാം. ചിലപ്പോൾ ഞാൻ ആ സമയത്ത് പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഓർത്തിരിക്കണം, അതുകൊണ്ട് പറഞ്ഞതാണ് ഞാൻ. ഓക്കെ ഫൈൻ. അതേപോലെ തന്നെ ആർട്ട് ഓഫ് മിന്റിംഗ് കോയിൻസ്, ഗ്രേറ്റ്ലി ഡെവലപ്ഡ് ഗോൾഡ് ആൻഡ് സിൽവർ കോയിൻസ്. സിൽവർ കോയിൻസ് ഓർമ്മയുണ്ടല്ലോ, എന്നാണ് രൂപക, മറന്നു പോയിട്ടില്ലല്ലോ. അഡ്മിനിസ്ട്രേഷന്റെ ഓർഡർ, ജുഡീഷ്യൽ സിസ്റ്റം വെൽ ഓർഗനൈസ്ഡ് ആണ്. ഓക്കെ, ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് റിലീജിയൻ നമ്മൾ എല്ലാ പാർട്ടും പറയുന്നുണ്ട് അല്ലെ. മാത്തമാറ്റിക്സ്, ഫിസിക്സ്, മെറ്റലർജി ഇതൊക്കെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ സ്കൾച്ചറൽ ആർക്കിടെക്ചറൽ ഇമ്പോർട്ടൻസ് പറയുന്നുണ്ട്. ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പാർട്ടാണത്, അതുകൊണ്ട് ഞാൻ അവിടെ പോകുന്നില്ല. ജുനാർഗർ റോക്ക് ഇൻസ്ക്രിപ്ഷൻസിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ലിറ്ററേച്ചർ ആണ്. ഗുപ്താസിനെ ഗോൾഡൻ ഏജ് എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ ആണ്. ഓക്കെ, ഈ ആർട്ട് ആൻഡ് ആർക്കിടെക്ചറിൽ വരുന്ന ഒരു ഭാഗമാണ് ലിറ്ററേച്ചർ, രണ്ടാമത്തെ ഭാഗമാണ് സയൻസ് ആൻഡ് ടെക്നോളജി, മൂന്നാമത്തെ ഭാഗമാണ് ആർക്കിടെക്ചർ. ഓക്കെ, അപ്പോൾ ആർട്ട് ആൻഡ് ആർക്കിടെക്ചറിൽ സെനിത്തിൽ എത്തുന്നത് കൊണ്ടാണ് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ UPSC മെയിൻസിന് ചോദിക്കുന്നത് ആഫ്റ്റർ മൗര്യൻസ് ബിഫോർ ഗുപ്ത പീരീഡ് ഈസ് നോൺ ആസ് എ ഡാർക്ക് ഏജ് എന്നൊരു ചോദ്യം വരും. ഡാർക്ക് ഏജ് എന്നൊരു ചോദ്യം വരും. ഓക്കെ, അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല, നമുക്ക് അറിയാവുന്നതാണ്. ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഇൻ ബിറ്റ്വീൻ, കുശാനസിന്റെ കോൺട്രിബ്യൂഷൻ ഞാൻ പറഞ്ഞു തന്നു അല്ലെ. സോ എന്തുകൊണ്ട് ഡാർക്ക് ഏജ് എന്ന് പറയുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് അത്രയും ഫ്ലറിഷ്ഡ് ആയിരുന്നു ഗുപ്താസ്, അത്രയും ടോപ്പ് മോസ്റ്റ് ലെവലായിരുന്നു ഗുപ്താസ് നിന്നിരുന്നത്. കമ്പയർ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഡൗൺ ആയി നിൽക്കില്ലേ, അതുകൊണ്ടാണ് അതിന് ഡാർക്ക് ഏജ് എന്ന് പറയുന്നത്. അതല്ലാതെ മറ്റൊരു പ്രോബ്ലം കൊണ്ടല്ല. ആ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കണം. ക്ലിയർ? മെയിൻസിന്റെ ക്വസ്റ്റ്യൻ ആണ് ഞാൻ പറഞ്ഞത്, ചോദിക്കാം ചിലപ്പോൾ ഇങ്ങനെ പ്രിലിംസിനും അങ്ങനെ തട്ടി ചോദിക്കാം. ഓക്കെ, അതിന് ഓർത്തിരിക്കേണ്ട ഒരു ഭാഗം എന്ന് പറയുന്നത് മെജോറിറ്റിയും സംസ്കൃതം ഭാഷയ്ക്കാണ് പ്രാധാന്യം കൊടുത്തത്. റീസൺ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു, നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. രാമായണ, മഹാഭാരത ഫൈനലി കമ്പയർ ചെയ്യുന്ന കാലഘട്ടം എന്ന് പറയുന്നതും ഗുപ്താസിന്റെ കാലഘട്ടത്തിലാണ്. ഈ ഒരു കാലഘട്ടത്തിലാണ് പുരാണാസ് ഒരുപാട് എഴുതുന്നത്, മേജർ പുരാണാസ് ഒക്കെ. ഓക്കെ, ഇപ്പൊ സ്മൃതീസ് ആണെങ്കിലും പുരാണാസ് ആണെങ്കിലും ഒക്കെ എഴുതുന്നത് ഗുപ്താസിന്റെ കാലഘട്ടത്തില. മത്സ്യ പുരാണ, വായു പുരാണ, വിഷ്ണു പുരാണ എന്നൊക്കെ പറഞ്ഞ് സെപ്പറേറ്റ് പുരാണാസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇപ്പോഴും ആ പുരാണാസ് ഒക്കെ ആൾക്കാർ വായിക്കുന്നവരുണ്ട് അല്ലെ. അങ്ങനെയുള്ള പുരാണാസ് ഒക്കെ വരുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നതും ഈ പറയുന്ന ഗുപ്താസിന്റെ കാലഘട്ടമാണ്. ഗുപ്താസിന്റെ കാലഘട്ടത്തിലാണ് ധർമ്മശാസ്ത്രമൊക്കെ വരുന്നത്, യജ്ഞവൽക്യ, നാരദ സ്മൃതി, അങ്ങനെ കുറെ ഭാഗങ്ങൾ, ബൃഹസ്പതിയുടെ ബുക്കൊക്കെ വരുന്നതും ഈ കാലഘട്ടത്തിലാണ്. സോ ഗുപ്താസിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് അത്രയും ഫ്ലറിഷ്ഡ് ആയിട്ട് സംസ്കൃതം ഭാഷയ്ക്ക് പ്രാധാന്യം കൊടുത്ത കാലഘട്ടമാണ്. അടുത്ത മെയിൻസ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഈ പോയിന്റ് ഒക്കെ പറയാം. ഞാൻ ഈ പറയാവുന്ന പോയിന്റ് ഒക്കെ നിങ്ങൾക്ക് മെയിൻസിൽ എഴുതുന്ന പാർട്ടാണ്. ബോത്ത് പ്രിലിംസ് പ്ലസ് മെയിൻസ് നമ്മൾ പറഞ്ഞു പോകുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഒന്നാണ് കാമാന്തകയുടെ നീതിശാസ്ത്രം എന്ന് പറയുന്നത്. ഓക്കെ, കാമാന്തക നീതിശാസ്ത്രത്തിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ കാമാന്തകയുടെ നീതിശാസ്ത്രം എന്ന് പറയുന്നത് ശരിക്കും അദ്ദേഹം നോട്ട് ചെയ്തിട്ടുള്ളത് ഓർത്തിട്ടാൽ മതി. കാമാന്തക നീതിശാസ്ത്രം എന്നത്, നീതിശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾക്ക് പേരിന്ന് കിട്ടുന്നത് എന്താണ്, എന്നിങ്ങനെ എഴുതി. എന്താ നിങ്ങൾക്ക് കിട്ടുന്നത് നീതിശാസ്ത്രം എന്ന് പറയുമ്പോൾ? സംതിങ് റിലേറ്റഡ് ടു ലോ. ഇതിനു മുൻപ് ലോയിനെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞ ഒരാളാരാണ്? എനി ഐഡിയ? ഏതെങ്കിലും ഡയനാസ്റ്റിൽ ആരെങ്കിലും ലോയിനെ കുറിച്ച് അത്രയും ഡീറ്റെയിൽഡ് പറഞ്ഞിട്ടുണ്ടോ? മനുസ്മൃതി ഈസ് ദർ. ഞാൻ അതല്ലാതെ വെരി ഗുഡ്. കൗടില്യ, അർത്ഥശാസ്ത്ര, അതായത് അർത്ഥശാസ്ത്രത്തിലുള്ള പൊളിറ്റിക്കൽ മൊറാലിറ്റി, ഡിപ്ലോമസി, ഈ ഒരു കോൺസെപ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിലേക്ക് കടമെടുത്ത് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണ് നീങ്ങുന്നത് നീതിശാസ്ത്ര കാമാന്തക എഴുതുന്നത്. നിങ്ങൾ പഠിക്കേണ്ട 20 ചാപ്റ്റർ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതിനെ ഡിവൈഡ് ചെയ്യുന്നത്. നിങ്ങൾ ആകെ അറിഞ്ഞിരിക്കേണ്ടത് കാമാന്തക നീതിശാസ്ത്ര റിലേറ്റഡ് ടു ലോ. ഈ ഭാഗത്ത് നിന്ന് ലിറ്ററേച്ചർ എന്ന ക്വസ്റ്റ്യൻ ചോദിക്കും, 100% ഷുവർ. ഓക്കെ, അതിനുശേഷം നമുക്കറിയാവുന്ന 1-2 കാര്യങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നതും നമ്മളിത് പറഞ്ഞു, നീതിശാസ്ത്രം പറഞ്ഞു. പിന്നെ വാത്സ്യായനന്റെ കാമസൂത്രം എഴുതുന്ന കാലഘട്ടം ഇത് തന്നെയാണ്. ഓക്കെ, ഇവിടെ ഈ പറഞ്ഞ പോലെ കാമസൂത്രം നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ മാത്രമല്ല, അതിനകത്ത് ബാക്കിയുള്ള ഡീറ്റെയിൽസ് കൂടി പറയുന്നുണ്ട്. ഫാമിലി, റിലേഷൻഷിപ്പ്, അങ്ങനെ കുറെ കാര്യങ്ങളെ കുറിച്ച് കാമസൂത്രത്തിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് കാളിദാസ. കാളിദാസിനെ കുറിച്ച് നിങ്ങൾ ആദ്യം പറയുന്നത് എന്താ? നവരത്നാസ്, ചന്ദ്രഗുപ്ത ടുവിന്റെ നവരത്നാസിന്റെ ഒരു ഗ്രൂപ്പാണ് കാളിദാസൻ എന്ന് പറയുന്നത്. ഈ കാളിദാസിന്റെ ഒരുപാട് കൃതികൾ എന്ത് ചെയ്തിട്ടുണ്ട്, മറ്റ് ഭാഷകളിലേക്ക് തർജ്ജിമ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി യൂറോപ്യൻ ലാംഗ്വേജുകളിലേക്ക് തർജ്ജിമ ചെയ്തിട്ടുണ്ട് കാളിദാസിന്റെ പ്രധാനപ്പെട്ട 3 പ്ലേ ഉണ്ട്, നാടകങ്ങൾ. അതിലൊന്ന് മാളവിക അഗ്നിമിത്രം, അഭിജ്ഞാന ശാകുന്തളം, വിക്രമോർവശിയും. ഈ 3 നാടകങ്ങളാണ്, വളരെ പ്രധാനപ്പെട്ട നാടകങ്ങളാണത്. മാളവിക അഗ്നിമിത്രം നമുക്കറിയാം, ഞാൻ ഓൾറെഡി നിങ്ങൾക്കത് പറഞ്ഞു തന്നു. മാളവികയും അഗ്നിമിത്രയും തമ്മിലുള്ള പ്രേമായിരുന്നു. ഓക്കെ, അഗ്നിമിത്രം എന്ന് പറയുന്നത് ആരാണ്?
ശരിക്കും പറഞ്ഞാൽ ഈ മാളവിക അഗ്നിമിത്രത്തിൽ മെയിൻ ആയിട്ട് പറയുന്നത് പുഷ്യമിത്ര ശുംഗ ഡൈനാസിനെ കുറിച്ചാണ്. ഓക്കെ, ആ പുഷ്യമിത്ര ശുംഗ ഡൈനാസിയിലെ പുഷ്യമിത്ര ശുംഗയുടെ മകനായിട്ടുള്ള അഗ്നിമിത്രനും ആ ഒരു കോർട്ടിലെ ഒരു എന്താ പറയാ ഒരു സർവന്റുമായിട്ടുള്ള പ്രേമാണ് ശരിക്കും പറഞ്ഞാൽ മാളവിക അഗ്നിമിത്രം എന്ന് പറയുന്ന കഥയിൽ പറയുന്നത്. ഓക്കെ, നാടകത്തിൽ പറഞ്ഞു പോകുന്ന ഒരു ഭയങ്കര കോൺട്രഡിക്ഷൻ ആയിട്ടാണ്. അതായത് ഇനീഷ്യലി ഈ പറഞ്ഞ രണ്ടുപേരും പ്രേമത്തിലാവും. ഓക്കെ, ഓൾറെഡി ഈ പറഞ്ഞ പോലെ അഗ്നിമിത്ര കല്യാണം കഴിച്ചിട്ടുണ്ടാവും. അഗ്നിമിത്രന്റെ ഭാര്യ എന്ത് ചെയ്യും, മാളവികനെ തടവിലാക്കും. ഓക്കെ, കുറെ കാലത്തിന് ശേഷമാണ് എന്ത് മനസ്സിലാവുക, ഈ പറയുന്ന മാളവികയും ഒരു എന്താ പറയാ ഒരു ഡിസ്റ്റന്റ് ആയിട്ടൊരു രാജാവിന്റെ മകളായിരിക്കും എന്നുള്ള രീതിയിൽ. ഓക്കെ, പിന്നെ എന്ത് ചെയ്യുന്നു, ഇദ്ദേഹത്തിന്റെ ഭാര്യയായിട്ട് വരുന്നു. ഇതാണ് ശരിക്കും പറഞ്ഞാൽ കഥ അത്രയേ ഉള്ളൂ, മാളവിക അഗ്നിമിത്രം എന്ന് പറയുന്ന കഥ. പക്ഷെ ഇതാണ് ആ സ്റ്റോറി എന്ന് പറയുന്നത്. പക്ഷെ ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രീവിയസ് ഹിസ്റ്ററി കോട്ട് ചെയ്തിട്ടുണ്ട്. അതായത് പുഷ്യമിത്ര ശുംഗന്റെ മകന്റെ കാര്യം സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ട്, ശുംഗ ഡൈനാസിന്റെ കാര്യം സ്പെസിഫിക്കലി എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഓർത്താൽ മതി. ഓക്കെ, അടുത്തത് അഭിജ്ഞാന ശാകുന്തളം. നിങ്ങൾക്ക് അറിയാവുന്നതാണ് ശകുന്തലയുടെ കഥ. ഓക്കെ, ദുഷ്യന്തനും ശകുന്തളയും കേട്ടിട്ടുണ്ടാവുമല്ലോ. ഫേമസ് സംസ്കൃത വർക്കാണ് ശരിക്കും വരുന്നത്. ഓക്കെ, അതിനകത്ത് നളചരിതം നിങ്ങൾ കേട്ടിട്ടില്ല, ആട്ടക്കഥയൊക്കെ. ഓക്കെ, സിമിലർ കൈൻഡ് ഓഫ് സാധനം. ഡേറ്റർലി ആണ് ഈ പറഞ്ഞ നളചരിതം ആട്ടക്കഥയ്ക്ക് വരുന്നത്. അഭിജ്ഞാന ശാകുന്തളം വളരെ ഫേമസ് ആയിട്ടുള്ളതാണ്. ഓക്കെ, നളന്റെയും കഥയൊക്കെ നിങ്ങൾക്ക് അറിയാലോ അല്ലെ, കേട്ടിട്ടുണ്ടാവില്ല നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ ആയിട്ട്. സിമ്പിൾ ആയിട്ടേ ചോദിക്കുള്ളൂ. ചിലപ്പോ ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത് കൊണ്ട് നമുക്ക് മുമ്പ് ചോദിച്ചില്ലേ, മുദ്ര രാക്ഷസൊക്കെ ചോദിച്ചത് ഓർമ്മയില്ലേ, സെന്റൻസ് തന്നിട്ട് സിമ്പിൾ ആയിട്ട് എന്താണ് ഈ കണ്ടന്റ് വരുന്നത് എന്നുള്ളത്. അങ്ങനെ ചിലപ്പോൾ ചോദിക്കാം, അങ്ങനെ ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണത്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. നളൻ, ദമയന്തി, സോറി അറിഞ്ഞാൽ മതി. ഓക്കെ, ശുഗന്ധള, ദുഷ്യന്തൻ, കണക്ഷൻ അത്ര മാത്രം അറിഞ്ഞാൽ മതി. അത്രയും നിങ്ങൾ എഴുതിയിട്ട് പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, അടുത്തത് വിക്രമോർവശിയും. ഉർവശിയുടെ കഥയാണ് ശരിക്കും പറയുകയാണെങ്കിൽ. അതിനകത്ത് സ്പെസിഫിക്കലി നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഈ പറയുന്ന പുരുവാസ് രാജാവുണ്ട്. ഓക്കെ, ആ രാജാവും ഇവർ തമ്മിലുള്ള പ്രേമാണ് ശരിക്കും വരുന്നത്. ലേറ്റർലി എന്ത് ചെയ്യുന്നു, രാജാവിനെ പിടിച്ചുകൊണ്ടു പോകുന്നൊക്കെ ഉണ്ട്. മറ്റൊരു ഡൈനാസ്റ്റിയിലെ ഒരു റൂളർ. പിന്നെ എന്ത് ചെയ്യുന്നു, ഈ ഉർവശി യുദ്ധം ചെയ്ത് ജയിക്കുകയും ആ പ്രേമത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മെയിനായിട്ട്. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഊഹിക്കാം ഈ 3 കഥകളും അടിസ്ഥാനം എന്ന് പറയുന്നത് ലവ് ആണ്. ഓക്കെ, ഇതാണ് 3 എണ്ണം. ഇദ്ദേഹത്തിന്റെ 3 ഡ്രാമാസ് എന്ന് പറയും, വളരെ ഫേമസ് ആയിട്ടുള്ളതാണ്. അതേപോലെ തന്നെ അടുത്തതാണ് കാളിദാസന്റെ 2 എപ്പിക് പോയംസ്. അതിലൊന്ന് രഘുവംശം, രണ്ടാമത്തത് കുമാരസംഭവം. രഘുവംശം എന്ന് പറയുന്നത് രഘു ഡൈനാസ്റ്റിനെ കുറിച്ച് സ്പെസിഫിക്കലി മെൻഷൻ ചെയ്യുന്നതാണ്. ഈ രഘു ഡൈനാസ്റ്റി എന്ന് പറയുന്നത് ഇക്ഷാകു ഡൈനാസ്റ്റി കേട്ടിട്ടുണ്ടോ? എനിവൺ? ശതവാഹനാസിന് ശേഷം വന്ന ഇക്ഷാകു ഡൈനാസ്റ്റി. യെസ്, ഓക്കെ. ഇക്ഷാകു ഡൈനാസ്റ്റി വളരെ ഫേമസ് ആയിട്ടുള്ള ഡൈനാസ്റ്റിയാണ്. പക്ഷേ UPSC പ്രിലിംസിന് അങ്ങനെ ചോദിക്കാറൊന്നുമില്ല. കുറെ കുഞ്ഞു കുഞ്ഞു ഡൈനാസ്റ്റികളുടെ ഒരു ഡൈനാസ്റ്റിയാണ്. ഈ ഡൈനാസ്റ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അമരാവതി തന്നെയാണ്. നിങ്ങൾക്ക് ഊഹിക്കാം, ശതവാഹനാസിന്റെ അമരാവതി ആയിരുന്നു ഒരു കാലത്ത്. പൈത്തണൊക്കെ ഉണ്ടായിരുന്നു, അമരാവതി ആയിരുന്നു. ഈ ശതവാഹനാസിന് ഈ പറയുന്ന രഘുവംശത്തില് ഒരു പേര് പറയുന്നുണ്ട്. അവരുടെ ക്യാപിറ്റൽ ശതവാഹനാസ് അല്ല, ഇക്ഷാകു ഡൈനാസ്റ്റിന്റെ ആ ക്യാപിറ്റലിന്റെ പേര് ധരണി കോട്ട എന്നാണ്. ധരണി കോട്ട. ഓക്കെ, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ചോദിച്ചാൽ എനിക്ക് അറിയില്ല, അതെനിക്ക് പറയാൻ സാധിക്കില്ല എന്റെ സൈഡിൽ നിന്ന്. എക്സ്ട്രീം ഓഫ് എക്സ്ട്രീം ടഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ചോദിക്കാം. പക്ഷെ നിങ്ങളുടെ ഈ ഭാഗത്ത് ചോദിച്ചിട്ടില്ല. CDS ചോദിച്ചിട്ടുണ്ട്, സെൻട്രൽ ഡിഫൻസ് സ്റ്റാഫിന്റെ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ചിലപ്പോൾ അങ്ങനെയൊക്കെ ചിലപ്പോൾ കയറി ചോദിക്കാറൊക്കെ ഉണ്ട്. ഓക്കെ, പക്ഷെ അതുപോലെ ചോദിക്കാനൊന്നും സാധ്യതയില്ല. ഞാനത് പറയാൻ കാരണം ഒരേ റീസൺ എന്ന് പറയുന്നത് അവിടെ ചോദിച്ചതുകൊണ്ട് പാർട്ട് ഓഫ് സ്റ്റഡി എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു തരുന്നു. ഓക്കെ, അടുത്തൊരു ഭാഗം എന്ന് പറയുന്നത് കുമാരസംഭവമാണ്. കുമാരസംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർവതി ശിവ തമ്മിലുള്ള പ്രേമമാണ് മെയിനായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് രണ്ടും പ്രധാനപ്പെട്ട എപ്പിക് പോയമാണ്. അതേപോലെ തന്നെ കാളിദാസന്റെ ഒന്നാണ് ഋതുസംഹാര മേഘദൂത്. മേഘദൂത് നിങ്ങൾക്കറിയാം, ക്ലൗഡ് മെസ്സഞ്ചർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. യക്ഷ ഈ മെസ്സേജ് അയക്കുന്നതാണ് ക്ലൗഡ് വഴി. ഓക്കെ, അതാണ് ഈ പറഞ്ഞ മേഘദൂത് എന്ന് പറയുന്നത്. ഈ മേഘദൂതാണ് സന്ദേശകാവ്യങ്ങൾക്ക് പ്രധാനപ്പെട്ട ബേസ് എന്ന് പറയുന്നത്. ഈ മേഘദൂതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് മലയാളത്തിൽ സന്ദേശകാവ്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, സംസ്കൃതം, മലയാളം, അങ്ങനെയാണ് അവിടെ സന്ദേശകാവ്യങ്ങൾ മലയാളത്തിൽ ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഓർത്തിരിക്കുന്നത് ഋതുസംഹാര. ഓക്കെ, ഇവിടെയാണ് സീസൺസിനെ കുറിച്ച്, ഋതുക്കൾ, അത് ഓർത്താൽ മതി. സീസൺസിനെ കുറിച്ച് പറയുന്ന ഒരു ബുക്ക്. ചിലപ്പോൾ ഇങ്ങനെയും ചോദിക്കാം. കാളിദാസൻ അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള കാരണം. ഓക്കെ ആണോ ഞാൻ ഈ പറഞ്ഞത്? കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടോ? ചോദിച്ചോ. ഡൗട്ട്? എന്നെ ഡൗട്ട്? ഐ എം റെഡി ടു ആൻസർ. ഓക്കെ, പിന്നെ ഇക്ഷാകു ഡൈനാസ്റ്റിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് 2-3 കാര്യങ്ങൾ എനിക്ക് പറയണമെന്ന് തോന്നുന്നു. ഓക്കെ, ഇക്ഷാകു ഡൈനാസ്റ്റിനെ കുറിച്ചാണ്. ഓക്കെ, ഈ ഡൈനാസ്റ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അക്കോർഡിംഗ് ടു ജൈൻ ലിറ്ററേച്ചർ,
നമ്മുടെ ആദ്യത്തെ തീർത്ഥങ്കര ആരായിരുന്നു? ഫസ്റ്റ് തീർത്ഥങ്കര ഋഷഭദേവയാണ്. ഈ ഋഷഭദേവ ഇക്ഷാകു ഡൈനാസിയിൽ ഒരാളാണെന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് 21 തീർത്ഥങ്കരാസ് ഉണ്ട്. ടോട്ടലി എത്ര തീർത്ഥങ്കരാസ് ഉണ്ട്? 24. അത് 24 21 ആളുകളും ഈ പറഞ്ഞ ഇക്ഷാകു ഡൈനാസി എന്നാണെന്ന് ജൈൻ ലിറ്ററേച്ചറിൽ പറയുന്നുണ്ട്. ഉപകാരമുണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്ങാനും ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രം. ഓർത്തിരിക്കണം, ഞാൻ ഉറപ്പ് പറയുന്നില്ല. ഓക്കെ, ജസ്റ്റ് ഞാൻ ആ ഭാഗം ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. അതേപോലെ തന്നെ ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചറിൽ പറയുന്നത് ഇക്ഷാകു ഡൈനാസിയിൽ ഡിസ്റ്റന്റ് ആയിട്ടുള്ള ഡൈനാസിയിൽ വന്ന ആളാണ് ഗൗതമ ബുദ്ധൻ എന്നും കൂടി പറയുന്നുണ്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, അത്ര ഡീറ്റെയിലിലേക്ക് പോകണ്ട. ഓക്കെ, ഡൺ. അടുത്ത പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത് ശൂദ്രകയാണ്. ശൂദ്രക ഞാൻ നേരത്തെ പറഞ്ഞു, മൃജകടികം എഴുതിയിട്ടുള്ളത് ശൂദ്രകയാണെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, മൃജകടിക എന്ന് പറയുന്ന കഥയാണ് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ഗുപ്താസിന്റെ സൊസൈറ്റിയെ കുറിച്ച് കൃത്യമായിട്ട് കാണിക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത്. ഗുപ്താസിന്റെ സൊസൈറ്റിയെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിനകത്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചാരുദത്തൻ എന്ന് പറഞ്ഞൊരു ബ്രാഹ്മണനുണ്ട്. ചാരുദത്തൻ ശരിക്കും പറഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ള, ആ നാട്ടിൽ ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രാഹ്മണനാണ്. വളരെ പണക്കാരനൊക്കെയാണ് ചാരുദത്തൻ. ഓക്കെ, പക്ഷെ എന്ത് ചെയ്യുന്നു, പുള്ളി ഈ പറഞ്ഞാൽ പുള്ളിന്റെ സമ്പാദ്യങ്ങൾ മൊത്തം എല്ലാവർക്കും ഡൊണേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു മെന്റാലിറ്റിയിലുള്ള. അപ്പൊ സ്വാഭാവികമായിട്ട് ഡൊണേറ്റ് ചെയ്യുന്ന എന്ത് സംഭവിക്കും? ലേറ്റർലി പുള്ളി പിച്ചക്കാരനാവും, സ്വാഭാവികമാണ്. അതാണല്ലോ സംഭവിക്കാൻ പോകുന്നത് അൾട്ടിമേറ്റ്ലി ഇൻ എ സൊസൈറ്റി. ഓക്കെ, പുള്ളി എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ പോലെ വളരെ ദാരിദ്ര്യാവസ്ഥയിലേക്ക് പോകുന്നു. പക്ഷെ പുള്ളി എല്ലാവരും ബഹുമാനം ഉള്ളൊരു വ്യക്തിയാണ്, അത്രയും നല്ല മനുഷ്യനാണ്. അല്ല, ഒരുപാട് ഈ പറഞ്ഞ പോലെ കുട്ടികൾക്ക് ക്ലാസ് ഒക്കെ എടുത്ത് അങ്ങനെ എല്ലാവരെയും പോകുന്നൊരു മനുഷ്യനാണ്. ഉജ്ജയിനി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ കഥ നടക്കുന്നത്. ഓക്കെ, പുള്ളിക്ക് എന്ത് ചെയ്യുന്നു, ആ നാട്ടിലെ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള വസന്തസേന എന്ന് പറയുന്ന ഒരു സ്ത്രീയുമായിട്ട് സ്നേഹം തോന്നുന്നു. ഓക്കെ, പിന്നീടുള്ള പ്രേമവും കഥയുമാണ് ഈ പറയുന്ന മൃജകടിക അല്ലെങ്കിൽ ലിറ്റിൽ ക്ലേ ഹാർട്ട് എന്ന് പറയുന്ന സ്റ്റോറിയിൽ പോകുന്നത്. ലേറ്റർലി എന്ത് ചെയ്യുന്നു, രണ്ടുപേർക്കും കല്യാണം കഴിക്കാൻ സാധിക്കുന്നില്ല, രണ്ടുപേരും രണ്ട് വഴിക്കാവുന്നു. ഓക്കെ, അതായത് അന്നത്തെ കാലഘട്ടത്തിൽ എന്തില്ല, ഇങ്ങനെ കല്യാണം കഴിക്കാൻ സാധിക്കില്ല എന്ന് ശൂദ്രക ഇൻഡയറക്ട്ലിയുടെ മൃജകടിക എന്ന് പറഞ്ഞ ബുക്കിൽ പറയുന്നുണ്ട്. അതാണ് കഥ. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഈ ഒരു സെന്റൻസ് ചിലപ്പോൾ എന്തെങ്കിലും രീതിയിൽ ചോദിക്കാം, നിങ്ങൾക്ക് അത് ഓർത്താൽ മതി, അതിനപ്പുറത്തേക്ക് നിങ്ങൾ ഓർക്കണ്ട. ഓക്കെ, ഈ ശൂദ്രകയുടെ മറ്റ് രണ്ട് ബുക്കിൽ ഒന്ന് പ്രധാനപ്പെട്ട ഒരു ബുക്ക് ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാം പഠിക്കണം ഞാൻ പറയില്ല, പക്ഷേ ഈ പറയുന്ന മൃജകടിക നിങ്ങൾ ഓർത്തിരിക്കുക. എല്ലാ പേപ്പറുകളിലും ഒരു ഓപ്ഷൻ എടുത്ത് ചോദിക്കാറുണ്ട്. അടുത്തതുപോലെ തന്നെയാണ് ദീന വാസവ ദത്ത എന്ന് പറയുന്നത്. ഓക്കെ, ഡീറ്റെയിൽസ് ഒന്നും അറിയണ്ട, അതും കൂടി നിങ്ങൾ ഓർത്തിരുന്നാൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അഡീഷണലി ഒരു പേര് അദ്ദേഹത്തിൻ്റെതാണെന്നുള്ളത്. പിന്നെ വിശാഖദത്ത, മുദ്ര രാക്ഷസവും ദേവി ചന്ദ്രഗുപ്തവും രണ്ടും ഞാൻ കഥ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. അടുത്തത് ഭാരവി. ഈ കാലഘട്ടത്തിൽ തന്നെയാണ് സംസ്കൃതം കാവ്യം എഴുതുന്ന ഒരാളാണ് പുള്ളി. പുള്ളിന്റെ ഒരു ബുക്കാണ് കീർത്തനാർജുനീയം എന്ന് പറയുന്ന ഒരു ബുക്ക്. ഓക്കെ, കീർത്തനാർജുനീയം. അർജുനന് ഗാന്ധീവം വില്ല് കിട്ടുന്ന ഒരു കഥയാണത് ഭരവി എഴുതിയത്. കീർത്തനാർജുനീയം എന്ന് പറയുന്നത് അർജുനും ലോർഡ് ശിവയും തമ്മിലുള്ള യുദ്ധമാണ് ഇനീഷ്യലി കാണിക്കുന്നത്. ഓക്കെ, ശിവൻ കാട്ടാളന്റെ വേഷത്തിൽ വരുന്ന കഥയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പോ, മലയാളം ലിറ്ററേച്ചറിലുള്ള ആളുകൾ ഇതിനകത്ത് സാറ് ചിലപ്പോൾ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതാണ് ഭാരവിന്റെ പ്ലോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ലേറ്ററിൽ യുദ്ധം നടക്കുന്നു. ശിവൻ എന്ത് ചെയ്യുന്നു, അർജുനന്റെ വില്ല് സമ്മാനമായിട്ട് കൊടുക്കുന്ന ഒരു കഥയാണത് ഭാരവി എഴുതുന്നത്. ദാറ്റ് ഇസ് നോട്ട് എസ് കീർത്തനാർജുനീയം. ഇതൊന്നും നിങ്ങൾ പഠിച്ചു വെക്കണ്ട. ഓക്കെ, ബൈഹാർട്ട് പഠിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ ആ കഥ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അമരസിംഹ. ഞാൻ ബുക്ക് ഇത് ഷെയർ ചെയ്യട്ടോ, ഇന്ന് തന്നെ ഷെയർ ചെയ്യാൻ സാറോട് പറയാം. ഓക്കെ, സംസ്കൃത ഗ്രമേറിയൻ ആണ്, അമരകോശം എഴുതിയിട്ടുള്ളതും അദ്ദേഹമാണ്. അതിനുശേഷം ഭാഷ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളതാണ്. ഓക്കെ, ഭാഷ ഇതിനകത്ത് 13ഓളം നാടകങ്ങളാണ്. അദ്ദേഹം ഒരു നാടകകൃത്താണ്. ഇദ്ദേഹത്തിന്റെ പേര് മെൻഷൻ ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. 3 ആൾക്കാർ പേര് തന്നിരിക്കുന്നതിൽ ആരാണെന്നാ ചോദിച്ചത്. അപ്പൊ ഒന്നിന് പ്ലേ റൈറ്റർ എന്നുള്ളുണ്ട്, ഞാൻ ഓൾറെഡി പറഞ്ഞു, നാടകം എഴുതുന്ന ആളാണ് പ്ലേ റൈറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അതറിയാലോ നിങ്ങൾക്ക്. അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള നാടകം ഇതിനകത്ത് ഞാൻ എഴുതാൻ മിസ്സായി പോയിട്ടുണ്ട്, നിങ്ങളൊന്ന് എഴുതി വെക്കണത് സ്വപ്ന വാസവദത്ത എന്ന് പറയും. ഓക്കെ, അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള നാടകമാണ് സ്വപ്ന വാസവദത്ത എന്ന് പറയുന്ന നാടകം. ഓക്കെ, അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ഒന്നാണ്. പിന്നെ അതേപോലെ തന്നെ ബട്ടി, ഇദ്ദേഹം ഒരു പ്ലേ റൈറ്റർ തന്നെയാണ്. ഓർത്തിരിക്കേണ്ട, അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. രാവണവധ, ആരായിരിക്കും പ്ലോട്ട്? രാവണനും രാമനും ആയിരിക്കും, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇത്രയും ഭാഗം ഓർത്താൽ മതി. ഇതാണ് യൂഷ്വലി ഗുപ്ത ഡൈനാസിന്റെ പ്രധാനപ്പെട്ട സംസ്കൃതം എഴുത്തുകാർ. ക്ലിയർ ആണോ ഞാൻ ഈ പറഞ്ഞത്? കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടോ? ഈ പാർട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻ ഷുവർ ആണ്, 100%. ഒരു സമയത്ത് പോലും ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ വരാതിരിക്കത്തില്ല. അതുകൊണ്ട് പഠിക്കാതെ പോകരുത് ഈ ഭാഗം. നിങ്ങൾ ഇതിനപ്പുറത്ത് പഠിക്കുകയും വേണ്ട. ഓക്കെ, ഡൺ. ഇത് ഒരു അഡീഷണൽ പാർട്ടാണ്. ഇത് ബൈഹാർട്ട് പഠിക്കേണ്ട. സംസ്കൃത ലിറ്ററേച്ചറിൽ 5 പ്രധാനപ്പെട്ട മഹാകാവ്യങ്ങളുണ്ട്. സംസ്കൃതത്തിൽ നിന്നാണ് മലയാളത്തിലേക്ക് മഹാകാവ്യങ്ങൾ ജനറേറ്റ് ചെയ്യുന്നത്.
ഓക്കെ, അതിൽ പ്രധാനപ്പെട്ട മഹാകാവ്യങ്ങൾ ഇനീഷ്യലി വരുന്നത് സംസ്കൃതത്തിൽ നിന്നാണ്. ഈ 2 മഹാകാവ്യങ്ങൾ എഴുതിയിട്ടുള്ളത് കാളിദാസനാണെന്ന് മാത്രം ഓർത്താൽ മതി. ഓക്കെ, ഏതൊക്കെയായിരുന്നു? രഘുവംശവും കുമാരസംഭവവും രണ്ടും എഴുതിയിട്ടുള്ളത് കാളിദാസനാണ്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുള്ള ഭാരവിയുടെ കീർത്തനാർജുനീയം ഒരു മഹാകാവ്യമാണെന്ന് ഓർത്തിരിക്കുക. ഇത് രണ്ടും നിങ്ങൾ ഓർത്തിരിക്കണമെന്ന് ഞാൻ പറയില്ല, പക്ഷേ ഇദ്ദേഹത്തിന്റെ പേര് നിങ്ങൾ ഓർത്തിരുന്നത് നന്നായിരിക്കും. ശ്രീഹർഷ എന്ന് പറയും. ശ്രീഹർഷൻ എന്നാണ് പറയാ. ശ്രീഹർഷൻ എന്ന് പറഞ്ഞാൽ ഹർഷവർദ്ധൻ അല്ല. ഓക്കെ, ശ്രീഹർഷ എന്ന് പറയുന്നത് നൈഷധീയൻ ചരിതം എഴുതിയിട്ടുള്ള ഒരാളാണ്. പക്ഷേ അതൊന്നും നിങ്ങളോട് പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഇദ്ദേഹം ഒരു റൈറ്റർ ആണെന്നുള്ള പേര് മാത്രം ഓർത്താൽ മതി. 12ാം നൂറ്റാണ്ടിലാണ് ഇദ്ദേഹം വരുന്നത്. ലേറ്റർ സ്റ്റേജിലാണ്. ഈ സംസ്കൃതത്തിലെ മഹാകാവ്യങ്ങൾ ഒന്ന് എഴുതിയത് ഇദ്ദേഹമാണെന്ന് അറിയാൻ വേണ്ടി മാത്രം കൊടുത്തതേ ഉള്ളൂ. ഡൺ. ഓക്കെ, ക്ലിയർ. ഓക്കെ, ഈ നീതിസാരവും വാത്സ്യായനന്റെ ഭാഗങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. ഓക്കെ, ആ ഭാഗം നിങ്ങൾക്ക് ഓൾറെഡി ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ഭാഗം എന്ന് പറയുന്നത് ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ ആണ്. ഓക്കെ, കണ്ടിന്യൂ ചെയ്തോട്ടെ, കുഴപ്പമില്ലല്ലോ. ബോറടിക്കുന്നോ? എനിവൺ? ഓക്കെ, നമുക്ക് പെട്ടെന്ന് തീർക്കാം. ഓക്കെ, അതിനകത്ത് ആർട്ട് ആൻഡ് ആർക്കിടെക്ചറിലേക്ക് വരുന്ന സമയത്ത് ശരിക്കും പറയുകയാണെങ്കിൽ ഗുപ്താസിന്റെ കാലഘട്ടത്തിലാണ് ആർക്കിടെക്ചറിൽ അങ്ങ് സ്ഥിരത്തിലെത്തുന്നത്. നമ്മൾ നേരത്തെ പഠിച്ച നമ്മളിനി പഠിക്കാൻ പോകുന്നത് ആർക്കിടെക്ചറിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന നഗര സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ ഉണ്ട്. നിങ്ങൾ അത് കേട്ടിട്ടുണ്ടാവും. പല NCERT വായിക്കുന്ന സമയത്ത് നഗര സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ നഗര സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ ശരിക്കും ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഗുപ്താസിന്റെ കാലഘട്ടത്തിലാണ്. ഒരു ഫൈൻഡ് ആയിട്ടുള്ള ഒരു നഗര കൈൻഡ് ഓഫ് ആർക്കിടെക്ചർ വരുന്ന ഇവരുടെ കാലഘട്ടത്തിലാണ്. നിങ്ങൾ പഠിച്ചിട്ടുള്ള അജന്ത കേവ്സിലെ മഹാരാഷ്ട്രയില്. ഓക്കെ, ഈ അജന്ത കേവ്സില് ശരിക്കും പറയുകയാണെങ്കിൽ 28 കേവുകളില് അതില് 23 കേവുകളും വകടക പീരീഡിലും ബാക്കിയുള്ള കേവുകൾ ശതവാഹന പീരീഡിലുമാണ്. അപ്പൊ ഇവരെ രണ്ടുപേരുടെയും കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഈ വകടക ഡൈനാസ്റ്റിന്റെ കോൺട്രിബ്യൂഷനിൽ ഗുപ്താസിന്റെ കോൺട്രിബ്യൂഷൻസും ഉണ്ട്. ഓക്കെ, ബിക്കോസ് ദേ ആർ കണ്ടംപററീസ്. അപ്പോൾ ഗുപ്താസിന്റെ കോൺട്രിബ്യൂഷൻ എന്ത് കിടക്കുന്നുണ്ട്? അജന്ത കേവ്സിൽ കിടക്കുന്നുണ്ടെന്ന് ആലോചിക്കുക. പക്ഷേ അജന്ത കേവ്സിൽ ഈ പറഞ്ഞ പോലെ തന്നെ ജാതക സ്റ്റോറീസിലും ഫ്രെസ്കോ പെയിന്റിങ്സ് ഒക്കെ അല്ലേ, പെയിന്റിങ്ങിന്റെ മുകളിൽ പെയിന്റിങ് വരയ്ക്കുന്ന ട്രെൻഡിക്കുന്ന ഫ്രെസ്കോ ടെക്നിക് എന്ന് പറയുന്നത്. ആ ഒരു പെയിന്റിങ് അല്ലാതെ ശരിക്കും പറഞ്ഞാൽ അവരുടെ ഫോക്കസിങ് എന്ന് പറയുന്നത് ബാഗ് കേവ്സിലാണ്. ഈ ബാഗ് കേവ്സ് കംപ്ലീറ്റ്ലി പണിയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഗുപ്താസിന്റെ കാലഘട്ടത്തിലാണ്. ബുദ്ധിസ്റ്റ് ആർട്ടുകൾ ഏറ്റവും കൂടുതൽ കാണുന്ന സമയവും ഈ പറയുന്ന ബാഗ് കേവ്സിന്റെ സ്ഥലത്താണ്. അത്രയും ഇമ്പോർട്ടന്റ് ആണ് ബാഗ് കേവ് എന്ന് പറയുന്നത് ഗോളിയാർ റീജിയൻ. ഓക്കെ, സോ ഞാൻ നേരത്തെ പറഞ്ഞു നഗരാസ് ആർക്കിടെക്ചർ വന്നത് ഇവരുടെ കാലഘട്ടത്തിലാണെന്ന് പറഞ്ഞു. യൂഷ്വലി അവരെന്താണ് ബ്രിക്സും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് വന്നിരുന്നു. കേവ് ആർക്കിടെക്ചറിൽ നിന്ന് ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുന്നത് എന്താണ്? നോർത്ത് ഇന്ത്യയിലെ ടൈം ഓഫ് ഗുപ്ത ഡൈനാസ്റ്റി. ഓക്കെ, സോ കേവ് ആർക്കിടെക്ചർ ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നു. അതിൽ ബാഗ് കേവ്സ് പറഞ്ഞു. രണ്ടാമത്തെ കേവ് എന്ന് പറയുന്നത് കേവ് അറ്റ് ഉദയഗിരി, വിദിഷ കേവ്സ് എന്ന് പറയും. ഓക്കെ, സോ ഉദയഗിരി കേവ്സിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ അതിനകത്ത് ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഏകദേശം 20ഓളം കേവുകൾ ഉണ്ട്. മധ്യപ്രദേശിലാണ് ഇത് വരുന്നത്. ഹിന്ദുസും ജൈനിസത്തിനും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളതാണ് ഈ പറഞ്ഞ ഉദയഗിരി കേവ് എന്ന് പറയുന്നത്. ഉദയഗിരി ഖണ്ഡഗിരി കേവ് അല്ല, ഉദയഗിരി കേവ് ആണ്. ഉദയഗിരി ഖണ്ഡഗിരി കേവ് എവിടെയാണ്? ഒഡീഷയിലാണ്. അത് ജൈനിസമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇത് ഉദയഗിരി കേവ് എന്ന് പറയുന്നത് ഹിന്ദുയിസവും ജൈനിസവും കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു കേവാണ്. ഓക്കെ, ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം ഇത് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് നിങ്ങൾ തലക്കാലത്തേക്ക് ഓർക്കണ്ട. ഉദയഗിരി കേവ്സിൽ അഡീഷണലി പഠിക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒരു സാധനമേ ചോദിക്കാൻ സാധ്യതയുള്ളൂ. ദാറ്റ് ഈസ് നോൺ ആസ് വൈഷ്ണവിസം, ശക്തിയിസം ആൻഡ് ശൈവിസം. മൂന്നും ഇവിടെ ഹിന്ദുയിസത്തിൽ കണക്ട് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, അത്രമാത്രം ഓർത്താൽ മതി. അത്ര ഡീറ്റെയിലിംഗിലേക്ക് നിങ്ങൾ പോകണ്ട. പിന്നെ വരാഹ ഫിഗർ സ്വാഭാവികമായിട്ട് ഉണ്ടാവും എന്നുള്ള ഒരു കോമൺ സെൻസ് നിങ്ങൾക്ക് വെച്ചാൽ കിട്ടും. ഓക്കെ, അത്ര മാത്രമേ ഇതിനകത്ത് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യമുള്ളൂ. ഒരുപാട് ഡീറ്റെയിലിംഗിലേക്ക് പോകണ്ട. ഞാനിവിടെ കണ്ടന്റ് കൊടുത്തിട്ടുണ്ട്, പഠിക്കേണ്ട കാര്യം മാത്രമേ ഞാനിവിടെ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അടുത്തൊരു കേവ് എന്ന് പറയുന്നത് എലിഫന്റ കേവ്സ് ആണ്. എലിഫന്റ കേവ്സ് എവിടെയാണ്? ഇനി ഐഡിയ? എലിഫന്റ കേവ്സ് ഇസ് റിലേറ്റഡ് ടു ശൈവിസം. ഓക്കെ, ശിവനെയായിട്ട് ബന്ധപ്പെട്ടാണ് എലിഫന്റ കേവ്സ് വരുന്നത്. മുംബൈ കോസ്റ്റിലാണ് ശരിക്കും വരുന്നത്. നിങ്ങൾക്ക് ടൂറൊക്കെ പോകുന്ന സമയത്ത് ചിലപ്പോൾ അവിടെ കണക്ട് ചെയ്യും. അതായത് IAS ടൂർ പോയില്ലേ നിങ്ങൾ, ആ സമയത്ത് നിങ്ങൾക്ക് ഇത് ഈ പറഞ്ഞ പോലെ എലിഫന്റ കേവ്സ് കാണാൻ എപ്പോഴും പോകാറുണ്ട് എല്ലാവരും. വളരെ ഫേമസ് ആയിട്ടുള്ളതാണ്. റോക്കറ്റ് കേവ് സ്ട്രക്ചർ ആണ് വരുന്നത്. അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടുത്തെ റോക്ക് എന്ന് പറയുന്നത് ബസാൾട്ട് കൈൻഡ് ഓഫ് റോക്സ്. ബസാൾട്ട് കൈൻഡ് ഓഫ് റോക്സ് കേവ്സ് വളരെ കുറവാണ്. അത് എലിഫന്റ കേവ്സിൽ അതുണ്ട്. ഓക്കെ, സോ എന്താണ് പ്രത്യേകത എന്ന് പറയുന്നത് വെച്ചാൽ ബസാൾട്ട് കൈൻഡ് ഓഫ് റോക്സ് വെച്ചിട്ട് നമുക്ക് ഈസിലി എന്ത് ചെയ്യാൻ സാധിക്കും? ഈ പറഞ്ഞ സ്കൾപ്ചേഴ്സ് ഉണ്ടാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പല കൈൻഡ് ഓഫ് സ്കൾപ്ചേഴ്സും അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, 3 മൂർത്തി, ത്രിമൂർത്തി നമ്മൾ പറയാറില്ലേ?
കൈൻഡ് ഓഫ് സ്ട്രക്ചർ അവിടെ കാണുന്നുണ്ട്. അതേപോലെ തന്നെ മഹേശ്വരമൂർത്തി സ്ട്രക്ചേഴ്സ് കാണുന്നുണ്ട്. പഞ്ചമുഖ ശിവന്റെ സ്ട്രക്ചർ കാണുന്നുണ്ട്. ഓക്കെ, അർദ്ധനാരീശ്വര കോൺസെപ്റ്റ് അവിടെ കാണുന്നുണ്ട്. അർദ്ധനാരീശ്വരം വെച്ചാൽ ശിവനും പാർവതിയും ഉള്ള കോൺസെപ്റ്റ് അർദ്ധനാരീശ്വര കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. നടരാജ ഡാൻസിങ് ഫിഗേഴ്സ് അവിടെ കാണുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ളത് രാവണ ഷേക്കിംഗ് കൈലാസ. ഓക്കെ, അതൊരു സ്റ്റോറിയാണ് ശരിക്കും പറഞ്ഞാൽ, അത് അവിടെ ഡിപ്പിക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, രാവണൻ എന്ന് പറയുന്നത് ശിവന്റെ ശിഷ്യനാണ് ശരിക്കും പറയുകയാണെങ്കിൽ. ഓക്കെ, ഒരിക്കലും ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യും, ശിഷ്യൻ ആശാനെ കാണാൻ വരും കൈലാസത്തിൽ. ഓക്കെ, പക്ഷെ എന്ത് സംഭവിക്കും, ആ സമയത്ത് ശിവൻ എന്തായിരിക്കും പാർവതിയോട് സംസാരിച്ചുകൊണ്ടിരിക്കും. ഭയങ്കര തിരക്കില്ല പുള്ളി, സംസാരിക്കുകയാണ്, ലൈഫിന്റെ ഫ്യൂച്ചറിന്റെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട്. ആ സമയത്ത് അത് കുറെ നേരം വെയിറ്റ് ചെയ്യും ആര്, രാവണൻ അങ്ങ് ദേഷ്യം വരും. രാവണൻ ഭയങ്കര പവർഫുൾ ആണല്ലോ. രാവണൻ എന്ത് ചെയ്യും, കൈലാസം അങ്ങ് പിടിച്ചിളക്കും. ഓക്കെ, അപ്പൊ പാർവതി പറയുന്നുണ്ട്, നിങ്ങൾ പോയി നോക്കും, കല്ല ഇയാളോട് പിടിച്ചിട്ട് നശിപ്പിക്കും, നിങ്ങൾ പോയി എന്താ കാര്യം അന്വേഷിക്കുന്നു പറയും. ഓക്കെ, ദാറ്റ് കൈൻഡ് ഓഫ് സിസ്റ്റം ആണ് രാവണ ഷേക്കിംഗ് കൈലാസ. ഓക്കെ, അതായത് രാവണൻ കൈലാസം ഇളക്കിയിട്ട് ശിവനെ വിളിക്കുന്നതാണ്. ആ ഒരു ഫിഗർ അവിടെ ഡിപ്പിക്ട് ചെയ്തിട്ടുണ്ട്. ഇതും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിനകത്ത് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ എലിഫന്റ് കേവ്സ് ഉള്ളത് ഒന്ന് ശിവ എന്നുള്ള ഭാഗം, അത് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റുമല്ലോ. എലിഫന്റ് കേവ്സിൽ മുംബൈയിലാണെന്നുള്ളത് ഓർത്തിരിക്കുക, മഹാരാഷ്ട്ര റീജിയൻ, അതും നിങ്ങൾക്ക് ഓർത്തിരിക്കേണ്ടതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് കേവ് ആർക്കിടെക്ചറിൽ. അടുത്തത് രാവണ ഷേക്കിംഗ് കൈലാസം എന്ന് പറയുന്നത് അവിടെ കാണുന്നുണ്ട്. അർദ്ധനാരീശ്വര ഒട്ടുമിക്ക അമ്പലങ്ങളിലും കാണും, അതുകൊണ്ട് തന്നെ ഇവിടെയുണ്ട്. ഇത്രമാത്രം ഓർത്താൽ മതി, അതിന്റെ ഡീറ്റെയിലേക്ക് നിങ്ങൾ പോകണ്ട. ഓക്കെ, ബാക്കി കേസ് ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നു നിങ്ങൾക്ക് എന്താണെന്നുള്ളത്. ക്ലിയർ ആണോ? ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് ആർക്കിടെക്ചേഴ്സ് ഓഫ് ദി ഗുപ്ത ഡൈനാസ്റ്റി. Done? Any confusion? The last portion is science and technology in the Gupta dynasty. ഓക്കെ, എനിക്കറിയാത്ത കുറച്ച് വലിയ പോർഷൻ ആണെന്നുള്ളത്, പക്ഷേ ഈ ഓരോ പാർട്ടിൽ നിന്നെടുത്ത് ചോദിക്കുന്നത് കൊണ്ടാണ് ഞാൻ അത്രയും ഭാഗത്തേക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത്. ഓക്കെ, സയൻസ് ആൻഡ് ടെക്നോളജിയിലേക്ക് വരുന്ന സമയത്ത് ഓർത്തിരിക്കേണ്ട ഒരു ഭാഗം എന്ന് പറയുന്നത്, ഈ കാലഘട്ടത്തിലാണ് ശരിക്കും പറയുകയാണെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജിക്ക് സ്റ്റാർട്ടിങ് കോൺട്രിബ്യൂഷൻസ് വരുന്നത്. ഓക്കെ, ഈ പറഞ്ഞ പോലെ പൈതഗോറസ് തിയറം നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല. പൈതഗോറസ് തിയറം ബോധ്യായനാണ് ശരിക്കും പറഞ്ഞാൽ പൈതഗോറസ് തിയറം 600 BC ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഉണ്ട് എന്ന് പോലും കണ്ടെത്തുന്നത്. ഫസ്റ്റ് UPSC ക്വസ്റ്റ്യൻ, ബോധ്യായന പൈതഗോറസ് തിയറം. പൈതഗോറസ് തിയറം എന്താ അറിയാലോ, കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? A+B C A² + B² = C². ഓക്കെ, തിലകൻ ചോദിക്കുന്ന ഒരു ചോദ്യമല്ലേ, അത് തന്നെ. ഓക്കെ, അതിനകത്തുനിന്നാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. ഡൺ. ഓക്കെ, അടുത്തത് ആര്യഭട്ട. ആര്യഭട്ടയാണ് എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് ഡിസ്കവറിംഗ് ദി എർത്ത് റൊട്ടേറ്റ് ഇറ്റ്സ് ഓൺ ആക്സിസ്. എർത്ത് സ്വന്തം ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ആദ്യം കണ്ടുപിടിച്ച അദ്ദേഹമാണ്. നിങ്ങൾ അദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്ത കാര്യം ഓർക്കണം, എക്സ്ട്രീംലി ആക്യുറേറ്റ് എസ്റ്റിമേറ്റ് ലെങ്ത് ഓഫ് ദി ഇയർ 365.258. അത്രയും ആക്യുറസിയിലാണ് എന്ത് ചെയ്യുന്നത് പുള്ളി ആ കാലഘട്ടത്തിൽ ഒരു ടോട്ടൽ ഇയർ കണ്ടുപിടിച്ചത്. പക്ഷെ നിങ്ങൾ ആലോചിക്കുക, ഇപ്പൊ നമ്മൾ ഇതുപോലെ ഇത്രയും ഇല്ല, നമുക്ക് ഉണ്ടോ? നമ്മൾ എന്താ പറയാ, 365 366 എന്നല്ലേ പറയാറുള്ളത് നമ്മൾ, അല്ലേ? ലീപ്പ് ഇയർ വരുമ്പോൾ നമ്മൾ 366 എന്ന് പറയും. അപ്പൊ അത്രയും ആക്യുറസിയിൽ പുള്ളി കണ്ടുപിടിച്ച കാര്യങ്ങൾ നിങ്ങൾ ഓർക്കണം, ബുക്കിൽ പുള്ളിയുടെ ബുക്കുകളിൽ ഉള്ളതാണ്. ഓക്കെ, അതേപോലെ തന്നെ ട്രിഗ്നോമെട്രിക് റേഷ്യോ, സൈൻ, ആംഗിൾസ്, ഓക്കെ, 0 to 90 ഡിഗ്രി കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. പുള്ളിയാണ് ഫസ്റ്റ് ഇൻവെന്റഡ് സീറോ റെക്കമെൻഡഡ് യൂസ് ഓഫ് ദി ഡെസിമൽ സിസ്റ്റം പറയുന്നത്. ഓക്കെ, പുള്ളിയുടെ ശിഷ്യനായിട്ടുള്ള ഒരാളുണ്ട്, ലതദേവ എന്ന് പറയും. പുള്ളിയാണ് എന്ത് ചെയ്യുന്നത്, സൂര്യ സിദ്ധാന്ത എന്ന് പറയുന്ന ഒരു ബുക്ക് എഴുതുന്നത്. ഓക്കെ, ഈ ഒരു കാര്യം അൽബറൂണി അദ്ദേഹത്തിന്റെ ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. സൂര്യ സിദ്ധാന്തം എന്ന് പറഞ്ഞൊരു ബുക്ക് എഴുതിയിട്ടുള്ളത് ഈ പറയുന്ന ആര്യഭട്ടയുടെ ശിഷ്യനായിട്ടുള്ള ലതദേവയാണെന്ന് അൽബറൂണി സ്പെസിഫിക്കലി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരു പോസിബിലിറ്റി കൂടി സാധ്യതയുണ്ട്. ബിക്കോസ് ഇസ് എ ട്രാവലർ വിൽ ബിക്കം നോട്ടിംഗ് ദാറ്റ് പർട്ടിക്കുലർ തിങ്. അതുകൊണ്ട് ഇതിന്റെ ഒരു സാധ്യത കൂടുതലാണ്, പോസിബിലിറ്റീസ്. ഓക്കെ, സൂര്യ സിദ്ധാന്തം ഞാൻ പറഞ്ഞു. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അതിനകത്ത് സൈനിന്റെ വാല്യൂ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യം കൂടി പറയുന്നുണ്ട്. ഓക്കെ ആണല്ലോ? ആര്യഭട്ട ഇസ് ക്ലിയർ. നാളെ സയൻസ് ആൻഡ് ടെക്നോളജി മെയിൻസിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ ഇതിനകത്തുനിന്ന്. ഓക്കെ, അടുത്തത് വരാഹമിഹിര. വരാഹമിഹിരനെ കുറിച്ച് ഞാൻ കഥ പറഞ്ഞത് ഓർമ്മയില്ലേ ക്ലാസ്സിലെ, കഴിഞ്ഞ ക്ലാസ്സിൽ? അദ്ദേഹത്തിന്റെ 2 പ്രധാനപ്പെട്ട ബുക്കുകളാണ്. ഒന്ന് പഞ്ച സിദ്ധാന്തിക. ഓക്കെ, സ്വാഭാവികമായിട്ട് ചോദിക്കാം, പഞ്ചെന്ന് പറഞ്ഞാൽ 5 അസ്ട്രോണമിക്കൽ സ്കൂൾസുകളെ കുറിച്ച് അദ്ദേഹം സ്പെസിഫിക്കലി മെൻഷൻ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ് ബൃഹദ സംഹിത, എൻസൈക്ലോപീഡിയ ആണ് ഈ പറഞ്ഞ പോലെ, എക്സ്പെഷ്യലി എന്തിനെ കുറിച്ചിട്ട്, ആസ്ട്രോണമിക്കലിനെ കുറിച്ചിട്ട്. ഓക്കെ, ഒരു അസ്ട്രോളജർ ആണെന്ന് ഓർത്തിരിക്കുക. ഇദ്ദേഹത്തിന്റെ 2 പ്രധാനപ്പെട്ട ബുക്കുകൾ ഓർത്തിരിക്കുക. അടുത്തത് ബ്രഹ്മഗുപ്തയാണ്. സ്പെസിഫിക്കലി ഈസ് എൻ അസ്ട്രോണമർ, ഓൾസോ എ മാത്തമാറ്റീഷ്യൻ. ഒരു മാത്തമാറ്റീഷ്യന് മാത്രമേ അസ്ട്രോളജർ ആകാൻ പറ്റുന്ന തിയറി നിങ്ങൾ അറിഞ്ഞേക്കുക. ഓക്കെ, അതുകൊണ്ട് തന്നെ രണ്ടും ഒരു കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, പുള്ളിയാണ് എന്ത് ചെയ്യുന്നത്, ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പുള്ളിയുടെ ബുക്കിൽ സ്പെസിഫിക്കലി മെൻഷൻ ചെയ്യുന്നത്. ബുക്ക് നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ബ്രഹ്മ സുപ്ത സിദ്ധാന്തക എന്നാണ് അതിന്റെ പേര്. ഓക്കെ, ബ്രഹ്മഗുപ്ത, ബ്രഹ്മ എന്ന് ഓർത്താൽ മതി. അത് ഓർക്കാൻ പറ്റുമല്ലോ.
UPSC നിങ്ങളുടെ പേരൊന്നും എടുത്ത് ചോദിക്കത്തില്ലല്ലോ. ഓക്കെ, മെയിൻസിന് ചോദിക്കാൻ നിങ്ങൾ ഡയറക്ട്ലി പുള്ളി ലോ ഓഫ് ഗ്രാവിറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടൊന്ന് എഴുതിയാൽ മതി, വേറെ ഒന്നും നിങ്ങൾ എഴുതണ്ട. നിങ്ങൾ അദ്ദേഹത്തിന്റെ പേര് എഴുതി തന്നെ നിങ്ങൾക്ക് മാർക്ക് വരും. ഓക്കെ, അത് അപ്പുറത്തേക്കൊന്നും വരാൻ പോകുന്നില്ല. ഓക്കെ, സോ പക്ഷേ പ്രിലിംസിന് ചിലപ്പോൾ പേരെടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അത് മാത്രം അറിഞ്ഞു വെക്കുക. അടുത്തൊരാള് മഹാവീര എന്ന് പറയുന്ന ഒരാളാണ്. ശരിക്കും പറഞ്ഞാൽ മഹാവീര ഇതുമായിട്ട് കണക്ട് ചെയ്ത് വന്നതാണ്. അദ്ദേഹം ഗുപ്ത ഡൈനാസ്റ്റിയിലുള്ള ആളല്ല, ലേറ്റസ്റ്റ് സ്റ്റേജിൽ 9th സെഞ്ചുറിയിൽ വന്നിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം അമോഘ വർഷന്റെ കോർട്ട് പോയിന്റ് ആയിരുന്നു. സോ കോർട്ടിലെ ഒരു ഈ പറഞ്ഞ പോലെ ഒരു മാത്തമാറ്റീഷ്യൻ ആയിരുന്നു അദ്ദേഹം. ഓക്കെ, അങ്ങനെ ഒരാളുണ്ടെന്ന് മാത്രം ഓർത്താൽ മതി. അദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്, ഗണിത സാര സംഗ്രഹ എന്ന് പറയുന്നൊരു ബുക്ക് എഴുതുന്നത്. ഓക്കെ, ഗണിത സാര സംഗ്രഹ ഓർക്കാൻ വേണ്ടി എഴുതിയെന്ന് മാത്രം. ഓക്കെ, അദ്ദേഹത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, ബിക്കോസ് മാത്തമാറ്റീഷ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഭാഗം. അതേപോലെ തന്നെയാണ് ഭാസ്കരാചാര്യ, ഇന്ത്യൻ മാത്തമാറ്റീഷ്യൻ ആണ്, അസ്ട്രോണമർ ആണ്. സിദ്ധാന്ത ശിരോമണി എന്ന് പറയുന്ന ബുക്കും അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ എഴുതിയതാണ്. അദ്ദേഹം ഈ സിദ്ധാന്ത ശിരോമണി എന്ന് പറഞ്ഞ ബുക്കിനെ 4 ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിലൊരു പാർട്ടാണ് ലീലാവതി എന്ന് പറയുന്ന ഒരു പാർട്ട്. നിങ്ങളോട് ലീലാവതിയെ കുറിച്ച് ചോദിക്കാറില്ലേ, ലീലാവതി ഈസ് റിലേറ്റഡ് ടു വിച്ച് ഓഫ് ദി ഫോളോയിങ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എപ്പോഴും ടെസ്റ്റ് സീരീസിനൊക്കെ കാണാൻ സാധിക്കും. ടെസ്റ്റ് സീരീസിന്റെ മെയിൻ ക്വസ്റ്റ്യൻ അതാണ്. ഓക്കെ, ആ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്. ഈ സിദ്ധാന്ത ശിരോമണിയുടെ ഒരു ചാപ്റ്റർ മാത്രമാണ്. ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഗോലാധ്യായ ഇതൊക്കെ നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കാം. ഇതൊക്കെ ചാപ്റ്റർ ആണ് മാത്സിലെ. ഈ അരിതമാറ്റിക്, അൽജിബ്ര, ഓക്കെ, പ്ലാനറ്റ് സ്ഫിയർ, ഇതിനെ കുറിച്ചൊക്കെ പറയുന്ന കാര്യങ്ങളാണ് ഇത്. ഓക്കെ, ഈ സിദ്ധാന്ത ശിരോമണി, ഭാസ്കരാചാര്യ അല്ലെങ്കിൽ ഭാസ്കര 2 ഒന്നും പഠിക്കണ്ട. ഓക്കെ, പിന്നെ വരുന്ന 1-2 ആൾക്കാർ ശരിക്കും പറയുകയാണെങ്കിൽ എന്താ പറയാ, മാത്തമാറ്റീഷ്യൻസ് അല്ല, സയൻസ് ആൻഡ് ടെക്നോളജി നിങ്ങൾക്ക് പറയാൻ പറ്റുമെന്ന് വെച്ചാൽ ദേ ആർ കണക്റ്റഡ് വിത്ത് സയൻസ്. ഓക്കെ, അതിലൊരാളാണ് വാഗഭട്ട എന്ന് പറയുന്നത്. ചരകയില്ലേ, ചരക സംഹിതയിലെ അദ്ദേഹത്തിന്റെ ശിഷ്യനാണ്. ആയുർവേദിക് സിസ്റ്റത്തിനെ കുറിച്ചിട്ട് ബുക്ക് എഴുതിയിട്ടുള്ള ആളാണ് വാഗഭട്ട എന്ന് പറയുന്നത്. വളരെ ഫേമസ് ആയിട്ടുള്ള ആളാണ്. അഷ്ടാംഗ ഹൃദയം, ഹാർട്ട് ഓഫ് മെഡിസിൻ കേട്ടിട്ടുണ്ടല്ലോ, അഷ്ടാംഗ ഹൃദയം അത് എഴുതിയത് അദ്ദേഹമാണ്. ഓക്കെ, അത് നമ്മൾ കേട്ടിട്ടുണ്ടോ? നിങ്ങളിപ്പോ ആയുർവേദമൊക്കെ പഠിക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കേട്ടിട്ടുണ്ടോ, അഷ്ടാംഗ ഹൃദയം എന്നൊക്കെ പറഞ്ഞിട്ട്. അതേപോലെ തന്നെ കശ്യപ ആയുർവേദിക് മെഡിസിനായിട്ട് ബന്ധപ്പെട്ട ആളാണ്. എക്സ്പെഷ്യലി പുള്ളി ഫോക്കസ് ചെയ്യുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് കുട്ടികൾക്കും വുമൺസിനുമാണ്. അതേപോലെ തന്നെയാണ് പാലകാഭ്യ, മഹർഷി പാലകാഭ്യ. ഇപ്പോഴും അന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്തും എലിഫൻസിനെ കുറിച്ചിട്ട്, എലിഫൻസിന്റെ അസുഖങ്ങളെ കുറിച്ചിട്ടും കിട്ടുന്ന ഒരേ ഒരു ബുക്ക് ഈ പറഞ്ഞ പാലകാഭ്യാണ്. ഓൺലി 1 ബുക്ക്. ഇപ്പോഴും ആളുകൾ യൂസ് ചെയ്യുന്നത് പാലകാഭ്യാണ്. പാലകാഭ്യ എന്ന് പറയുന്ന ബുക്കാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്കറിയാം സുശ്രുത, പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യം സുശ്രുതനെ കുറിച്ചിട്ട്, ഫാദർ ഓഫ് പ്ലാസ്റ്റിക് സർജറി. ഓക്കെ, അദ്ദേഹം പല കൈൻഡ് ഓഫ് സർജറി ചെയ്തിട്ടുണ്ട്, കണ്ണിനും മൂക്കിനും ഒക്കെ ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ വൺ ഓഫ് ദി ഫേമസ് ആണെന്ന് പറയുന്നത് റൈനോപ്ലാസ്റ്റി ആണ്. എന്താ റൈനോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ, ഇപ്പൊ സിനിമാ നടന്മാരും ചെയ്യുന്ന ഒരു പരിപാടിയില്ലേ, നോസ് മാറ്റുക, അതിന് ഷേപ്പ് ആക്കുക, ആ ഒരു പരിപാടി. ഓക്കെ, ദാറ്റ് ഇസ് നോട്ട് ആസ് റൈനോപ്ലാസ്റ്റി എന്ന് പറയും ഈ ഒരു ആക്ടിവിറ്റി ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു ആക്ടിവിറ്റി ചെയ്തിട്ടാണ് മോഹൻലാലിന് ഇപ്പൊ പണ്ട് പണി കിട്ടിപ്പോയത്. മറ്റേ ഒടിയൻ സിനിമയിൽ മോഹൻലാൽ ഫേസ് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല സിനിമയ്ക്ക് വേണ്ടിയിട്ട്. ഓക്കെ, സുശ്രുതനൊക്കെ തിരിച്ച് അതേപോലെ ആക്കി കൊടുക്കായിരുന്നു, പുള്ളിക്ക് നന്നായിരിക്കും ചിലപ്പോൾ. ഓക്കെ, അതേപോലത്തെ ടെൻഡൻസികൾ റൈനോപ്ലാസ്റ്റി ഒക്കെ വന്നിട്ടുള്ളത് ഈ കാലഘട്ടത്തിലാണ് നമ്മളിലേക്ക്. അതേപോലെ തന്നെ ധന്വന്തരി അറിയാം, നവരത്നയിലുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ ബുക്കാണ് രോഗനിധാൻ അല്ലെങ്കിൽ വൈദ്യ ചിന്താമണി എന്ന് പറയും. പെട്ടെന്ന് കിട്ടും നിങ്ങൾക്ക് രോഗം, വൈദ്യ ചിന്താമണി, ധന്വന്തരി. ഓക്കെ, ദീസ് ആർ ദി ഡിഫറെന്റ് കൈൻഡ് ഓഫ് ബുക്സ്. ഇതാണ് എൻ്റയർ ഗുപ്ത ഡൈനാസ്റ്റി. ഓക്കെ, ക്ലിയർ? ഇതിനപ്പുറത്ത് നിന്ന് ഗുപ്ത ഡൈനാസ്റ്റിയുടെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയില്ല. ഈ ഒരു ബുക്ക് ഞാൻ ഷെയർ ചെയ്യാം. ഇത് സ്ലൈഡിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാത്തതാണ്, ഞാൻ ആർട്ട് ആൻഡ് കൾച്ചർ കൂടി ഇതിനകത്ത് ചെയ്തതാണ്. ഒന്ന് ഈ നോട്ട് ഞാൻ ഷെയർ ചെയ്യാം. നോട്ടിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, ഇൻക്ലൂഡിങ് ആർട്ട് ആൻഡ് കൾച്ചർ. സ്ലൈഡിൽ ഞാൻ ആർട്ട് ആൻഡ് കൾച്ചറിന്റെ പോർഷൻ ആഡ് ചെയ്തിട്ടില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് അത് നോട്ടിൽ നിന്ന് തന്നെ എടുത്തത്. ക്ലിയർ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചോ. നമുക്ക് ക്വസ്റ്റ്യൻസ് ഫാസ്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് പോകാം, എന്നിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. കുറെയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ക്ലിയർ ആണോ എല്ലാവരും? കീർത്തന, അനഘ, അലീഷ, ഋഷ്യ, ജലീന, ശ്വേത, ഞാൻ കാണുന്ന ആൾക്കാരെ പേര് വിളിക്കുന്നതാണ്. എനിക്ക് പെട്ടെന്ന് സ്ക്രീൻ കാണാൻ പറ്റുന്ന ആൾക്കാരെ പേര് മാത്രമേ ഞാൻ വിളിക്കുന്നത്. ഓക്കെ, ആദ്യത്തേത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വിത്ത് റെഫറൻസ് ടു സ്കോളേഴ്സ്. ആൻസർ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്? ജനറൽ ക്വസ്റ്റ്യൻ. കാളിദാസ് ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ചന്ദ്രഗുപ്ത 2 ബന്ധപ്പെട്ടതല്ലേ? കൺഫ്യൂഷൻ ഉണ്ടോ? ഞാനിപ്പോ പറഞ്ഞ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അമരസിംഹ
അമരകോശം ഇത് ഹർഷവർദ്ധന്റെ കാലഘട്ടത്തിലാണോ? അല്ല. സോ 3 ശരിയും 2 തെറ്റുമാണ്. 2 തെറ്റ് വന്നു കഴിഞ്ഞാൽ തന്നെ ആൻസർ ഇസ് 3. ഓക്കെ, കൺഫ്യൂഷൻ ഉണ്ടോ? പാണിനി 6th and 4th and 6th century BC യിലാണ് പാണിനി വരുന്നത്. ഓക്കെ, കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ, ക്ലിയർ ആണല്ലോ. ഡൺ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഗുപ്ത ഡൈനാസ്റ്റിയിൽ ഖണ്ഡകശില കദുര ചൗൾ. ഇത് ഓൾറെഡി ഗുപ്ത ഡൈനാസ്റ്റിയിൽ മാത്രമല്ല ഹർഷവർദ്ധന്റെ കാലഘട്ടത്തിൽ നമ്മൾ പഠിച്ചതാണല്ലേ. ഏതാണെന്നുള്ളത് 3 എണ്ണം അവിടെ ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? ഞാൻ മുമ്പ് പറഞ്ഞു, എലിമിനേഷൻ ടെക്നിക്കോ ഞാൻ അതിനകത്ത് പറഞ്ഞു തന്നു നിങ്ങൾക്ക്. ക്വാളിഫയേഴ്സ് ആഡ് ചെയ്യും ഇതിനകത്ത്. ക്വാളിഫയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡയറക്ട്ലി അവരെന്ത് ചെയ്യും, നിങ്ങൾക്ക് കാണിച്ചു തരും ആൻസർ ഇതാണെന്ന്. ദാറ്റ് ഇസ് നോട്ട് ആസ് ക്വാളിഫയർ. വായിച്ചു നോക്കിയാൽ മതി. ആദ്യത്തേത് പോർട്ട് ഹാൻഡ്ലിംഗ് ഫോറിൻ ട്രേഡ്. എന്തെങ്കിലും ഉണ്ടോ? സിമ്പിൾ സെന്റൻസസ് അല്ലെ. ക്യാപിറ്റൽ ഓഫ് പവർഫുൾ കിങ്ഡം. പവർഫുൾ ഇസ് എ ക്വാളിഫയർ. ഓക്കെ, പ്ലേസസ് ഓഫ് എക്സിസ്റ്റ് സ്റ്റോൺ ആൻഡ് ആർക്കിടെക്ചർ. എക്സിസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് അർത്ഥം. ഓക്കെ, അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ബുദ്ധിസ്റ്റ്. പവർഫുൾ എന്ന് പറഞ്ഞാലും എക്സിസ്റ്റ് എന്ന് പറഞ്ഞാലും ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ അർത്ഥമാണുള്ളത്, ഇമ്പോർട്ടന്റ് തന്നെ. ഓക്കെ, സോ സിമിലർ കൈൻഡ് ഓഫ് മീനിങ് ഉള്ള ഡിഫറെന്റ് ക്വാളിഫയേഴ്സ് തന്നിട്ട് നിങ്ങൾക്ക് ആൻസർ തരും. ഓക്കെ, ഈ ഒരു ടെൻഡൻസി UPSC സ്ഥിരമായിട്ടുണ്ട്. ആൻസർ വിൽ ബിക്കം എ. ആ എലിമിനേഷൻ ടെക്നിക്ക് മനസ്സിലായോ ഞാൻ എന്താ ഉദ്ദേശിച്ചെന്നുള്ളത്? ഞാൻ മുമ്പ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ക്ലിയർ? ഓക്കെ, അടുത്തത് ടേം കുല്യവാപ്പ ആൻഡ് ദ്രോണ വാപ്പ. ഓക്കെ, എന്താണെന്നാ ചോദിക്കുന്നത്. എന്തായിരിക്കും പെട്ടെന്ന് നിങ്ങൾക്ക് ഇതിനകത്ത് മനസ്സിലാവുന്നത്? ഓക്കെ, ഇവിടെ മറ്റൊരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. സിമിലർ കൈൻഡ് ഓഫ് കീവേഡുകൾ ഉപയോഗിച്ചിട്ട് അതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ആൻസർ വരിക. ഓക്കെ, ഇവിടെ 2 സാധനങ്ങൾ ഒരേ സാധനങ്ങളെ പോലെ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ലാൻഡ് കണ്ടോ? ഓക്കെ, കോയിൻ ഓഫ് ഡിഫറെന്റ് മോണിറ്ററി വാല്യൂ എന്നുള്ളൊരു സാധനം, മോണിറ്ററി എന്ന് പറയുന്ന സാധനമൊക്കെ നിങ്ങൾക്ക് ഹിസ്റ്ററിയിൽ തരുന്നു തോന്നുന്നുണ്ടോ? ആലോചിച്ച് നോക്കിയേ, അങ്ങനെ തരുമോ? ഓക്കെ, അങ്ങനെ വരുന്നൊരു സാധനമാണെങ്കിൽ അത് ഡിഫറെന്റ് മോണിറ്ററി വാല്യൂ അന്നത്തെ കാലത്ത് എന്താണ്? ഞാൻ എലിമിനേഷനാണ് പറഞ്ഞത് കേട്ടോ. ഐഡിയ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ആലോചിക്കേണ്ട ഐഡിയ പറഞ്ഞത്. ഇങ്ങനെ സാധനങ്ങൾ വരുമ്പോൾ ഓക്കെ, കോയിൻസ് ഡിഫറെന്റ് വാല്യൂസ് എന്ന് പറയുമ്പോൾ ഒന്ന് ഗോൾഡ് സിൽവർ അതായിരിക്കില്ല ഉണ്ടാവുക. ഓക്കെ, അതിന് വല്ല പോസിബിലിറ്റി ഉണ്ട് ഈ ടേമിന്? ചാൻസ് കുറവാണ്. റിലീജിയസ് റിച്വൽസ് ആരെയും ഇത് ഇങ്ങനെ പേര് കൊടുക്കുമോ? ഓക്കെ, അപ്പൊ അത് രണ്ടും നിങ്ങൾക്ക് പെട്ടെന്ന് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് അർബൻ ലാൻഡും മെഷർമെന്റ് ഓഫ് ദി ലാൻഡും ആണ്. ഇതിൽ ജനറൽ ആയിട്ടുള്ള സാധനം നിങ്ങൾക്ക് പോകുന്നത് എന്താണ്? അർബൻ ലാൻഡ് സെപ്പറേറ്റ്ലി ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞൊക്കെ പോവോ? അത് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യം എന്താ? എളുപ്പത്തിൽ എന്തെങ്കിലേക്ക് വരുമ്പോൾ ഒരു യൂണിറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന പോലെയാണ് സിമിലാരിറ്റി വന്നിട്ടുണ്ടെങ്കിൽ. ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞില്ലേ, ലാസ്റ്റ് എന്തെങ്കിലും വരുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ടേം വെച്ച് നിങ്ങൾക്ക് പിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ 2 കോമൺ ടേം വരണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും യൂണിറ്റ് അസോസിയേറ്റ് ചെയ്തിട്ടായിരിക്കും. ഒന്നെങ്കിൽ കോയിൻസ് ആയിട്ടുള്ള യൂണിറ്റിന്റെ അസോസിയേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഇതായിരിക്കാം. ഇവിടെ ഞാൻ അത് എടുക്കാത്തത് മോണിറ്ററി വാല്യൂ എന്നുള്ള ടൈറ്റ് സാധനം വന്നതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ഇതിലേക്ക് പോകാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ പോകാം? ഇങ്ങനെയും കണ്ടെത്താം. ഇതൊക്കെ ലാസ്റ്റ് റിസോർട്ടാണ്. ഓക്കെ, ഇങ്ങനെയൊക്കെ ചിലപ്പോൾ ചെയ്യും. ഇതൊക്കെ അവർ പർപ്പസ്ഫുള്ളി ചെയ്യുന്നതല്ല. ഈ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുന്ന ആളുടെ ഒരു മെന്റാലിറ്റി എങ്ങനെയായിരിക്കും, ആൻസർ കാണിക്കാനുള്ള ടെൻഡൻസി അവർ എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അത് അവരുടെ മൈൻഡ് സെറ്റ് അവർ അറിയാതെ വർക്ക് ചെയ്യുന്നതാണ്. അതങ്ങനെ വർക്ക് ചെയ്യും. ഓക്കെ, നമുക്ക് ലാസ്റ്റിലേക്കൊക്കെ കുറച്ച് ഇങ്ങനത്തെ സെഷൻസ് ഡിസ്കസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് എലിമിനേഷൻ പോലെ ഡിസ്കസ് ചെയ്യാം. തൽക്കാലത്തേക്ക് ഞാൻ ആൻസർ ക്വസ്റ്റിലേക്ക് പോകുന്നു, സമയം കളയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ക്യൂ ഞാൻ അയച്ചു തരാം, പേടിക്കണ്ട. 4-മത്തത് ക്ലിയർ ആണല്ലോ, ഡൗട്ട് ഒന്നുമില്ലല്ലോ? കീർത്തന അലിഷ ഫൈൻ. അതെ, ഏതാണ് ആൻസർ വരുന്നത്? നമ്മൾ എപ്പോഴും പഠിക്കുന്ന ഒരു സാധനമാണ് ദേവിചന്ദ്രഗുപ്തം. ആണോ? ദേവിചന്ദ്രഗുപ്തും ബിൽഹാനായിട്ട് വല്ല ബന്ധമുണ്ടോ? നമ്മളിപ്പോ പറഞ്ഞു തന്നു അല്ലേ? അടുത്തത് നിങ്ങൾക്ക് പെട്ടെന്ന് എന്താ? മിലോന്ദപ്പാൻഹ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. നാഗാർജുനയാണോ നാഗസേനയാണോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. എപ്പോഴും ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങളോട് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചിരുന്നു, നാഗാർജുന നാഗസേന മാറിപ്പോരുത്. നാഗസേനയാണ് ഞാൻ ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞ സമയം എന്ന് പറയുന്നത് ഇൻഡോ ഗ്രീക്കൻസിന്റെ സമയത്താണ്. ഓക്കെ, അത് ഞാൻ നാഗാർജുന അല്ല പറഞ്ഞത്, നാഗസേനയാണ് പറഞ്ഞത്. നാഗാർജുന എന്ന് പറയുന്നത് ബുദ്ധിസമായിട്ട് ബന്ധപ്പെട്ട ആളാണ്. ബുദ്ധിസത്തിലെ മാധ്യമക സ്കൂൾ ഓഫ് തോട്ട്സ് ഡെവലപ്പ് ചെയ്ത ആളാണ് നാഗാർജുന എന്ന് പറയുന്നത്. ഇത് രണ്ടും തെറ്റാണ്. ഓക്കെ, സോ ഈ ഒരു 2 സാധനം വന്നു അല്ലേ? നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ
ഇത് ഈ രണ്ട് പേര് ഹമിര മഹാകാവ്യ നീതി വാക്യമൃത. നീതി വാക്യമൃത കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ബുക്ക് വായിച്ചതിലോ NCERT വായിച്ചതിലോ? ക്ലാസ്സിൽ ഞാൻ എന്തായാലും എടുത്തിട്ടില്ല, അതെനിക്കറിയാം. കേട്ടിട്ടുണ്ടോ നിങ്ങൾ എവിടെയെങ്കിലും ഈ സാധനം? വോയിസ് ഞാൻ കട്ടായി പോയോ? എന്റെ വോയിസ് ഇല്ലല്ലോ, കേൾക്കാമല്ലോ അല്ലേ? റെസ്പോണ്ട് ചെയ്യാമോ? ഒരു ഐഡിയ പറയാൻ വേണ്ടിയിട്ടാണ്. കട്ടായി പോരുന്നില്ലല്ലോ, കേട്ടിട്ടില്ല. ഒറ്റ കാര്യം ഞാൻ പറയാം, ഇതേപോലെ കേൾക്കാത്തൊരു ബുക്കിന്റെ പേരോ ഇതുവരെ നിങ്ങൾ പഠിച്ചിട്ട് കേൾക്കാത്ത ഒരു സ്കോളറുടെ പേരോ ആണ് തരുന്നതെങ്കിൽ അത് ശരിയായിരിക്കും. തന്നിരിക്കുന്ന ആൻസർ ശരിയാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ഇത് റൈറ്റ് ആവാനുള്ള പോസിബിലിറ്റി ആണ് 80% ഉള്ളത്. 20% എനിക്കെന്നല്ല ആർക്കും പറയാൻ സാധിക്കില്ല. ഓക്കെ, സോമദേവസൂരി എന്ന് പറയുന്നത് ഒരു ജൈൻ മോങ്കാണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്ക് എന്ന് പറയുന്നത് നീതി വാക്യമൃതം മാത്രമല്ല, ഒരു പ്രത്യേക ബുക്ക് കൂടി ഉണ്ട്, ഉപസാപ ഖണ്ഡ്യായന എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ട്. ഞാനത് കീഴിൽ തരാം നിങ്ങൾക്ക്. അത് നിങ്ങൾ അങ്ങനെ പഠിച്ചൊന്നും വെക്കണ്ട, അങ്ങനെയൊന്നും ചോദിക്കത്തൊന്നുമില്ല. ഞാൻ പെട്ടെന്ന് ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആ ബുക്കിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദിഗംബര എഫക്റ്റ് ഇല്ലേ, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബുക്കാണ്. അതുകൊണ്ടാണ് അത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ചോദിച്ചത്? അന്നത്തെ സമയത്ത് ടഫായിട്ട് ചോദിച്ചു, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷെ ഇങ്ങനത്തെ ഒരു സാധനം വരുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, പേരിൽ നിങ്ങൾക്ക് അറിയാത്തൊരു സാധനമാണ്, നിങ്ങൾക്ക് റൈറ്റ് ആയിട്ട് എടുക്കുന്നത് തെറ്റ് ഞാൻ പറയില്ല. നിങ്ങൾക്ക് റിസ്ക് എടുക്കാം. ഇറ്റ്സ് എ റിസ്ക്, കംപ്ലീറ്റ് റിസ്ക്. 80% ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആണ്. 80% മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ഫുള്ളി ഞാൻ പറഞ്ഞിട്ടില്ല. അതെനിക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, അടുത്തത് ഫോഴ്സ്ഡ് ലേബർ വിഷ്ടി. വാട്ട് ഈസ് ഇറ്റ്? ഗുപ്ത പീരീഡ് എന്ന് പറഞ്ഞു അല്ലെ? വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? ഏതാണ് സാധ്യത? ഓക്കെ, ഇതില് ഏതാണ് ശരി എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ? അപ്പൊ നമ്മൾ വായിക്കുന്ന സമയത്ത് കോമൺ സെൻസ് എടുത്തോ. ദി എൽഡസ്റ്റ് സൺ ഓഫ് ദി ലേബറർ വാസ് സെൻഡ് ടു ദി ഫോഴ്സ്ഡ് ലേബർ എന്ന് പറയാൻ സാധിക്കുമോ ഇല്ലയോ? എൽഡസ്റ്റ് സണ്ണ്, അദ്ദേഹത്തിന് നടക്കാൻ കഴിയില്ല, ഡിസേബിൾഡ് ആണെങ്കിലോ എടുക്കാൻ പറ്റുമോ? ഷുഡ് ബി കറക്റ്റ്, റൈറ്റ്? അതല്ലേ? ഇപ്പൊ ഏതെങ്കിലും ഒരു സ്ഥലത്ത്, ഗുപ്താസ് അത്രയും വലിയ ഡൈനാസ്റ്റി അല്ലേ, അപ്പൊ അതിനകത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇതല്ല ഫോളോ ചെയ്തെങ്കിലോ? രണ്ടാമത്തെ വായിച്ചു നോക്കിയേ. പോസ്റ്റ് ലേബർ ഈസ് എൻടൈറ്റിൽഡ് ടു വീക്ക്ലി വേജസ്. ഡെയിലി വേജസ് കൊടുക്കുന്നുണ്ടെങ്കിലോ എവിടെയെങ്കിലും സ്ഥലത്ത് കൺഫേം ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുമോ? സോ അടുത്ത നോക്കിയേ. ഇറ്റ് വാസ് ടോട്ടലി ആബ്സെന്റ് ഇൻ മധ്യപ്രദേശ് കത്തിയവാർ റീജിയൻ. മധ്യപ്രദേശ് എന്ന് പറയുന്നത് വലിയൊരു സ്ഥലമല്ലേ? കത്തിയവാർ എന്ന് പറയുന്ന സ്ഥലമാണ്. ടോട്ടലി ആബ്സെന്റ് എന്ന് പറയാൻ പറ്റും? എങ്ങനെ അതൊക്കെ ആർക്കത് അറിയാൻ പറ്റുന്നത്? എന്റെ ചോദ്യം ഇതാണ്. ഇത് ഏത് പുസ്തകത്തിൽ നിന്നാണ് ഇവനെ എടുത്ത് കഷ്ടപ്പെട്ട് വായിച്ച് ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്തിട്ടുള്ള ചോദ്യം കിടക്കുന്നത്? സോ ഈ മൂന്നിന് എത്ര പോസിബിലിറ്റി നിങ്ങൾ ആലോചിച്ചാൽ മതി. പോസിബിലിറ്റി വളരെ കുറവാണ്, ഇതിനാണ് പോസിബിലിറ്റി ഉള്ളത്. ബിക്കോസ് പോസിബിലിറ്റി ഈസ് ഹിയർ. എന്തായിരിക്കാം? സോഴ്സ് ഓഫ് ഇൻകം ഡെഫിനറ്റ്ലി ഉണ്ടാവും അല്ലെ? നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ടെൻഡൻസി കൂടി ഉണ്ട്. മൂന്നെണ്ണവും ബ്ലെൻഡേഴ്സ് ആണോ എന്ന് തന്നിട്ട് ഇതേപോലെ UPSC ഞാൻ പറഞ്ഞത് ഹിസ്റ്ററിയിൽ മാത്രമല്ല, എല്ലാത്തിലും ഇത് വർക്കൗട്ട് ആവും. വായിച്ചു കഴിഞ്ഞാൽ മതി. ക്വസ്റ്റ്യൻ നിങ്ങളോട് തന്നെ ചോദിക്കുക, വെദർ ഇറ്റ് ഇസ് റൈറ്റ് ഓർ റോങ് എന്നുള്ളത്. ഓക്കെ, ആറാമത്തത് 6th one. കുറച്ച് ഞാൻ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നു. ആറാമത്തത് ഏതാണ് ആൻസർ വരുന്നത്? ട്രാൻസ്പ്ലാന്റ് ഇന്റേണൽ ഓർഗൻസ് ഓഫ് ദി ഹ്യൂമൻ ബോഡി 3rd century AD എന്ന് പറയാൻ സാധിക്കോ? സുശ്രുതൻ അതിന് മുൻപുള്ള ആളല്ലേ അല്ലേ? സുശ്രുത സംഹിത അതിന് മുൻപുള്ള കാലഘട്ടമല്ലേ? ഓൾമോസ്റ്റ് 1st century AD അല്ലെങ്കിൽ BC വരുന്ന ആളാണ് സുശ്രുതൻ. അദ്ദേഹം ഓൾറെഡി ചെയ്തിട്ടില്ലേ? മൂക്കും കണ്ണൊക്കെ അദ്ദേഹം മാറ്റി വെച്ചിട്ടില്ലേ? ഡൺ. കൺഫ്യൂഷൻ ഉണ്ടോ? രണ്ടുപേരും ഓപ്ഷൻ വെട്ടിക്കളഞ്ഞാൽ പോരെ? പിന്നെ ഒന്ന് കറക്റ്റ് ആണ് നോക്കിയാൽ മതി. സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് കോമൺലി യൂസ്ഡ് ഇൻ ദി 1st century AD. അത് നിങ്ങൾ നോക്ക്, സിമ്പിൾ ആയിട്ട് നോക്ക്. 1ഉം 2ഉം കോൺട്രഡിക്ഷൻ അല്ലേ സെന്റൻസ്? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക്? കൺഫ്യൂഷൻ ഉണ്ടോ? അത് നിങ്ങൾ നോക്കി എലിമിനേഷനിൽ പോസിബിലിറ്റി നോക്ക്. കോൺട്രഡിക്ഷൻ സെന്റൻസസ് അല്ലെ? ഡിഫറെന്റ് കൈൻഡ് ഓഫ് ദി സ്പെസിഫൈഡ് സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ക്യാൻ ബി 1st century AD. 3rd century ആണ്. ഇപ്പൊ 200 വർഷക്കാലം വരെ എന്തിനാ ഈ മിഷൻ ക്രിക്കറ്റ് കളിക്കാനാവും സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് വെച്ചിട്ട്? പറ്റത്തില്ലല്ലോ. ഇത് ഓൾറെഡി കണ്ടുപിടിച്ചെന്ന് ഇവിടെ പറഞ്ഞു. അപ്പൊ 1ഉം 3ഉം 2ഉം ഒരുമിച്ചും വരില്ല അല്ലേ? അവിടെ നിങ്ങൾക്ക് വെട്ടിക്കളയാം. ഇത് നമ്മൾ ഓൾറെഡി എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. സോ ആൻസർ ഈസ് C.
ഓക്കെ, സെന്റൻസിനകത്ത് ആ സെന്റൻസിനാണ് കോൺട്രഡിക്ഷറി സെന്റൻസ് എന്ന് പറയുന്നത്. അതായത് പർപ്പസ്ഫുൾ ഇടുന്നതായിരിക്കാം, അറിയാതെ വരുന്നതും ആയിരിക്കാം. ഇവിടെ ഫസ്റ്റ് സെഞ്ചുറിയോട് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, തേർഡ് സെഞ്ചുറി എന്ന് പറഞ്ഞു. ഫസ്റ്റ് സെഞ്ചുറി മുതൽ എന്ത് തുടങ്ങണം? സർജറി തുടങ്ങണം. പിന്നെ വെറുതെ എന്തിനാ കണ്ടുപിടിക്കുമോ? ഇല്ല, ഇറ്റ്സ് വെരി സിമ്പിൾ. ഓക്കെ, 7. There are only 2 known examples of the cave paintings of Gupta period in ancient India. One of the painting is Ajanta caves. Second, ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞു തന്നു. Which one? Very good, Bagh caves. Okay. അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തതല്ലേ? സമുദ്രഗുപ്ത, കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. ഓക്കെ, ഡൺ. ഒരു സെക്കൻഡേ. ഓക്കെ, കേൾക്കാലോ അല്ലേ? ഡൺ. 9 മുദ്ര രാക്ഷസ നമ്മൾ ഡിസ്കസ് ചെയ്തതല്ലേ? കൊണ്ട് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഏതാണ് ആൻസർ? ഡി. ഓക്കെ, 10 നമ്മൾ ഡിസ്കസ് ചെയ്തോ? ഒറിജിൻ ഓഫ് ഫ്യൂഡൽ സിസ്റ്റം ആൻഡ് ആൻഷ്യൻ ക്യാൻ ബി ട്രേസ്ഡ് ടു മിലിറ്ററി ക്യാമ്പയിൻ. മിലിറ്ററി ക്യാമ്പയിനിൽ നമുക്ക് ഒറിജിൻ കാണാൻ സാധിക്കും അല്ലേ? മിലിറ്ററി ക്യാമ്പയിൻ ഉണ്ട്, ലാൻഡ് ഗ്രാൻസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളില്ലേ? റൈറ്റ്. ദി കൺസിഡറബിൾ എക്സ്പാൻഷൻ ഓഫ് ദി ഫ്യൂഡൽ സിസ്റ്റം ഡ്യൂറിംഗ് ഗുപ്ത പീരീഡ്. സ്വാഭാവികം, അത് ശരിയാണല്ലോ അല്ലേ? പക്ഷെ ഇത് രണ്ടും കണക്ട് ചെയ്യാൻ സാധിക്കുമോ? മിലിറ്ററി ക്യാമ്പയിൻ ആണോ ഗുപ്ത പീരീഡിൽ ഏറ്റവും കൂടുതലായിട്ട് ഈ ഫ്യൂഡൽ സിസ്റ്റം വന്നത്? ഏതാണ്? ആ ഒരു ക്വസ്റ്റ്യൻ UPSC ഓൾറെഡി ചോദിച്ചതല്ലേ? ഞാൻ ക്വസ്റ്റ്യൻ കാണിച്ചിരുന്നു നിങ്ങൾക്ക്. ഏതായിരുന്നു അത്? വിച്ച് വൺ ഇൻക്രീസിംഗ് ദി ഫ്യൂഡൽ സിസ്റ്റം? ഇസ് ഇറ്റ് മിലിറ്ററി ക്യാമ്പയിൻ ഓർ ലാൻഡ് ഗ്രാൻസ്? വിച്ച് വൺ? ലാൻഡ് ഗ്രാൻസ്. ക്ലിയർ ആണോ? ഓക്കെ, ഇത് തന്നെയാണ് വേറെ രീതിയിൽ അവിടെ ചോദിച്ചത്. മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചെന്നില്ലേ, ലാൻഡ് ഗ്രാൻസ് എന്ന് പറഞ്ഞിട്ട്. അതിന് മറ്റൊരു മോഡലല്ലേ അവിടെ ചോദിച്ചത്. ക്വസ്റ്റ്യൻ്റെ ഉള്ളിൽ നിന്നാണ് അവർ എന്ത് ചെയ്യുന്നത്? ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുന്നത് മനസ്സിലായല്ലോ. 11 1999 ക്വസ്റ്റ്യൻ. പഴയ ക്വസ്റ്റ്യൻസാ. ആൻസർ ഏതാണ്? അവരുടെ ഫസ്റ്റ് പോർട്ട് എന്ന് ഞാൻ പറഞ്ഞ ഒരു പോർട്ട് ഉണ്ട്. എവിടെയത്? വെരി ഗുഡ്. തമ്ര ലിപ്തി. വെസ്റ്റ് ബംഗാൾ പാർട്ട്. ഓക്കെ, 12 ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് അറിയാത്തതുണ്ടോ? അതൊക്കെ ഞാൻ പറഞ്ഞു തന്നതല്ലേ. ഡൺ. ആൻസറിലേക്ക് ഞാൻ പോകണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ അല്ലേ? നിങ്ങൾ അത് കമന്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് അറിയാവുന്നല്ലേ? 12ാമത്തത്. 13ാമത്തത് സിൽവർ കോയിൻ ഓഫ് ദി ഗുപ്താസ് കോൾഡ്. എന്താ പറയാ? ഞാൻ ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞു. ദിസ് ഇസ് ദ ഓപ്ഷൻസ്. ഓക്കെ, രൂപക ഇസ് ദ ആൻസർ. ഓക്കെ, 14 അഗെയിൻ ദേ ആർ റിപ്പീറ്റിംഗ്. ഓക്കെ, അവരുടെ ജോലിയാണ് ചോദിക്കുന്നത്. വിശാഖദത്ത, വരാഹമിഹിര, ചരക, ബ്രഹ്മഗുപ്ത. അറിയാലോ, നിങ്ങൾക്ക് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് കണക്ട് ചെയ്യാൻ പറ്റത്തില്ലേ? കുഴപ്പങ്ങളില്ലല്ലോ. 15 സംസ്കൃത് പ്ലേ റിട്ടേൺ ഡ്യൂറിംഗ് ഗുപ്ത പീരീഡ്. വുമൺ ആൻഡ് ശൂദ്രക സ്പീക്ക്. ഏത് ലാംഗ്വേജ് ആയിരിക്കും അവർ സംസാരിക്കാൻ സാധ്യത ഉണ്ടാവുക ഇതിനകത്ത്? ഞാൻ മുമ്പ് പറഞ്ഞു നിങ്ങളോട്. ബി. വെരി ഗുഡ്, പ്രാകൃത ലാംഗ്വേജ്. ഓക്കെ, ആൻഡ് 16 വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡൈനാസ്റ്റി ഫ്രെസ്കോ പെയിന്റിംഗ്. ഞാൻ ഫസ്റ്റ് പറഞ്ഞൊരു പോയിന്റ് അതാണ്. അജന്ത കേവ്സിൽ ആരാണ് പെയിന്റിങ്സ്? ഫ്രെസ്കോ പെയിന്റിങ്സ് ഇൻ അജന്ത കേവ്സ്. ലെയർ പെയിന്റിങ്സിന്റെ മുകളിൽ പെയിന്റിങ്സ്. അജന്ത കേവ്സിൽ ഏത് ഡൈനാസ്റ്റി ഉള്ളൂ? 3 ഡൈനാസ്റ്റി ഉള്ളൂ. ശതവാഹനാസ്, ഗുപ്താസ്, വകടകാസ്. ഇതാരേ ഉള്ളൂ? ഗുപ്താസ്. കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ലല്ലോ. ഫൈൻ. ഓക്കെ, ലാസ്റ്റത്തെ നിങ്ങൾക്ക് അറിയില്ല. രാജേന്ദ്ര ചോള ഞാൻ ഡിസ്കസ് ചെയ്തിട്ടില്ല. ചോള ഡൈനാസ്റ്റി ആണ്, മീഡിയവൽ ഹിസ്റ്ററി ആണ്. അടുത്തത് 17ാമത്തത് 1991 ക്വസ്റ്റ്യൻ. ലിസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞത്. അറിയാലോ നിങ്ങൾക്ക് ഇതിനകത്ത് ചന്ദ്രഗുപ്ത മൗര്യ, ജൈനിസം, സമുദ്രഗുപ്ത. ഏതാ വരുന്നത്? അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻസ്. ഹർഷവർദ്ധന പഠിക്കാൻ പോകുന്നുള്ളൂ. പ്രയാഗ അസംബ്ലിനെ കുറിച്ചാണ് അത് പറയുന്നത്. ആൻഡ് രാജേന്ദ്ര രാജചോള, ഗംഗൈക്കൊണ്ട ചോളപുരം. നിങ്ങൾ ബേസിക്സ് പഠിച്ചിട്ട് നിങ്ങൾക്ക് അത് അറിയാൻ പറ്റും. നമ്മളത് ഡിസ്കസ് ചെയ്യും, എത്തും. ഓക്കെ, അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യും. 2 ചാപ്റ്റർ കണക്ട് ചെയ്തതാണ്. അടുത്തത് വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് സെന്റൻസസ് കറക്റ്റ്? ഇൻകറക്റ്റ് ഏതാണ്? 18 കുമാരഗുപ്തയാണോ സ്കന്ദഗുപ്തയാണോ?
കുമാരഗുപ്തനെ ഞാൻ എന്താ പറഞ്ഞത്? കുമാരഗുപ്ത ആരെങ്കിലും? വെരി ഗുഡ്, നളന്ദ യൂണിവേഴ്സിറ്റി. സ്കന്ദഗുപ്തയാണ് എന്ത് പറഞ്ഞത്? സുദർശന ലേക്ക്. ഓക്കെ, അങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഹിസ്റ്ററിക്കാർക്ക് ഹിസ്റ്ററി ക്വസ്റ്റ്യൻ ആയിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഹിസ്റ്ററിക്കാർക്ക് ഹിസ്റ്ററി ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് അങ്ങനെ അന്ന് വന്നത്. ഓക്കെ, അടുത്തത് സിമ്പിൾ. ഏൻഷ്യന്റ് ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ റീച്ച് അറ്റ് ദി സെനിത്ത്. ഏത് സമയത്താ? ഗുപ്താസ്. ഓക്കെ, ക്ലിയർ? കൺഫ്യൂഷൻസ് ഒന്നുമില്ല എന്ന് വിചാരിക്കുന്നു. ഓൾമോസ്റ്റ് ഗുപ്ത ഡൈനാസ്റ്റി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ അവസാനിച്ചു. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോസ്റ്റ് ഗുപ്താസിനെ കുറിച്ചാണ്. ഓക്കെ, അടുത്തത് പോസ്റ്റ് ഗുപ്താസ് ആണ്. നമുക്ക് ക്ലാസ്